മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ നേതാക്കൾ, പ്രവർത്തകർ, ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികളായി മരണപ്പെട്ടുപോയവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഒരുങ്ങിത്തിരിച്ച ഈ കർമ്മം ഇനി എന്തെങ്കിലും ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. ആഫിയത്തോടുകൂടി ആ പുണ്യഭൂമിയിൽ ചെന്ന് കർമ്മം ചെയ്യുവാനും ഒരു ദിവസം പോലും രോഗിയായി കിടക്കാതെ അമല് മുടങ്ങാതെ പരിശുദ്ധ പുണ്യഭൂമിയിൽ ശരിക്ക് ദിനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുവാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാൻ. ഈ മഹിതമായ കർമ്മത്തിനു വേണ്ടി ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വളണ്ടിയർമാർ, ഭാരവാഹികൾ, സംഭാവന നൽകിയവർ, സഹകരിച്ചവർ, ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ ഹലാലാണെങ്കിൽ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇതിനുവേണ്ടി സംഭാവന നൽകിയവരും സഹകരിച്ചവരുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നിന്റെ മഹൽ ഫദല് കൊണ്ട് പരിശുദ്ധമായ കഅബ കാണുവാനും കർമ്മങ്ങൾ നിർവഹിക്കുവാനും നീ തൗഫീഖ് നൽകണേ തമ്പുരാൻ. ഞാൻ ആമുഖങ്ങളൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നും അല്പം സമയം നഷ്ടപ്പെട്ടു പോയി എന്ന്. 17 കൊല്ലമായി 16 കൊല്ലമായി ഇവിടെ വരുന്ന ആളുകൾക്ക് എങ്ങനെ സമയം നഷ്ടപ്പെട്ടാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ പടച്ചറപ്പ് തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു തരത്തിലും ഒന്നും നഷ്ടപ്പെടാത്ത വിധം ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. പടച്ചറപ്പ് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തമത്തുവിന്റെ അറിവിനെ കുറിച്ച് വിശദമായി ക്ലാസ്സിൽ പറയും. ആ സമയത്ത് ചോദിച്ചാൽ മതി. വാജിബാത്തുകൾ ഏതെങ്കിലും ഉപേക്ഷിച്ചാലും ഇഹ്റാം മീഖാത്തിൽ നല്ലാതിരിക്കുക, അതുപോലെ തന്നെ ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്യുക മുതലായവക്ക് എല്ലാം കൂടി ഒരറിവ് മതിയോ? അത് മതിയാവൂല. ലാഭം ഉണ്ടാക്കാൻ പറ്റൂല. ഏർപ്പാട് അറിവ് ഓരോന്നിനും വേറെ തന്നെ വേണം. അത് ഫിദിയ പറയുമ്പോൾ പറയാം. സാമസ്വരത്തിന്റെ അറിവ് നിസ്കരിക്കുന്ന സ്ത്രീകൾ പള്ളി നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ്. അത് ഞാൻ പറഞ്ഞാൽ എന്റെ സമയം വരുമ്പോൾ. റമദാൻ മാസം അടുത്തെത്തിരിക്കുകയാണ്. കൃത്യമായി സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഹജ്ജ് സ്വീകരിക്കുമോ? സ്വീകരിക്കൂല. ഹജ്ജ് എന്ന് മാത്രമല്ല, ഹദീസിലുണ്ട് 3 കാര്യങ്ങൾ ഇണകളായിട്ടേ സ്വീകരിക്കുള്ളൂ. ഒന്ന് അഖീമുസ്സലാത്ത വ ആതു സക്കാത്ത, നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യാം. അത് രണ്ടും സക്കാത്ത് കൊടുക്കുന്നവന്റെ നിസ്കാരം സ്വീകരിക്കുള്ളൂ, നിസ്കരിക്കുന്നവന്റെ സക്കാത്തെ സ്വീകരിക്കുള്ളൂ. ആ അർത്ഥത്തിൽ നിസ്കരിക്കാത്തവന്റെ സക്കാത്ത് സ്വീകരിക്കൂല എന്നതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കാത്ത ആള് അവന്റെ ഹജ്ജ് സ്വീകരിക്കൂല. സക്കാത്തിന്റെ പൈസ കൊണ്ട് ഹജ്ജിന് പോയാൽ ഹജ്ജുക മഅ്സൂറുൻ ഗൈറു മഅ്ജൂർ എന്ന് വിളിക്കപ്പെടുന്ന ലാ ലബ്ബൈക വലാ സഅദൈ എന്ന് കിതാബ് പറഞ്ഞിട്ടുണ്ട്. കുറിക്കല്യാണത്തിന് പണമായി സ്വീകരിച്ചത് കടമാകുമോ എന്ന്. അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കുറിയാണെങ്കിൽ കടാവും, സംഭാവനയാണെങ്കിൽ കടാവൂല. കുറിക്കല്യാണം എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സിലാണ്. അപ്പൊ എന്തായാലും കൊടുക്കേണ്ടി വരും. ഹാജിമാർക്ക് അറിവ് സൗദി സർക്കാരിനെ ഏൽപ്പിക്കുന്നതിന് തെറ്റുണ്ടോന്നാ. അത് പലരും പല രീതിയിൽ സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്. അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വക്കാലത്താക്കുക. അറിവിന് 2-3 രീതികൾ. ഏറ്റവും നല്ല രീതി അവനവൻ തന്നെ നേരിട്ട് പോയിട്ട് പൈസ കൊടുത്താൽ കാക്കിയ അലകയിലോ, അലകാരന ഹൽക്ക അതാണ് അലകയത്, കാക്കിയിൽ പോയാൽ. അതുപോലെ തന്നെ അല്ലെങ്കിൽ മൻഹർ എന്ന് പറയുന്ന മസ്ലഹ് എന്നൊക്കെ പറയുന്ന അറവുശാലുണ്ട്. അവിടെ പോയാൽ നമ്മൾ തന്നെ പൈസ കൊടുത്താൽ നമുക്ക് തന്നെ അറുക്കാലി നമ്മൾ മുമ്പ് നറുത്തു തരും. അതാണ് ഏറ്റവും നല്ല രീതി. രണ്ടാമത്തെ രീതി മക്കയിൽ KMCCയുടെയും അതുപോലെ തന്നെ നമ്മുടെ പൊതുസംഘടനകളുടെയും വിശ്വസ്തരായ പ്രവർത്തകരുണ്ട്. അവർ വക്കാലത്താക്കിയാൽ അവർ അറുത്തിട്ട് ഈ പാവങ്ങൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യും. സാധുക്കൾ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ കൊടുക്കും. ഇതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതിയാണ് സർക്കാരിൽ അടക്കുക എന്നുള്ളത്. സർക്കാരിൽ അടച്ചാൽ ശരിയാവൂല എന്ന് പറയാൻ നമുക്കൊരു കാരണമില്ല. കാരണം എന്താ? സൗദി ഗവൺമെന്റ് മുഫ്തിമാര് ഫത്വ കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. 2, വക്കാലത്താക്കുന്നതോടുകൂടി നമ്മുടെ ബാധ്യത കഴിഞ്ഞു. ആ വക്കാലത്ത് അവർ നിർവഹിക്കണം എന്നുള്ളത് ശരി തന്നെ. അത് നിർവഹിക്കാൻ സൗദിയിൽ സംവിധാനമുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ അടച്ചാൽ ശരിയല്ല എന്നുള്ള വാദം അംഗീകരിക്കാൻ കഴിയില്ല. ബാങ്കിൽ അടക്കാവുന്നതാണ്. കഴിയുമെങ്കിൽ നേരിട്ടെടുത്തോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വക്കാലത്ത് വ്യക്തികളാക്കിക്കോളൂ. അതിനും കഴിയില്ലെങ്കിൽ ബാങ്കിൽ അടച്ചോളൂ. ഒരു പ്രയാസമില്ല. പിന്നെ അല്ലാഹുമ്മ ലബ്ബൈക്കൽ ഉംറ അല്ലാഹുമ്മ ലബ്ബൈക്കൽ ഹജ്ജ എന്നാണോ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത്? അല്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് ഞാൻ ഇനി പറയും. അതേ രീതിയിലാണ് നവൈത്തുൽ ഹജ്ജ, അതുപോലെ നവൈത്തുൽ ഉംറത്ത, അങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്. പിന്നെ ശുദ്ധിയില്ലാത്ത സ്ത്രീ സഅയിന് ശേഷം മുടി മുറിച്ച് തഹല്ലുലാ, അത് കഴിയും. അത് ആ സമയം വരുമ്പോൾ പറയാം. ഇഫാദിന്റെ തവാഫിന് ശേഷം ഷൈന് മുമ്പായി സുന്നത്തായ തവാഫ് ചെയ്യാൻ പറ്റൂല. ഇഫാദിന്റെ തവാഫിന്റെ ശേഷം ഉടനെ സഅയ് ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് പിന്നെ വേറൊരു തവാഫ് കൊണ്ടുവരാൻ പറ്റില്ല. തവാഫിന്റെ സമയത്തും ഹറം പള്ളിയിൽ ഇഹ്റാം, ഇതൊക്കെ വരാൻ പോകുന്ന കാര്യമാണ്. ഇതിന് മുഴുവൻ അറിവ് നടത്തുക. അതൊക്കെ ഞാൻ പറയും, വെറുതെ സമയം കളയണ്ട.
അറബി മലയാളം ബുക്കുകൾ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. ഒരു കുഴപ്പമില്ല, ഏതും കൊണ്ടുപോകാം. തെൽബിയത്ത് പുറപ്പെടുന്നതിന് മുമ്പും എല്ലാ സമയത്തും ചൊല്ലാൻ പറ്റുമോന്നാ? എപ്പോഴും തെൽബിയത്ത് എല്ലാം പറ്റില്ല. തെൽബിയത്ത് ചെല്ലാൻ പറ്റും, പക്ഷേ തെൽബിയത്ത് സുന്നത്തായ അമലാണ്. അതെപ്പോഴാ സുന്നത്ത്? ഹജ്ജുകാരനാണെങ്കിൽ ഇഹ്റാം ചെയ്ത് ആദ്യത്തെ കല്ലെറിയുന്നവരെ, ഉംറക്കാരനാണെങ്കിൽ ഇഹ്റാം ചെയ്ത് തവാഫ് തുടങ്ങുന്നവരെ. അതാണ് എന്റെ സമയം. ഓർമ്മക്കുറവിന് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്, ബാക്കിയൊക്കെ ദുആ ചെയ്യാനാണ്. കമ്മിറ്റിയെ അറിവേൽപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ ജമ്മ, ഇതിപ്പോ വന്ന ചോദ്യം, ഇങ്ങനത്തെ ചോദ്യമാണ് വരേണ്ടത്. ജമ്മായി നിസ്കരിക്കുന്നവൻ തഖ്ദീം തഖീർ എന്നിങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് വ്യക്തമായി കരുതേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? ഞാൻ പറയാം, അതിന്റെ രീതിയാണ് പറഞ്ഞുതരാം. അങ്ങനെ കരുതണമെന്നില്ല. അവൻ സലാം വീട്ടുന്നതിന്റെ മുമ്പ് അത്തഹിയ്യാത്തിലെങ്കിലും അടുത്തതിനെ ജമ്മാക്കുന്ന ആദ്യത്തേതിൽ കരുതിയാൽ മതി. ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവാൻ 3 മുടി മുറിക്കണമല്ലോ. അതിപ്പോ തഹല്ലുലാകാനായിട്ടില്ലല്ലോ, ഇഹ്റാം കിട്ടിയിട്ടില്ല, എന്റെ അടുത്ത് തഹല്ലുലാകാൻ പറ്റുമല്ലോ, അങ്ങനെ കെട്ടട്ടെ. പിന്നെ തവാഫിന്റെയോ സഅയിന്റെയോ മധ്യത്തിൽ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായിരുന്നു. ഇത് ഒരു വഴിക്കത്തട്ട, അതിന്റെ ഇടയ്ക്ക് ആർത്തവം ഉണ്ടാകണ്ട. ഏതാണ്ട് 40 വർഷം മുമ്പ് ഖളാ ആയ നോമ്പ് ഉണ്ടായിരിക്കെ അത് വീട്ടാതെ മുദ്ദ് കൊടുക്കാതെ വെച്ച് ആ നോമ്പ് ഖളാ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഖളാ ആയ ഓരോ കൊല്ലത്തിനും ഓരോ മുദ്ദ് വേറെയും, നോമ്പിനൊരു മുദ്ദും ഖളാ ആയ കൊല്ലത്തിനൊരു മുദ്ദും കൊടുത്ത് അത് വീട്ടണം. വീട്ടിയിട്ടേ ഹജ്ജ് ചെയ്യാൻ പറ്റൂ, അപ്പോഴേ ഹജ്ജ് സ്വീകരിക്കൂ. കടം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കടം വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉംറക്ക് പോയ വ്യക്തിയാണ്. ഇഹ്റാമിന്റെ സുന്നത്ത് കുളി കുളിച്ചപ്പോൾ മുടി നഷ്ടപ്പെട്ടു പോയി. അതിന്റെ വിധി എന്താണ്? ഇഹ്റാമിന്റെ സുന്നത്ത് കുളി കുളിക്കുമ്പോൾ മുടി നഷ്ടപ്പെട്ടിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇഹ്റാം ചെയ്തിട്ടില്ല, എത്ര മുടി പോയിക്കോട്ടെ. നിങ്ങൾ ഇഹ്റാം കുളിച്ചതിന്റെ ശേഷം നിയ്യത്ത് ചെയ്യുള്ളൂ. നിയ്യത്ത് ചെയ്തിട്ട് മുടി പോകാതിരുന്നാൽ മതി. നിങ്ങൾ കുളിക്കുമ്പോൾ എത്ര മുടി പോയാൽ എന്താ പ്രശ്നം? ഇഹ്റാമിന്റെ കുളിയല്ലേ അത്. ഇഹ്റാമിന്റെ കുളി തന്നെ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പാ കുളിക്കണേ, അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ ഇത്രയുള്ള ചോദ്യങ്ങളോട് വന്നത്. അപ്പൊ പിന്നെ ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്, അത് വളരെ പ്രധാന. ഇതിൽ ചോദിച്ച് നേരത്തെ ഞാൻ വായിച്ചു. ഇത് കെണീസ് ചോദ്യ. ഇവിടെ ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്നോട് ഒറ്റക്ക് വന്ന് ചോദിച്ചാൽ മതി, ആൾക്കാരെ സമയം വെറുതെ കാണേണ്ട കാര്യമില്ല. ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, പിന്നെ നേരത്തെ പറഞ്ഞു ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ അവസാനം 3 ജംറാത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ 3ാമത്തെ ജംറയിൽ ദുആ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് 3ആയി എണ്ണുന്നതെന്ന ചോദ്യം ചോദിച്ചത് മൗലവിമാരായിരിക്കുന്ന ഉറപ്പാണ്. കാരണം സാധാരണക്കാർക്ക് അറിയണം, എനിക്ക് ഉറപ്പാണ്. അത് വിശദമായി ഒറ്റ മിനിറ്റ് അത് പറയുന്നെങ്കിൽ പിന്നെ ഞാനൊരു പ്രശ്നം ഉണ്ടാന്ന് ചോദിച്ചിട്ടാ. ഇതിൽ കിതാബിൽ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കണേ. ചോദ്യം 1 ഇതില് പെട്ടെന്ന് തീർക്കുക. യുസ്തജാബു ഹുനാക ഫി 15 മൗദിഅൻ, 15 സ്ഥലത്ത് ഉത്തരം കിട്ടും. എണ്ണിക്കോളി, കയ്യിൽ എണ്ണിക്കോളി. ഫി തവാഫി, തവാഫില്. വഇൻദൽ മുൽതസമി, മുൽതസം എന്താന്ന് പറഞ്ഞുതരും. വ തഹതൽ മീസാബി, മീസാബിന്റെ ചുവട്ടിൽ. വഫിൽ ബൈത്തി, കഅബത്തിന്റെ ഉള്ളില്. വ ഇന്ദ സംസമ, സംസം കിണറിന്റെ അടുത്ത്. വ അല സഫ, സഫയിൽ. വൽ മർവത്തി, മർവയിൽ. വഫി സഈ, സഈ ചെയ്യുമ്പോ. വ ഖൽഫൽ മഖാമി, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ. വഫി അറഫാത്തിൻ, അറഫയിൽ. വഫിൽ മുസ്ദലിഫത്തി, മുസ്ദലിഫയിൽ. വഫി മിനൻ, മിനയിൽ. പത്തണ്ണായി നിങ്ങളെവിടെ എണ്ണി? 13 അല്ലേ? 13ആയില്ലേ? 13ആയി. അയച്ചെണ്ണോ? 12 ഉള്ളൂ. ഒന്നുകൂടി പറയാം. തവാഫ്, മുൽതസം, മീസാബ്, കഅബ, സംസം, സഫ, മർവ, സഈ, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ, അറഫയിൽ, മുസ്ദലിഫയിൽ, മിനയിൽ. 12. ഇനി തന്നെ 3 വേണ്ടത്. ഇനി 3 ഇന്ദൽ ജംറാത്തി സലാസത്തി, 3 ജംറകളിലും. 15ആയില്ലേ? ഇവിടെയാണ് ആള് ചോദിച്ചത് 3ാമത്തെ ജംറയിൽ ദുആ ഇല്ലല്ലോ, ഇഞ്ഞെന്താ ചെയ്യാം? സംഗതി ശരി തന്നെയാണ്, അത് ചോദ്യ. അപ്പൊ അതിന് ഉംദത്തുൽ അബ്റാറിൽ അതേ ചോദ്യത്തിന് മറുപടി ഉണ്ട്. നേരത്തെ നമ്മൾ നോക്കി, പ്രശ്നം നമുക്കും തോന്നിയിട്ടുണ്ടല്ലോ, ചോദിച്ചാൽ അറിയുന്ന ആളായിരിക്കും. ഇതില് ഉംദത്തുൽ അബ്റാറിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ആ വിഷയത്തെ പോലെ പറയുക ഇന്ദൽ ജംറാത്തി സലാസി വഖ്തുൽ ഐ, എല്ലാ ജംറ എന്ന് പറയുന്നത് വലാ യുനാഫിഹി മാ സയതി ഇൻഷാഅല്ലാഹു തആല ഫി റമി അന്നഹു ലാ യക്ഫി ഇന്ദ ജംറത്തുൽ അഖബത്തി ലിദ്ദുആഇ. ദുആക്ക് വേണ്ടി ജംറത്തുൽ അഖബയിൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞത് ഇതിൽ നിന്ന് നിഷേധിക്കപ്പെടേണ്ടത്. കാരണം എന്തുകൊണ്ട്? തഫാഉലൻ ബിൽ ഖബൂലിൽ ഹുസൂലി ദുആഇ ഹാല റമി വഅല സൈരി. അവിടെ എറിയുമ്പോഴും എറിഞ്ഞു പോകുമ്പോഴും ദുആന്റെ മഖാമാണ്, പ്രത്യേകം ദ്വാരക്കണ്ടെന്നേ ഉള്ളൂ. മനസ്സിലാവണ്ടല്ലോ? അത് കിതാബിൽ പറയുന്നത്. ഇതിന്റെ വിശദീകരണം അങ്ങനെ. അവിടെ അവൻ എറിയുന്നതോട് കൂടിയാ എറിഞ്ഞു പോകുന്നതോട് കൂടിയും അവന് ഉത്തരം കിട്ടുന്നുണ്ട്. മനസ്സിലാവില്ലേ? അവിടെ ദ്വാരക്കണ്ട എന്ന് പറയുന്ന അർത്ഥം അങ്ങനെ നിബിധങ്ങൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അവിടെ ഉത്തരം ഉണ്ട് എന്നാ പറഞ്ഞത്. മനസ്സിലാവുണ്ടല്ലോ? അത് നിങ്ങൾ എറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ദ്വാക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? കിതാബിൽ ഞാൻ വിശദീകരിച്ച് പഠിക്കണം. മൂല്യമാരേക്കും ചോദിച്ചു നാളെ അതിന്റെ ആവശ്യമേ ഉണ്ടാവില്ല. പിന്നെ മഗ്‌രിബും അസറും ജമാഅത്ത് അത് പറ്റൂല, അങ്ങനെ ജമ്മില്ല. പിന്നെ മക്കത്തോ മദീനത്തോ എത്തിയാൽ അവിടെ വെച്ച് എത്ര ദിവസം ജമ്മും കസറുമായി നിസ്കരിക്കാൻ കഴിയും? മക്ക മദീന എന്നുള്ള വിഷയമല്ലേ അവിടെ. ദുന്യാവിൽ എവിടെ ചെന്നാലും 4 ദിവസം താമസിക്കാൻ കരുതിയാൽ പിന്നെ ജമ്മും കസറുമില്ല.
4 ദിവസം താമസിക്കാൻ കരുതിയാൽ അത് മക്കത്തായാലും മദീനത്തായാലും ദുന്യാവിലും എവിടെയാലും 4-ൽ കുറഞ്ഞ ദിവസമേ താമസിക്കണുള്ളൂ, എന്നാ പിന്നെ പറ്റും. സുബഹിന്റെ വക്തിൽ യാത്രയായാൽ, ഉദാഹരണം വിമാനം, ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തുമ്പോഴേക്കും സുബഹി ഖളാ ആയാൽ എന്ത് ചെയ്യണം? അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സുബഹിന്റെ സമയത്ത് ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റിൽ നിസ്കരിക്കുക, വിമാനത്തിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുക, ഇരുന്ന് നിസ്കരിച്ചിട്ട് ആ നിസ്കാരം ഖിബ്ല ശരിയല്ലേ നാട്ടിൽ വന്നിട്ട് മടക്കി നിസ്കരിക്കുക, സമയത്തെ പരിഗണിച്ച് ഇരുന്ന് നിസ്കരിക്കുക, അങ്ങനെ ചെയ്യേണ്ടത്. ഇഫാദത്തിന്റെ തവാഫിന് ശേഷം ഷൈന് മുമ്പായി സുന്നത്തായ തവാഫ് ചെയ്യാൻ പറ്റും. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, തവാഫ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഇത് ചോദ്യം വരൂല, ആ ക്ലാസ് എടുത്തതിന്റെ ശേഷമാണ് പറയുന്നതെങ്കിൽ ആ സമയത്ത് വെച്ചാൽ മതി. ഉംറക്ക് പോയാൽ സൈ ചെയ്യുമ്പോൾ ഉംറക്ക് പോയപ്പോ സൈ ചെയ്യുമ്പോൾ ഒരു നായയെ കണ്ടു. എവിടുന്ന് നായനെ കണ്ടു? മത്താഫില്. അതിനുശേഷം മനസ്സിനൊരു അസ്വസ്ഥതയാണ്, നായയെ കണ്ടതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവും. മത്താഫിൽ ഒരിക്കലും നായനെ കാണൂല. ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. കണ്ടത് നായ ആവൂലട്ടോ, ശ്രദ്ധിച്ചോണ്ടി. എല്ലാ ഫർദ് നിസ്കാരത്തിനും സ്ത്രീകൾ ഹറമിൽ പോകുന്നതിന്റെ വിധി എന്താണ്? അത് ഞാൻ അതിന്റെ ഇത് വായിച്ച് പറയുമ്പോ പറയാം, വിശദീകരിച്ച് പറയാം. നായനെ തന്നെ അതന്നെ ശ്രദ്ധിച്ചോളൂ. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിന്റെ ബാക്കിയിലേക്ക് പോകണം. തെർത്തീബിന് വേണ്ടി നമ്മളിങ്ങനെ ക്രമം പാലിക്കണം. നോക്കിക്കോളൂ. ശരിക്കും നമ്മൾ പറഞ്ഞ വിഷയം, നമ്മളിപ്പോ ഇഹ്റാം ചെയ്ത് പുറപ്പെടുകയാണ്. ജമ്മു കസറുകളുടെ മസലയാണ് നമ്മൾ നേരത്തെ ശരിക്കും സൂചിപ്പിച്ചത്. ജമ്മും കസറുമാക്കി നിസ്കരിച്ച് നമ്മൾ എത്തി. ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ചോദിച്ച ചോദ്യം ഒരാൾ ചോദിച്ചല്ലോ, എങ്ങനെയാണ് നിയ്യത്ത് വെക്കുക? ആ നിയ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജമ്മും കസറുമാക്കി നിസ്കരിക്കുന്ന ഒരാള്, അയാള് നിയ്യത്തിൽ തന്നെ ജമ്മ് കരുതിയാൽ പിന്നെ അയാൾക്ക് ആ നിസ്കാരം അവസാനിക്കുന്ന മുമ്പ് കരുതേണ്ട ആവശ്യമില്ല. മുന്തിച്ച് ജമ്മാക്കുമ്പോ എപ്പോഴും മുന്തിച്ച് ജമ്മാക്കുമ്പോൾ, അതായത് ലൊഹറിന്റെ സമയത്ത് ലൊഹറും അസ്റും നിസ്കരിക്കുകയാണെങ്കിൽ, മഗ്രിബിന്റെ സമയത്ത് മഗ്രിബും ഇശാവും നിസ്കരിക്കുകയാണെങ്കിൽ, ഉദാഹരണമായി ലൊഹറിന്റെ സമയത്ത് ലൊഹറും അസ്റും നിസ്കരിക്കുകയാണെങ്കിൽ കരുതേണ്ടത് എങ്ങനെ? ഉസൊല്ലി. അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിസ്കരിക്കുന്നു ഫറളൽ ലൊഹരി. ഉസൊല്ലി ഫറളൽ ലൊഹരി, ലൊഹറിനെയാണ് നിസ്കരിക്കുന്നത്. കൂട്ടത്തിൽ പറയാം മഅൽ അസ്രി. ഉസൊല്ലി ഫറളൽ ലൊഹരി മഅൽ അസ്രി, അങ്ങനെ പറയേണ്ടത്. ഞാൻ ളുഹ്റിനെ നിസ്കരിക്കുന്നു അസറിന്റെ കൂടെ, ജമ്മൻ തഖ്ദീമൻ കസ്റൻ ലില്ലാഹി തആല. ഇതാണ് നിയമത്ത്. ഉസല്ലി ഫറളൽ ളുഹ്രി മഅൽ അസ്രി ജമ്മൻ ജമ്മാക്കിയിട്ട് കസ്റൻ ജമ്മൻ തഖ്ദീമൻ കസ്റൻ ലില്ലാഹി തആല. പച്ച മലയാളത്തിൽ പറയുന്നത് എങ്ങനെ? ഞാൻ ളുഹ്ർ നമസ്കാരത്തെ അസറിന്റെ കൂടെ ജമ്മാക്കി കസ്റാക്കി 2 റക്അത്ത് നിസ്കരിക്കുന്നത് ളുഹ്റ. ഞാൻ ളുഹ്ർ നിസ്കാരത്തെ എന്നാ പറയുന്നത്. ഉസല്ലി ഫറളൽ ളുഹ്റ ജമ്മൻ തഖ്ദീമൻ കസ്റൻ ലില്ലാഹി തആല. എന്താ സംശയമുള്ളത്? പിന്തിച്ച് ജമ്മാക്കുമ്പോ പിന്നെ സ്വാഭാവികമായും ഒന്നാമത്തെ നിസ്കാരം കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തതാ. അപ്പൊ രണ്ടാമത്താണ് നിസ്കരിച്ചു കൊടുത്താൽ മതി. ഞാൻ അസറിനെ ളുഹ്റിന്റെ കൂടെ ജമ്മാക്കി നിസ്കരിക്കുന്നു, മതി. അത്രയേ ഉള്ളൂ. ഇതേ ശ്രദ്ധിക്കുള്ള അത്. ഇനി ഒരാൾ നിയ്യത്തിൽ മറന്നു എന്നിരിക്കാം. നിയ്യത്ത് ചെയ്തപ്പോ ഞാൻ ളുഹ്ർ നിസ്കാരത്തെ ജമ്മാക്കി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ കസറാക്കി നിസ്കരിക്കുന്നേ കരുതിയുള്ളൂ, അസറിനെ കരുതിയില്ല, ജമ്മ് കരുതിയില്ല, കസറെ കരുതിയുള്ളൂ. എന്നാൽ അത്തയ്യാത്തിൽ എത്തുമ്പോൾ മനസ്സിൽ കൊണ്ടുവരാം, ഞാൻ അടുത്ത നിസ്കാരത്തിന്റെ കൂടെ ജമ്മാക്കുന്നു. സലാം വീട്ടിയിട്ട് ചെയ്താൽ പറ്റൂല, അപ്പൊ ജമ്മില്ല, പിന്നെ വേറെ എന്റെ സമയത്ത് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണം. അത്രയേ ഉള്ളൂ. ഇനി സംശയം എഴുതിയിട്ടുള്ളൂ, മുഴുവൻ നോക്കിയിട്ട് മറുപടി പറഞ്ഞുതരാം. അറിയാത്ത നമുക്ക് കിതാബ് നോക്കാം, കിതാബുകളുണ്ട്, ആവശ്യമുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് പരതാം, നെറ്റിൽ നോക്കാം, ഇല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കാം. അറിവ് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മളിനി പറയാൻ പോകുന്ന വിഷയം, നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങേണ്ടത്? 5 പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 5 പ്രധാനപ്പെട്ട സുന്നത്തുകൾ. ഈ 5 പ്രധാനപ്പെട്ട സുന്നത്തുകൾ നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇറങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. നേരെ എയർപോർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ജമ്മാക്കി കസറാക്കി നമ്മൾ പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്ന് നമ്മൾ പ്രത്യേകമായി ദ്വാകളും ദിക്റും ഒക്കെ ചെയ്യുക, സംഭാവനകളൊക്കെ എന്തെങ്കിലും കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദബുകളൊക്കെ പാലിച്ച് നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയാൽ ഇനി നമുക്ക് ഇഹ്റാം ചെയ്യണം. അപ്പൊ എങ്ങനെ ഇഹ്റാം ചെയ്യണം? അതിന് 6 ആമുഖങ്ങളുണ്ട്. അവിടെയല്ലേ നമ്മൾ നിർത്തിയത്? നിങ്ങൾ പോയോ? ഞാൻ പോയില്ല. 6 ആമുഖങ്ങൾ. ഞാനിതിങ്ങനെ ഒരു വരട്ട് കുറിച്ച് വെക്കണമെന്ന് വെച്ചാൽ ആ തെർത്തീബിനെ പോലെ ഇടക്ക് വിട്ടുപോകാതിരിക്കാനാ. ഇതിങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ ശ്രദ്ധിച്ചോളൂ.
6 ആമുഖങ്ങൾ എന്തൊക്കെ? ഒരാൾ ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും കണക്കാം. ഇനി നാളെ ഹജ്ജിൻ്റെത് പറയുമ്പോ പിന്നെ ഇത് പറയില്ല, ഇഹ്റാമിന് വേണ്ടി 6 ഒരുങ്ങാന്നേ പറയുള്ളൂ. മനസ്സിലാവുണ്ടോ? ശ്രദ്ധിക്കണ്ടല്ലോ. 6 കാര്യം അത്രേ പറയുള്ളൂ. 1, മനുഷ്യ ശരീരത്തിൽ നീക്കൽ സുന്നത്തുള്ള മുടികൾ നീക്കുക. അതാണ് 1ാമത്തെ സുന്നത്ത്. നമ്മുടെ ഗുഹ്യരോമക്കൽ അതൊക്കെ നീക്കൽ സുന്നത്ത്. അത് സുന്നത്ത്. ഈ സുന്നത്തുകൾ പാലിക്കുക. 1 അത് മനസ്സിലുണ്ട്, ഉറപ്പിച്ചു വെക്കുക. കൂടുതൽ ആരോടും ചോദിക്കണ്ട. 1, മനുഷ്യ ശരീരത്തിൽ നീക്കൽ സുന്നത്തുള്ള മുടികൾ നീക്കുക. 2, രണ്ടാമത്തെ നഖം മുറിക്കുക. നമ്മളെ കയ്യിലും കാലുള്ള നഖം മുറിക്കുക. കാരണം എന്താ വെച്ചാൽ ഇഹ്റാം ചെയ്താൽ പിന്നെ നഖം പൊളിക്കുക, മുടി നീക്കാനൊന്നും പറ്റൂല. അപ്പൊ മനുഷ്യ ശരീരത്തിൽ നീക്കൽ സുന്നത്തുള്ള മുടികൾ നീക്കുക, നഖം മുറിക്കുക. 2 കാര്യം എണ്ണിക്കുള്ളി 2 മൂന്നാമത്തേത് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. അത് സുന്നത്ത് കിട്ടണമെങ്കിൽ കുളിക്കുന്ന സമയത്ത് ഞാൻ ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നു എന്ന് കരുതിയാൽ മതി. അതാണ് നേരത്തെ ഒരാൾ ചോദ്യം ചോദിച്ചത്, ഇഹ്റാമിന് വേണ്ടി കുളിക്കുക, ആ സമയത്ത് മുടി കൊഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല, എത്ര മുടി പോയിക്കോട്ടെ, ഇഹ്റാം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്ന് മാത്രം നിയത്ത് ചെയ്യാതെ കുളിച്ചാൽ കുളിയാവുള്ളൂ. ഇഹ്റാമിന് വേണ്ടി കുളിച്ച കുളിയിട്ടില്ല. അപ്പൊ ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നതിന് നിയ്യത്തോടു കൂടി കുളിക്കുക. കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ 3 മുടി മുറിച്ചു, നഖം മുറിച്ചു, കുളിച്ചു. 4ാമത്തേത് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാള് ആണാണെങ്കിൽ ഒരു ഇസാർ, ഒരു റിദാ, ഒരു അരയുടുപ്പും ഒരു തോളത്തിടുന്ന മുണ്ടും, ഇത് 2മാണ് പുരുഷന്റെ വേഷം. അത് അയ്യക്കൂന അബിയലൈനി ജദീദേനി എന്നാ കിതാബ് പറഞ്ഞത്. അയ്യക്കൂന അബിയലൈനി ജദീദേനി, നല്ല വെളുത്തതും അതുപോലെ തന്നെ പുതിയതുമായിരിക്കലാണ് സുന്നത്ത്. വെളുത്തതും പുതിയതും ആയിരിക്കലാണ് സുന്നത്ത്. ആണ് നല്ലത്. വെളുത്തതും പുതിയ. അപ്പൊ പുതിയത് കഴുകാൻ പറ്റുമോ എന്ന് ചോദിക്കും. കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, വൽ അഹബത്ത് സൂക്ഷ്മത കഴുകലാണ്. സൂക്ഷ്മത കഴുകലാവുന്ന എന്നാ വെച്ചാലൊക്കെ പോയിക്കോളാം. കഴുകി നേരിച്ച് പഴയതാവൂല, ഉടുത്തെങ്കിലേ പഴയതാവുള്ളൂ. അപ്പൊ കഴുകാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 4 അത് കഴിഞ്ഞാൽ പിന്നെ സുഗന്ധം പൂശുക എന്ന് പറഞ്ഞാൽ ദേഹത്ത് എവിടെയെങ്കിലും പൂശിയാൽ മതി. അങ്ങനെ പറയാൻ കാരണം നമ്മൾ ദേഹത്തല്ലാതെ പൂശിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്താ? നമ്മുടെ ഈ വസ്ത്രത്തിൽ പൂശിയാൽ വസ്ത്രം ഒരു സ്ഥലത്ത് എടുത്തു വെച്ചിട്ട് പിന്നെ ആ വസ്ത്രം നമ്മൾ ഇതിനെ തിരിച്ചെടുത്താൽ ആ വസ്ത്രത്തിൽ ഈ സുഗന്ധമുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം പുരട്ടിയ ഹുക്കുമുണ്ടാവും. അപ്പൊ വസ്ത്രത്തിൽ പുരട്ടണ്ട. സുന്നത്ത് അസല് കിട്ടാൻ വേണ്ടി ദേഹത്ത് എവിടെയും പുരട്ടിയാൽ മതി. പഴയ പോലെയല്ല. ഇപ്പോഴത്തെ ഒരു സെന്റ് നമ്മൾ പുരട്ടിയാൽ കുറേ നിൽക്കും അതിന്റെ വാസന. ദേഹത്ത് ഇപ്പം തോളത്തെ മുണ്ടിൽ നമ്മൾ സെന്റ് പുരട്ടി നമ്മളത് എടുത്തു വെച്ചു ബാത്റൂം പോയപ്പോൾ. കാരണം മുണ്ട് വേണ്ട ആവശ്യമില്ല, തലയിലേത് ഇടാൻ പറ്റില്ല. പിന്നെ ബാത്റൂം പോകുമ്പോൾ പുറത്ത് കൊളത്തിച്ച് പോയി. തിരിച്ചു വരുമ്പോൾ അത് എടുക്കുമ്പോൾ അതിൽ സുഗന്ധം ഉണ്ടെങ്കിൽ സുഗന്ധം ഉപയോഗിച്ച് ഹുക്കുമാ വരിക. പക്ഷെ ദേഹത്താണെങ്കിലോ യാതൊരു കുഴപ്പമില്ല. ഇനി അത് ഒലിച്ചാകെ അറിയാം, അതിനും കുഴപ്പമില്ല. അങ്ങനെ തന്നെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഒലിച്ചിട്ട് എല്ലാ സ്ഥലത്തും ആയാലും പ്രശ്നമില്ല. ഇഹ്റാമിന്റെ മുമ്പ് പുരട്ടിയ ഹുക്കുമേ ഉള്ളൂ. കൈ നമ്മൾ തന്നെ മാറുന്നില്ല. അപ്പൊ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. 5 കാര്യമായി. 6ാമത്തേത് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്താ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത്? ഇതുവരെ നിസ്കരിച്ച പോലെ തന്നെ ഞാൻ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അത് തക്ബീർ കിട്ടിയതിന് ശേഷം 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം ഏതാ സൂറത്ത്? വേഗം പറഞ്ഞോളി. ഖുൽ കാഫിർ. അപ്പൊ പഠിച്ചല്ലോ. അതുപോലെ തന്നെ 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം ഏതാ ഓതുക? ഖുൽ ഹുവല്ലാഹു അഹദ്. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ വിഷയം തീർന്നു. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ രീതി. അപ്പൊ ഈ രീതിയിൽ നമ്മൾ 6 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഈ 6ഉം ചെയ്താലും ഇഹ്റാം ആവൂല കേട്ടോ. ഈ 6 കാര്യം ചെയ്താലും ഇഹ്റാം ആവൂല. എന്താ കാരണം? നമ്മൾ ദേഹത്ത് നീക്കൽ സുന്നത്തുള്ള മുടികൾ നീക്കി, നഖം മുറിച്ചു, ഇഹ്റാമിന് വേണ്ടി കുളിച്ചു, അതുപോലെ തന്നെ വസ്ത്രം ധരിച്ചു, സുഗന്ധം പൂശി, 2 റക്അത്ത് നിസ്കരിച്ചു. സ്ത്രീകളാണെങ്കിലോ അവര് ശരിക്ക് ശരീരം മുഴുക്കെ മറക്കുന്ന ഒരു വസ്ത്രം, മുഖവും ഈ മുൻകൈയും ഒഴികെ. മുഖം മറക്കരുത്, മുൻകൈയിന് ഉറടരുത്. മറക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, പ്രത്യേകം മനസ്സിലാക്കാം. മുൻകൈമ ഒരു ടവ്വൽ കിട്ടി കുഴപ്പമില്ല. മുൻകൈമ പർദ്ദന്റെ കുറച്ച് ഭാഗം തൂങ്ങിക്കിടന്നു കുഴപ്പമില്ല. പക്ഷെ ഈ കയ്യുറ ധരിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് മറക്കരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മുഖം മറക്കരുത്, കയ്യുറ ധരിക്കരുത്. ഈ മുഖം മറക്കരുത് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി തവാഫിന്റെ വിഷയം പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അവർ വളരെ സൂക്ഷിച്ചാണ് മുഖം മറക്കേണ്ടത്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മുഖം പുരുഷന്മാരുടെ മുഖം പോലെ തന്നെ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയലിന്റെ അറ്റം വരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് ഈ സംഗതി. ഇതാണ് ശരിക്കും മുഖം എന്ന് പറയുന്നത്. ഈ മുഖം ശരിക്കും വരയ്ക്കുമ്പോൾ ഒരു സ്ത്രീ നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊരു മക്കനടിച്ചിട്ട് ഇങ്ങനെ വെച്ചു. LCD കാണുന്നുണ്ടാവും പെണ്ണുങ്ങൾക്ക്. മക്കൻ എങ്ങനെ കയറി, മക്കൻ എങ്ങനെ കയറിയാൽ മുഖത്തിന്റെ ഭാഗത്താ. അത് പറ്റൂല ഹജ്ജിൽ. ഇഹ്റാം ചെയ്താൽ അല്ലാത്തപ്പോൾ പറ്റും. ഇഹ്റാം ചെയ്താൽ ഈ ഭാഗം മറക്കാൻ പറ്റൂല. അതേ സമയത്ത് ഇങ്ങനെ നിൽക്കണം.
കറക്റ്റായിട്ട് അതിനെ അടുപ്പിക്കണം. എന്നാൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഈ ഭാഗം കാണാൻ പറ്റില്ല, ഒരു കുത്തുകുത്തിരുന്നൊക്കെ കൂടെ കാണാൻ പറ്റില്ല. അതാ ശ്രദ്ധിക്കേണ്ടത്. തീരെ ശ്രദ്ധിക്കാത്തവർക്കും ബുദ്ധിമുട്ട് വരും, നല്ലോണം ശ്രദ്ധിക്കുന്നവർക്കും ബുദ്ധിമുട്ട് വരും. രണ്ടും ശ്രദ്ധിക്കണം. അങ്ങനെ സ്ത്രീകൾ ആ വസ്ത്രവും പുരുഷന്മാർ ഈ വസ്ത്രവും, ഈ രണ്ട് വസ്ത്രങ്ങൾ ഇഹ്റാമിന്റെ ധരിച്ച് ഇവിടെ രണ്ട് കൂട്ടർക്കും സുഗന്ധം പൂശാവുന്നതാണ്. ഇതൊക്കെ പ്രത്യേക കിതാബ് പറയുന്നതിനെ വിശദീകരിച്ചതാണ്. പ്രത്യേകം പൂശാം, കാരണം അത് പ്രത്യേകമായ ഹജ്ജിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഇത് ചെയ്തതിന്റെ ശേഷം നിയ്യത്ത് ചെയ്യാം. നിയ്യത്ത് ചെയ്യാം. എന്താ നിയ്യത്ത്? നിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഉംറ ചെയ്യാൻ നിയ്യത്ത് ചെയ്തു എന്ന് കരുതേണ്ടത്. ഇതിന്റെ ശരിയായ അറബി പ്രയോഗം നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല എന്നാണ്. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. അത് അങ്ങനെ തന്നെ പറഞ്ഞോളുന്നില്ല. പച്ച മലയാളത്തിൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു ഉംറ ചെയ്യാൻ കരുതി എന്ന് പറഞ്ഞാലും മതി, വേറൊന്നും വേണ്ട. ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു ഉംറ ചെയ്യാൻ കരുതി, വേറൊന്നും വേണ്ട, അത്രയുള്ളൂ. ഇത് കരുതിയാൽ അവൻ ഇഹ്റാമിലായി. ഈ ഇഹ്റാം ചെയ്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ഇനി ഒരു മൊത്തം ഒരു പൊതു പഠനം ശ്രദ്ധിച്ചോളി. നമ്മളിപ്പോ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൽ ചെന്ന് ഇഹ്റാം ചെയ്തു. നിങ്ങളൊക്കെ ഇപ്പൊ ഇഹ്റാം ചെയ്തു എന്ന് മനസ്സ് കരുതിക്കോളി. നമ്മൾ എന്താ ചെയ്തത്? വീട്ടിൽ നിന്ന് ഇറങ്ങി ക്യാമ്പിലെത്തി നീക്കാൻ. ഇതിൽ 3 കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടി വരും. ഹജ്ജ് ക്യാമ്പൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണ്. ഇറങ്ങുന്നതിന് മുമ്പ് ശരീരത്തിൽ നീക്കാനുള്ള മുടികൾ നീക്കുക, നഖം മുറിക്കുക, കുളിക്കുക. ഈ 3 കാര്യം വീട്ടിൽ നിന്ന് ചെയ്തോണ്ടു. നെടുമ്പാശ്ശേരി ചെന്നിട്ട് വസ്ത്രം മാറ്റിയാൽ മതി. പെണ്ണുങ്ങൾ ഞെട്ട വസ്ത്രമായാലും കുഴപ്പമില്ല. വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, അത് ക്യാമ്പിൽ നിന്ന് ചെയ്യുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. അത് പോകാനാവുമ്പോൾ ചെയ്യാം. ഈ 6 കാര്യം ചെയ്തിട്ട് നവൈത്തുൽ ഹജ്ജ് ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല എന്ന് മനസ്സിൽ കരുതുക. ഇതോടുകൂടി ഇഹ്റാമായി. ഇപ്പൊ നമ്മളൊക്കെ ഇഹ്റാമിലായി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇഹ്റാം എപ്പോൾ ചെയ്യാം? ഇത് നമുക്ക് വേണമെങ്കിൽ വിമാനത്തിൽ ചെയ്യാം. കാരണം വിമാനം പൊങ്ങി 5.5 മണിക്കൂറാണ് സൗദിയിൽ ഇറങ്ങാൻ സമയമെടുക്കുക. 5.5 മണിക്കൂർ, 5.5 മണിക്കൂർ കൊണ്ട് വലിയ വിമാനമാണെങ്കിൽ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങും. കുറച്ച് ചെറിയ വിമാനമൊക്കെ ആണെങ്കിൽ 5.5 മണിക്കൂർ എടുക്കും. വലുതാണ് 5.5 മതി. അങ്ങനെ 5.5 മണിക്കൂർ സമയമെടുത്ത് നമ്മൾ അവിടെ ഇറങ്ങി. ഈ 5.5 മണിക്കൂർ സമയമെടുത്ത് നമ്മൾ അവിടെ ഇറങ്ങുന്നതിന്റെ അടുക്ക് വിമാനം ജിദ്ദയിൽ ഇറങ്ങുന്നതിന്റെ 1/2 മണിക്കൂർ മുമ്പേ ഈ മീക്കാത്തിലെത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ വിമാനത്തിൽ കയറി 4 മണിക്കൂറിനുള്ളിൽ ഇറാൻ ചെയ്താൽ മതി. 4 മണിക്കൂറിനുള്ളിൽ ഇറാൻ ചെയ്താൽ മതി. ഇപ്പൊ 12 മണിക്ക് വിമാനം കയറി ഇരിക്കാം. 12 മണിക്ക് വിമാനം കയറിയാൽ 11, 1, 2, 3 ഒരു 3 മണിന്റെ ഉള്ളിൽ ഇറാൻ ചെയ്താൽ മതി. 4 മണിയാകുമ്പോഴത്തേന് മീക്കാത്തിന്റെ അവിടെ എത്തും. 4 ആകുമ്പോഴത്തേന് ഇറങ്ങും ചെയ്യും. അപ്പൊ ശരിക്കും 4 മണിക്കൂറിനുള്ളിൽ. പക്ഷെ മറന്നുപോയാലോ ഉറങ്ങിയാലോ അവിടെ പഠിക്കേണ്ടത്. നമ്മൾ അഥവാ ഈ മീക്കാത്ത് ആണ് കടന്നു അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോയി, ഇഹ്റാൻ ചെയ്തില്ല, എന്നാൽ വിധി തിരിച്ചു വന്നിട്ട് ആ മീക്കാത്ത് ഇഹ്റാൻ ചെയ്യണം. സാധിക്കൂലെങ്കിൽ ഒരാടിനിറക്കണം. ശരിക്കും പഠിച്ചോളൂ. തിരിച്ചു വന്ന് മീക്കാത്ത് ഇഹ്റാൻ ചെയ്യണം. അതിന് സാധിക്കും, എന്തായാലും തിരിച്ചറിയാൻ പറ്റുമെന്ന് ഉറപ്പല്ലേ. അപ്പൊ പിന്നെന്താ ചെയ്യുക? ഒരാടിനിറക്കുക. ആടിനെ അറുക്കാൻ കഴിയാത്തവനോന് കയ്യൂല ആടിനിറക്കാൻ. പൈസ ഇല്ല, അല്ലെങ്കിൽ ആട് കിട്ടാനില്ല. ഒന്നുകിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ആട് കിട്ടുക. എന്നാൽ 10 നോമ്പ് നോൽക്കണം. 10 നോമ്പ് അവൻ നോൽക്കണം. ആ 10 നോമ്പ് വളരെ കൃത്യമായി 3 എണ്ണം ഇഹ്റാമിൽ നോൽക്കുക, 7 എണ്ണം നാട്ടിൽ വന്നിട്ട് നോക്കുക. 3 എണ്ണം ഇഹ്റാമിൽ നോൽക്കുക, 7 എണ്ണം നാട്ടിൽ വന്നിട്ട് നോക്കുക. ഇനി ഒന്നുകൂടി ഞാൻ വിശദീകരിച്ച് പിന്നീട് പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ശരിക്ക് ഇഹ്റാം ചെയ്യാതെ മീക്കാത്ത് വിടാൻ പാടില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഇഹ്റാം ചെയ്തത് തമത്തുവിന്റെ രീതി സ്വീകരിച്ചു. തമത്തുവിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉംറക്കാൻ ഇഹ്റാം ചെയ്ത് മക്കത്ത് ചെന്ന് ഉംറയും പിന്നെ ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന് ഇഹ്റാം കിട്ടുള്ളൂ. ഈ ആളുകൾ ഒരു അറിവ് നിർബന്ധമാണ്. ആ അറിവിനെ കുറിച്ച് ഞാൻ വിശദമായി പിന്നീട് പറയും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അറിവ് നമുക്ക് ഇസ്ലാമിക നിയമപ്രകാരം തന്നെ ഒഴിവാകുന്ന രീതി ഉണ്ട്. ഒഴിവാകുന്ന രീതി. അത് ഞാൻ പിന്നീട് വിശദമായി പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്കത് സംശയമാവും, രണ്ടും കൂടി ചേരും. അതുകൊണ്ട് അത് ഭാഗം ഞാൻ ഇപ്പൊ വിടുകയാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുങ്ങുകയാണ്. ശരീരം കൊണ്ട് ഒരുങ്ങിയതാണ് 6 എണ്ണം, മനസ്സുകൊണ്ട് ഒരുങ്ങിയതാണ് നെയ്യത്ത്. ഈ ഒരുക്കം കഴിഞ്ഞാൽ റെഡിയായി. ഇനി ഇവിടെ ഒരു സംശയമുള്ള എന്താ വെച്ചാൽ, ഈ മനുഷ്യ ശരീരത്തിലെ മുടികളും മറ്റും നീക്കണം എന്ന് പറഞ്ഞല്ലോ. ആ നീക്കുക എന്ന വിഷയത്തിൽ ആണും പെണ്ണും ഒരുപോലെയാണ്. അപ്പൊ സ്ത്രീകൾക്ക് സ്വാഭാവികമായും പെണ്ണുങ്ങൾക്കറിയാം, ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് മുടി നഖമൊന്നും നീക്കാൻ പറ്റൂല. അതേ സമയത്ത് ഹജ്ജിന് ഇഹ്റാൻ ചെയ്യുക, ഉംറയ്ക്ക് ഇഹ്റാൻ ചെയ്യുക മുതലായ വിഷയത്തിൽ അവർക്ക് മുടി നീക്കാം. തൊയ്ഫയിൽ കൃത്യമായി ഇവിടെ ഷെർവാനിയിലുണ്ട്, പരിശോധിച്ചാൽ പണ്ഡിതന്മാർക്ക് കാണാൻ പറ്റും. മുടി നീക്കാം. ആർത്തവ സമയത്തും മുടിയും നഖവും നീക്കാം. കാരണം
അതിന് കാരണമായി പറഞ്ഞത് ഒരു ജനാപത്തുകാരനും ഒരു ഹൈലുകാരിയും ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ ജനാപത്തുകാരൻ ശുദ്ധിയായിട്ടേ മുടി നീക്കാൻ പറ്റൂ, ഹൈലുകാരിക്ക് ശുദ്ധിയാവണ്ട. കാരണം ജനാപത്തുകാരന്റെ ശുദ്ധി പ്രതീക്ഷിക്കപ്പെടുന്നു. കാരണം ഓ കുളിച്ചാൽ കഴിഞ്ഞ വിഷയം. പെണ്ണിന്റെ അത് കുളിച്ചാൽ തീരൂല. അത് എത്ര ദിവസം നിൽക്കുക, അത്ര ദിവസം കഴിഞ്ഞിട്ടേ മാറുള്ളൂ. അപ്പൊ എത്ര ദിവസം നിൽക്കും എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ഈ സുന്നത്തെടുക്കാൻ വേണ്ടി അവൾക്ക് മുടി നീക്കാം, നഖം മുറിക്കാം. ജനാപത്തുള്ള പുരുഷന് പറ്റൂല. ഓ പെട്ടെന്ന് കുളിച്ചാൽ കൊണ്ട് തീർന്നു, ഓ കുളിച്ചിട്ട് ചെയ്താൽ മതി. അതേസമയത്ത് ഒരു സ്ത്രീയുടെ ആർത്തവം ഇന്ന് നിൽക്കുന്ന ഉറപ്പാണ്, നാളെ പോയാൽ മതി, എന്നാ ഇന്ന് മുടി നീക്കണ്ട, ശുദ്ധിയായി കുളിച്ചിട്ട് നീക്കിയാൽ മതി. അപ്പൊ സാധാരണ ആർത്തവകാരികൾക്ക് ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ അവൾക്ക് മുടി നീക്കൽ സുന്നത്തുള്ള മുടികളും നഖവും നീക്കുകയും മുറിക്കുകയും ചെയ്യാം. പിന്നെ സ്ത്രീകൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹജ്ജ് ഉംറ വിഷയത്തിൽ എല്ലാ അമലുകളും പെണ്ണിന് ചെയ്യാൻ പറ്റും. വയസിഫു മിനൽ ഹായിദ് വന്നുഫസാഇ ജമീഉ അഅമാലിൽ ഹജ്ജി ഇല്ല തവാഫ വറകഅതൈഹി. ഒന്നുകിൽ ഈ ഇബാറത്ത് അല്ലെങ്കിൽ ഇതിന് തുല്യമായ ഇബാറത്താണ് സകല ഫിഖ്ഹിന്റെ കിതാബിലുള്ളത്. വയസിഫു മിനൽ ഹായിദ് വന്നുഫസാഇ, ഹൈദും നിഫാസുമുള്ള സ്ത്രീയിൽ നിന്ന് സ്വീകരിക്കും. ആർത്തവമുള്ള മെൻസസുള്ള സ്ത്രീക്ക് ഹജ്ജും ഉംറയും ചെയ്യാം, എല്ലാം അവൾക്ക് ചെയ്യാവുന്നതാണ്. ഇല്ല ജമീഅ അഅമാലിൽ ഹജ്ജ് എന്ന ഹജ്ജിന്റെ എല്ലാ അമലും ഇല്ല തവാഫ വറകഅതൈഹി. തവാഫ് ചെയ്യാൻ പറ്റൂല, അതിന്റെ 2 റക്അത്ത് നിസ്കാരവും പറ്റൂല, പള്ളിയിൽ കറക്കണല്ലോ, ഇത് രണ്ടും പറ്റൂല, അത്രയേ ഉള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഹജ്ജിൽ വന്നപ്പോ അവരൊക്കെ ഹജ്ജ് ചെയ്തു, പിന്നെ ഉംറയും ചെയ്തു. ആയിഷ ബീവിക്ക് ആർത്തവായിരുന്നു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടും കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് നിലവിളിച്ചു, കരഞ്ഞു. കരഞ്ഞപ്പോ നബി തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചു, മാ യുബ്കിക്ക്, എന്തിനാ ഈ കര, മാ യുബ്കിക്ക്, എന്തിനാ ഈ കരളെന്ന് വെച്ചു. അപ്പൊ ആയിഷ ബീവി നബി തങ്ങളോട് പറഞ്ഞു, ലാ ഉസല്ലി, എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ഗതി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് തങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഇന്നമാ അന്തി ഇംറഅത്തും മിൻ ബനാതി ആദമ, ആദം നബിന്റെ മക്കളിൽപ്പെട്ട ഒരു കുട്ടി എന്നല്ലേ ചെയ്യും, ആദമിന്റെ മക്കളിൽപ്പെട്ട ഒരു കുട്ടിയല്ലേ. കതബല്ലാഹു അലൈഹി മാ കതബ അലൈഹിന്ന, മറ്റുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളത് അനക്കുണ്ടാവുമല്ലോ, അണിജന്തിനെ ബേജാറാവണ്, ഒരു പ്രശ്നമല്ല, നീ ശുദ്ധിയായതിന്റെ ശേഷം ശരിക്ക് കാര്യങ്ങൾ ചെയ്തോന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ, ഇഹ്റാം ഒരു പെണ്ണിന് ആർത്തവമുള്ള സമയത്ത് തന്നെ ചെയ്യാം. ഒരു പെണ്ണ് ഇവിടുന്ന് പോകുമ്പോൾ അവൾക്ക് ആർത്തവമാണ്, അശുദ്ധിയിൽ ഇഹ്റാം ചെയ്യാ. ചില സ്ത്രീകൾ ചെയ്യുന്ന പ്രവർത്തനം ഇവിടുന്ന് പോകുമ്പോൾ ഇഹ്റാം ചെയ്യൂല. എന്നിട്ട് മക്കത്ത് ചെന്നിട്ട് നമ്മൾ അസീസിയിലൊക്കെ ക്ലാസ് നടത്തുമ്പോൾ അവർ വന്നിട്ട് പറയും, ഞാൻ പോന്നപ്പോ അശുദ്ധിയായിരുന്നു, ഞാൻ ഇഹ്റാം ചെയ്യാതെ പോന്നു, എന്നിട്ട് ഇവിടുന്ന് കുളിച്ചിട്ട് പിന്നെ ഇവിടുന്ന് ഇഹ്റാം ചെയ്തത്. അങ്ങനത്തെ പെണ്ണൊരാടിന് അറുക്കേണ്ടി വരും, അല്ലെങ്കിൽ 10 നോമ്പ് വിൽക്കേണ്ടി വരും. കാരണം എന്താ, അവൾ നുസുക്ക് ഉദ്ദേശിച്ചാണ് സൗദിക്ക് പോണത്, ഹജ്ജ് ഉദ്ദേശിച്ച ഗവൺമെന്റ് കൊടുത്ത ഹജ്ജ് വിസയാണ്. അപ്പൊ ഹജ്ജ് ഉദ്ദേശം തന്നെയാ. അങ്ങനത്തെ പെണ്ണ് ഇമീക്കാത്തന്നെ കടക്കണമെങ്കിൽ ഇഹ്റാം ചെയ്യണം. അവൾക്ക് ഇഹ്റാം ചെയ്യാൻ ശുദ്ധി വേണമെന്ന് എവിടെ പറയും, ഹൈദുള്ള സമയത്ത് തന്നെ ഇഹ്റാം ചെയ്ത് പോകാം. പിന്നെന്താ ചെയ്യാ, മക്കത്തെ റൂമിലവിടെ നിൽക്കന്നെ, റൂമിൽ നിന്നിട്ട് ശുദ്ധി ആവണം എന്നാണോ അന്ന് കുളിക്കുക, കുളിച്ചിട്ട് പിന്നെ നിയ്യത്തൊന്നും വേണ്ട, നേരെ പോയി തവാഫും സയ്യും ചെയ്യുക. അവൾ ഉംറന്റെ ഇഹ്റാമിലാണ്. അതേസമയത്ത് ഇഹ്റാം ചെയ്യാതെ പോയാലോ ഒരു അറിവ് നടത്തേണ്ടി വരും. അതേസമയത്ത് സൗദിക്ക് ജോലിക്ക് പോകുന്ന കുട്ടികൾ, അവർ റുസുഖ് ഉദ്ദേശിച്ച പോലെ ഒരു സൗദിയിൽ പണിയെടുക്കാൻ പോവാണ്, അവർക്ക് ഇഹ്റാം ചെയ്തോണമെന്നില്ല. അവിടുത്തെ കച്ചവടക്കാരും അവൻ കച്ചവടത്തിന് പോകുക, അവൻ ഇഹ്റാം ചെയ്തോണമെന്നില്ല. നമുക്ക് ഉദ്ദേശിച്ച് പോകുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ കൃത്യമായി ഇഹ്റാം ചെയ്ത് തന്നെ പോകണം. ഫിഖിന്റെ നിയമം അങ്ങനെയാണ്, അത് കൃത്യമായി അങ്ങനെ തന്നെ ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഇത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അത് തഹ്രീമിന്റെ കറാഹത്തുള്ള സമയത്താണെങ്കിൽ പറ്റൂല. തഹ്രീമിന്റെ കറാഹത്തുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സമയം, അതിലൊരു സമയം കൂടി നിങ്ങൾ പഠിക്കണം. വബഅദ അദാഇ ഫിഅലിൽ അസ്രി, അസ്ർ നിസ്കരിച്ചതിന്റെ ശേഷം വലൗ ലിമൻ ജമഅ തഖ്ദീമൻ ഹത്താ തഹറുബ, ജമ്മ് തഖ്ദീമാക്കിയാലും മഗ്രിബ് വരെ പറ്റൂല. അപ്പൊ ഈ കൂട്ടത്തിന് ആരെങ്കിലും ഇപ്പൊ ലോഹർ നിസ്കരിച്ചു, അസ്ർ നിസ്കരിച്ചു, ഓൾക്ക് ഇനി അസ്ർ വാങ്ങിക്കൊടുത്ത ഫല അവർക്ക് ഇനി നിസ്കരിക്കാൻ പറ്റൂല വെറുതെ. കാരണം എന്താ, അത് അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അസ്ർ ബാങ്ക് വിളിച്ച ഫലാണ്, മഗ്രിബ് വരെ ഇനി അവർക്ക് മറ്റ് സുന്നത്തുകൾ പറ്റൂല. പള്ളി കടന്ന ഇഹ്റാമിന്റെ സുന്നത്ത് പറ്റൂല. അപ്പൊ മുന്തിച്ച് ജമ്മാക്കിയാലും അസ്ർ നിസ്കരിച്ചതിന് ഫലമാണ്. ആ മസല ശരിക്കും പഠിക്കണം, അത് തൊഴുഫയിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ ഇനി ഒന്നുകൂടി പഠിച്ചോളൂ. നമ്മളിപ്പോ നെടുമ്പാശ്ശേരി ചെന്നു, അല്ലെങ്കിൽ കരിപ്പൂരി ചെന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നു, ബോംബെ ചെന്നു, ഇഹ്റാം ചെയ്യാൻ വേണ്ടി മുടി നീക്കി, നഖം മുറിച്ചു, കുളിച്ചു, വസ്ത്രം ധരിച്ചു, സുഗന്ധം പൂശി നിസ്കരിച്ചു. ഇനിയിപ്പോ നവൈത്തു നിയ്യത്ത് എപ്പോഴാണത്, അത് കിതാബിൽ പറഞ്ഞ രീതി ശരിക്കും പഠിച്ചോളൂ. ഇദാ സ്വല്ല അഹ്റമ, നിസ്കരിച്ചാൽ ഉടനെ ഇഹ്റാം ചെയ്യണം. വഫിൽ അഫ്ളലി മിൻ വഖ്തിൽ ഇഹ്റാം, നിസ്കരിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴാ ഇഹ്റാം ചെയ്യേണ്ടത്, അതിന്റെ സമയം എപ്പോഴാ? ഖൗലാനിൽ ഷാഫിഈ, ഷാഫി മദ്ഹബിൽ 2 അഭിപ്രായമുണ്ട്. എന്താണ് അഭിപ്രായം? അഹദുഹുമ, ഒന്ന്, അൽ അഫ്ളലു, ഏറ്റവും നല്ലത്, അൻ യുഹ്രിമ, അവൻ ഇഹ്റാം ചെയ്യലാണ്, അഖിബ സ്വലാത്തി, നിസ്കരിച്ച ഉടനെ, വഹുവ ജാലിസുൻ, അവിടെ ഇരുന്നിട്ട് നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് നവൈത്തുൽ ഉംറത വഹറംതു ബിഹി ലില്ലാഹി തആല എന്ന് പറയാം. വസ്താനി, രണ്ടാമത്തെ അഭിപ്രായം, അൻ യുഹ്രിമ, അവൻ ഇഹ്റാം ചെയ്യലാണ്, ഇദ ബുത്തദ അസ്സൈർ, യാത്ര ആരംഭിച്ചിട്ട്, യാത്ര ഉറപ്പായിട്ട് അങ്ങനെ ചെയ്താൽ മതി. റാക്കിബൻ കാന ഔ മാഷിയൻ,
അത് ഫ്ലൈറ്റിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറിയിട്ടോ എങ്ങനെയായാലും വേണ്ടില്ല വഹാദാ ഹുവ സ്വഹീഹ്, ഇതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും നല്ലത് എന്നാണ് മഹാന്മാർ. ഇമാം നബി തങ്ങൾ ഈദാഹിൽ പറഞ്ഞു, നബി തങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, യാത്ര ഉറപ്പാകുമ്പോഴാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ ഏത് രീതിയിൽ ചെയ്താലും ഫ്ലൈറ്റിൽ കയറി ബെൽറ്റൊക്കെ കിട്ടി പൊങ്ങിയിട്ട് ചെയ്താൽ മതി. ഈ നിയ്യത്ത് മാത്രമല്ലേ വെക്കാനുള്ളൂ, നിസ്കാരം ബാക്കിയുള്ളതൊക്കെ മുമ്പ് കഴിച്ചാൽ മതി. അള്ളാഹു നല്ല നിലയ്ക്ക് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ നമ്മൾ ഈ ഇഹ്റാമിന്റെ വസ്ത്രം പുതിയതായിരിക്കണം എന്ന് പറഞ്ഞു. പുതിയതും വെള്ളയും പെണ്ണുക്കാനും വെള്ളന്നെ നല്ലത്, പക്ഷെ ഏത് കളറും പറ്റും, കുഴപ്പമൊന്നുമില്ല. വൽ അഹ്വത്തു സൂക്ഷ്മത യഗ്സില ജദീദ, പുതിയതിന് കഴുകലാണ് എന്ന് വളരെ വ്യക്തമായി കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തവാഫിൽ നമ്മൾ ചെയ്യേണ്ട ഇളുത്തിബാഴ് എന്ന് പറഞ്ഞൊരു സംഗതിന്റെ മുണ്ട് ഇങ്ങനെ ക്രോസിൽ ധരിക്കുക, അത് ഇഹ്റാം ചെയ്യുമ്പോൾ വേണ്ട. ചിലര് ഇവിടുന്ന് ഹജ്ജ് ക്യാമ്പ് തന്നെ ഇഹ്റാം ചെയ്യുമ്പോൾ എങ്ങനെ ഇടിക്കും, എങ്ങനെ വലത്തെ ചുമലോ, അത് വേണ്ട, പുതച്ചാൽ മതി. നിങ്ങൾ മസ്അല അങ്ങനെയാണ്. ഇൽത്തിബാഴ് ചെയ്യൽ എപ്പോഴേ ഉള്ളൂ, അത് തവാഫിൽ മാത്രമേ ഉള്ളൂ, പിന്നെ സഅയിലും അല്ലാത്ത സമയത്തില്ല. അല്ലാത്തപ്പോഴൊക്കെ ഹാജി ഫുള്ള് പുതച്ചിട്ടാണ് നിൽക്കേണ്ടത്. ഈ നെടുമ്പാശ്ശേരിന്ന് പോകുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാരെ വിചാരം ഇഹ്റാം കിട്ടാൻ അങ്ങനെ ക്രോസിലിടണം എന്ന്. അങ്ങനെയില്ല. ഇഹ്റാമിന്റെ മുണ്ട് തോളത്ത് കൂടെ ഇടുക. ഇൽത്തിബാഴ് എന്ന സുന്നത്ത് അതൊരു സുന്നത്താണ്. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുണ്ടെടുക്കുക, ആ മുണ്ടെടുത്തിട്ട് മുണ്ടിന്റെ മധ്യഭാഗം വെക്കുക, തഹത്ത ഇബത്തിഹിൽ യംന, വലത്തെ കക്ഷത്തിൽ ഒരു മുണ്ടെടുത്തിട്ട് നിങ്ങൾ വെച്ചുകൊണ്ട് വീട്ടു പോയിട്ട് വലതുപടെ വലത്തെ കത്തിച്ച് മുണ്ട് വെക്കുക. എന്നിട്ട് തൊറഫൈഹി, അതിന്റെ രണ്ടറ്റവും ഒരുമിച്ച് വെക്കുക. അല്ല മങ്കിബിഹിൽ ഐസർ, ഇടത്തെ ചുമലുമേ ഇതിന്റെ അങ്ങേ തല ഇതിലും വെക്കുക, ഇങ്ങേ തല ഇതിലും വെക്കുക. എന്നിട്ട് ഈ കക്ഷത്തിന്റെ അടിയിൽ അത്യാപുറം ഒഴിവയ്ക്കാരം. ഇതാണ് ഇൽത്തിബാഴ്. ഈ ഇൽത്തിബാഴിന്റെ രീതി തവാഫിൽ മാത്രം മതി. അത് സഅയിലും സുന്നത്തിന്റെ അത് പിന്നീട് പറയാം. അല്ലാതെ ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. 6 കാര്യങ്ങൾ ചെയ്ത് ഇഹ്റാം ചെയ്ത് നേരെ നമ്മൾ പോവാ. ഇനി ഒരു സുന്നത്തും കൂടി ഉണ്ട്, അത് പാലിച്ചാൽ നല്ലതാ സാധിക്കും. ഇഹ്റാമിന്റെ സമയത്ത് കിബിലക്ക് തിരിഞ്ഞിട്ട് ഇഹ്റാം ചെയ്യൽ സുന്നത്താണ്. കാരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹജ്ജിനാണ് ഇഹ്റാം ചെയ്യുന്നത്. ഇനി ശ്രദ്ധിച്ചോളൂ, നമ്മളിപ്പോ ഉംറക്കാണ് ഇഹ്റാം ചെയ്തത്, നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഇനി ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ഇതേ പണി തന്നെ. ഇനി നാളെ ഹജ്ജിന്റെ സമയത്ത് ഇത് പഠിപ്പിക്കൂല, പകുതി കഴിഞ്ഞു. അപ്പൊ ഈ ഹജ്ജിനാണെങ്കിൽ ഇതേ സ്ഥാനത്ത് എന്ത് ചെയ്യാ? നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല, അത്രേ ഉള്ളൂ. നവൈത്തുൽ ഹജ്ജ അത്രേ ഉള്ളൂ. ഇപ്പൊ നവൈത്തുൽ ഉംറത എന്ന് പറഞ്ഞ് നവൈത്തുൽ ഹജ്ജ എന്ന് പറയും. ഹജ്ജിലും ഇതേ രീതിയാണ്. അപ്പോ ഈ സുന്നത്ത് മറക്കണ്ട. വ യുസ്തഹബ്ബു അൻ യസ്തഖ്ബിലൽ ഖിബ്ലത ഇൻദൽ ഇഹ്റാം, ഇഹ്റാമിന്റെ സമയത്ത് കിബിലക്ക് മുന്നിലുള്ള സുന്നത്താണ്. കിബിലക്ക് മുന്നിട്ട് ഞാൻ അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്യാൻ കരുതി. ഇനി വാപ്പാക്കാണ് ഉംറയാണ്, എന്താ ചെയ്യാ? വാപ്പ മരിച്ചുപോയ വാപ്പാക്കാണ് ഉംറ ചെയ്യുന്നതെങ്കിൽ മരണപ്പെട്ടവർക്ക് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മരണപ്പെട്ടയാള് നിർബന്ധമായത് ചെയ്തിക്കണമെങ്കിൽ പിന്നെ അയാൾക്ക് ചെയ്യണ്ട. ബാപ്പ നിർബന്ധ ഹജ്ജ് ചെയ്തിട്ടാണോ മരിച്ചുപോയത്, എന്നാ ഇനി ബാപ്പാക്ക് ചെയ്യണ്ട. ഇനി ബാപ്പാക്ക് നിർബന്ധ ഹജ്ജ് ബാപ്പ മരിച്ചതിന് ശേഷം 3 മക്കളുണ്ട്, ഒരു മകൻ ചെയ്തു മതി. ഇനി രണ്ടാമത്തെ മകൻ ഞാനും കൂടി ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണ്ട, അതിന്റെ ആവശ്യമില്ല. അമ്മ നുസുക്കു തത്തവ്വുഇ, പകരം ചെയ്യുന്ന ഹജ്ജ്. നുസുക്കു തത്തവ്വുഅ് എന്ന് പറഞ്ഞാൽ എന്താ? നുസുക്കു തത്തവ്വുഅ് സുന്നത്തായ നുസുക്ക് ഹജ്ജ് ഉംറ. ഫലാ യുഫ്അലു അനിൽ മയ്യിത്തി, ഒരു മയ്യത്തിന് വേണ്ടി അത് ചെയ്യാൻ പാടില്ല. ഇല്ലാ ഇൻ ഔസാബിഹി, വസിയ്യത്ത് ഉണ്ടായിട്ടല്ലാതെ. ബാപ്പ മരിച്ചുമ്പോ പറഞ്ഞു, മക്കളെ നിങ്ങൾ 3 ആളും കൂടി എനിക്കൊരു ഉംറ ചെയ്തോണ്ടിട്ടോ, അല്ലെ ഒരുത്തനെ വിളിച്ചു പറഞ്ഞു ചെയ്യണട്ടോ, വാപ്പ ഉംറ ചെയ്താണ്. അങ്ങനെ വസിയ്യത്ത് വാപ്പ പറഞ്ഞിട്ടാണോ മരിച്ചുപോയത്, എന്നാ ചെയ്താൽ മതി. അല്ലാത്ത വാപ്പാക്ക് ചെയ്യണ്ട, വാപ്പ ചെയ്തുകണല്ലോ, പിന്നെ നിങ്ങൾക്ക് നിർബന്ധമില്ല. നിങ്ങൾ ചെയ്യലെങ്ങനെ? നിങ്ങൾ ചെയ്യേണ്ട എന്താ? വെറുതെ ഫലാ യുഫ്അലു അനിൽ മയ്യത്തി, മയ്യത്തിന്റെ മേൽ ചെയ്യരുത് എന്നാ പറയണത്. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യാം, നമ്മൾ ചെയ്യാം, ചെയ്തിട്ട് കൂലി ഹദി ചെയ്യാം. ഞാൻ ബാപ്പാക്ക് കയറാൻ കിട്ടുന്നത് കരുതണ്ട. നമ്മൾ ഉംറ ചെയ്യാം, നമ്മളെ ഹജ്ജ് ചെയ്യേണ്ട കൂലി ബാപ്പാക്ക് കിട്ടാൻ വേണ്ടി ദ്വാരക്കാം, ഫാത്തിഹ ദ്വാരക്കണം, ഈസാലു സവാബ് എന്നതിന് പറയാം. അത് ചെയ്താൽ മതി, ഫല ചെയ്യണ്ട. അതേ സമയത്ത് ബാപ്പ ചെയ്യാത്ത ആളാണ്, എന്നാ ചെയ്യണം. ചെയ്യാത്ത ആളാണെങ്കിൽ 2 കാര്യം ചെയ്യണം, ബാപ്പാക്ക് വേണ്ടി ചെയ്യണം. അതുപോലെ തന്നെ ബാപ്പ മരിച്ചാൽ ബാപ്പാന്റെ സ്വത്ത് ഭാഗിക്കുമ്പോൾ ഹജ്ജ് ചെയ്യാനുള്ള പൈസ നീക്കി വെച്ചിട്ടേ ബാക്കിക്കാൻ പാടുള്ളൂ. ആ പൈസ മുഴുവൻ മക്കൾക്ക് എടുക്കാൻ പറ്റൂല. ബാപ്പാക്ക് ഹജ്ജ് ചെയ്യാനുള്ള പൈസ നീക്കി വെച്ചിട്ടേ പറ്റൂ. അപ്പൊ ബാപ്പാക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ നിർബന്ധം. അപ്പൊ എങ്ങനെ ചെയ്യാ? ഞാൻ എന്റെ മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നു. നവൈത്തുൽ ഉംറത അൻ അബീ വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളെ ഉംറ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടാവണം, നമ്മൾ ഉംറ ചെയ്ത ആളാവണം. നമ്മളത് കഴിയാതെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ കഴിഞ്ഞുള്ള ഉംറക്ക് പോയതാ, എന്നൊക്കെ ഹജ്ജിന് പോവാണ്. അപ്പൊ ഈ ഉംറ നെടുമ്പാശ്ശേരിന്ന് വേണമെങ്കിൽ ഞാൻ എന്റെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യാം. അത് നിയ്യത്തിൽ മാത്രം ബാപ്പാനെ കരുതിയാൽ മതി. പിന്നെ തവാഫ് ചെയ്യുമ്പോൾ ഞാനൊരാൾ കണ്ടു, ഞാൻ എന്റെ ബാപ്പാനെ തവാഫ് ചെയ്യുന്ന അതിന്റെ ആവശ്യമില്ല.
അതിന്റെ ആവശ്യമില്ല. ഓൻ തവാഫ് ചെയ്താൽ മതി. പിന്നീട് വാപ്പാന്റെ അവനൊക്കെ ഒന്ന് തന്നെ, ബാക്കിയൊക്കെ ഓൻ ചെയ്താൽ മതി, അത്രേ ആവശ്യമുള്ളൂ. പിതാവ് മരിച്ചിട്ട് ആ പിതാവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാ. ഈസാല് തവാഫ് മാത്രമേ പറ്റൂ. അങ്ങനെ നമ്മൾ ഇഹ്റാം ചെയ്തു. ഇപ്പൊ നമ്മളൊക്കെ ഇഹ്റാമിലാ. അള്ളാഹു നമ്മുടെ ഇഹ്റാം കബൂലാക്കട്ടെ. നല്ലോണം തോന്നുന്നോടെ ഇങ്ങനെ ശരിക്കും ഇഹ്റാം ചെയ്യാൻ ആ ദിവസം വരുമ്പോൾ നമുക്ക് അള്ളാഹു ആരോഗ്യം നൽകട്ടെ. ഇനി നമ്മൾ ഇഹ്റാം ചെയ്ത് ഇപ്പൊ നമ്മളൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇഹ്റാം ചെയ്ത് ഫ്ലൈറ്റിന്റെ ടൈമായ ഫ്ലൈറ്റുകൾ പോകും. അപ്പൊ ഈ ഇഹ്റാം ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. 10 കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല. നല്ലോണം പറയുന്നത് ശ്രദ്ധിക്കണം. ഇതാണ് പ്രധാനം. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ 10 കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല. 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതാ 3 കാര്യങ്ങൾ? ഒന്ന്, ഇഹ്റാം ചെയ്താൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് തൽബിയത്ത് വർദ്ധിപ്പിക്കുക. നല്ലോണം തൽബിയത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുക. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. 2, സ്വലാത്ത് നല്ലവണ്ണം വർദ്ധിപ്പിക്കുക. സ്വലാത്തിൽ ഏറ്റവും നല്ല സ്വലാത്ത്, ഏത് സ്വലാത്ത് ചൊല്ലിയാലും മതി. ഏറ്റവും നല്ല സ്വലാത്ത് എന്താ? ഇബ്രാഹിമിയ സ്വലാത്ത്, നിസ്കാരത്തിൽ ചെല്ലുന്ന ഇന്നക ഹമീദും മജീദ് വരെയുള്ള സ്വലാത്ത്. അത് ഇടയ്ക്ക് ഒരു 3-4 തൽബിയത്ത് കഴിഞ്ഞ ഒരു സ്വലാത്ത്. പിന്നെ 3-ാമത്തെ ദ്വാ. എന്താ ദ്വാ? ദ്വാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ശരിക്കും ദ്വാരക്കണ്ട അല്ലാഹുമ്മ ലക ഉഹദ്ദിമു നഫ്സി, അല്ലാഹുമ്മ ലക ഉഹദ്ദിമു നഫ്സി, പടച്ചവനെ നിനക്ക് വേണ്ടി എന്റെ ശരീരം ഇഹ്റാം ചെയ്തിരിക്കുന്നു. വശഅരി വബശരി വലഹമി വദമി, അല്ലാഹുമ്മ ഇന്നി നവൈതുൽ ഉംറത ഫഇന്നി അലൈഹാ വതഖബ്ബൽഹാ മിന്നി, പടച്ചവനെ ഞാൻ ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ടുണ്ട്, എന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം, അതിന് നീ എന്നെ സഹായിക്കണം. എന്നിട്ട് പിന്നെ പറയാ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖതിക വന്നാർ. ഇനി ഒന്നും കിട്ടില്ല, ഇതിനെയും പറയാം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖതിക വന്നാർ. പടച്ചവനെ നീ തൃപ്തിപ്പെട്ട് സ്വർഗം തരണം, അല്ലാഹുവേ നീ കോപിച്ചുകൊണ്ട് നരകം തരല്ലേ എന്ന ദുആ വർദ്ധിപ്പിക്കുക. തെൽബിയത്ത്, സ്വലാത്ത്, ദുആ ഞാൻ പറഞ്ഞു. സ്വലാത്ത് നിങ്ങൾക്ക് അറിഞ്ഞെന്താ തെൽബിയത്ത് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിനിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ജനങ്ങളെ കഅബത്തിലേക്ക് വിളിക്കാൻ ഇബ്രാഹിം നബിയോടൊന്ന് കൽപ്പിച്ചപ്പോ ഇബ്രാഹിം നബി തങ്ങളെ വിളിച്ചപ്പോ ജനങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരുമില്ലല്ലോ, നീ ഒരുവനാണ്, ഏകനാണ്. അല്ലാഹുവിന്റെ ഏകത്വത്തെയാണ് വിളിച്ചു പറയുന്നത്. ഇന്നൽ ഹംദ, സർവസ്തുതിയും, വന്നിഅമത, എല്ലാ അനുഗ്രഹങ്ങളും ലക, നിനക്ക് മാത്രമാണ്. അല്ലാഹുവിനോട് പറയുകയാണ്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാ അധികാരവും പടച്ചറബേ നിനക്കാണ്. ലാ ശരീക ലക, നിനക്ക് പങ്കുകാരില്ലല്ലോ. നമ്മൾ ഉംറക്ക് ഇഹ്റാം ചെയ്തു, മക്കത്ത് ചെന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കടന്ന് തവാഫ് തുടങ്ങുന്നത് വരെ ഈ തെൽബിയത്ത് നിങ്ങൾ എത്ര വർദ്ധിപ്പിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം? നബി തങ്ങൾ പറഞ്ഞു, ജാഅനി ജിബ്രീൽ അലൈഹിസ്സലാം, എന്റെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് എന്നോട് പറഞ്ഞു, മുർ അസ്ഹാബക, സ്വഹാബികൾക്ക് കൽപ്പന കൊടുക്കണം, ഫൽയർഫഉ അസ്വാതഹും ബിത്തൽബിയ, അവർ തെൽബിയത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കട്ടെ, നല്ലവണ്ണം തെൽബിയത്ത് വർദ്ധിപ്പിക്കട്ടെ. തെൽബിയത്ത് നല്ലോണം ചെല്ലാൻ പറഞ്ഞു, ഉറക്കെ. ഉറക്ക ചെല്ലണം. ആണുങ്ങൾ, പെണ്ണുങ്ങൾ ഉറക്ക ചെല്ലണ്ട. ഇനി പെണ്ണുങ്ങൾ ഉറക്ക ചെല്ലിയാലും കിതാബിലുണ്ട് കറാഹത്തെ ആവുള്ളൂ. സാധാരണ പെണ്ണ് ഉറക്ക പറഞ്ഞാൽ ഹറാമാ. തെൽബിയത്ത് മെല്ലെ ചെല്ലിയാലും പെണ്ണ് ഉറക്ക ചെല്ലാൻ കറാഹത്ത. എന്താ കാരണം പറഞ്ഞത്? സാധാരണ പെണ്ണ് ഉറക്ക പറയുമ്പോൾ കേൾക്കുമല്ലോ, ഇത് കേൾക്കാൻ ആളുണ്ടാവില്ല, എല്ലാവരും കൂടി ചെല്ലല്ലേ, ആരും കേൾക്കാൻ ആളില്ല. അപ്പൊ പെണ്ണിന് ഉറക്ക ചെല്ലിയാൽ പോലും കറാഹത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ആണുങ്ങൾ നല്ലോണം ഉറക്ക ചെല്ലണം തന്നെയാണ്. അപ്പൊ ഉറക്കൊക്കെ പോകാനും ഭക്ഷണം കഴിച്ച് ഉറക്ക വരാതിരിക്കാനും ഒരു തെൽബിയത്ത് ഉറക്കാൻ ചെല്ലുന്നേ. അള്ളാഹു നമുക്ക് ഇതുപോലെ തെൽബിയത്ത് ചെല്ലാൻ തൗഫീഖ് നൽകട്ടെ. മക്കയിൽ ചെന്ന് ഇതുപോലെ തെൽബിയത്ത്, അറഫയിലും മിനയിലും ഒക്കെ തെൽബിയത്തോടെ ചെല്ലാൻ അള്ളാഹു നമുക്ക് ആവതാക്കട്ടെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. കുട്ടികളെ കൂടെ ഉണ്ട്. എനിക്കൊരു ചെറിയ കുട്ടികളോട് പിഞ്ചു പൈതൽ എന്താ ചെയ്യാ? കുട്ടിക്ക് കയറാൻ ചെയ്യാൻ കഴിയുമല്ലോ. അപ്പൊ എന്താ ചെയ്യാ? കുട്ടി കയ്യിലുണ്ടെങ്കിൽ ജഅൽതുഹു മുഹ്രിമ, ഞാൻ ഈ കുട്ടിയെ ഇഹ്റാമിലാക്കി, അല്ലെങ്കിൽ അഹ്റംതു അൻഹു, കുട്ടിക്ക് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു എന്ന് കരുതിയാൽ മതി. അത്രേ ഉള്ളൂ. വകതിരിവില്ലാത്ത കുട്ടിയാണെങ്കിൽ എന്ത് ഇഹ്റാമിൽ ഹറാമായ കാര്യം ചെയ്താലും ഒരു ഫിദിയും വേണ്ട. കുട്ടിക്ക് വേണ്ടി നിസ്കരിക്കേണ്ടവങ്ങൾ തന്നെ, കുട്ടിയുടെ തവാഫ്
നിർവഹിക്കേണ്ടവങ്ങൾ തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഏറ്റിപ്പിടിച്ച് തവാഫ് ചെയ്യുമ്പോൾ രണ്ടാം കൂടി തവാഫ് സ്വഹീഹായ കൗല് പ്രകാരം കിട്ടൂല. ഏറ്റിക്കൊണ്ട് തവാഫ് ചെയ്യണം. നിങ്ങളെ തവാഫ് ഒന്ന് വേറെ ചെയ്യണം, കുട്ടിന്റെ തവാഫ് ഒന്ന് വേറെ ചെയ്യണം, നിങ്ങളെ സൈ ഒന്ന് വേറെ ചെയ്യണം, കുട്ടിന്റെ സൈ ഒന്ന് വേറെ ചെയ്യണം. അതേസമയത്ത് ഉരുട്ടുകയാണെങ്കിൽ രണ്ടാൾക്കും കിട്ടും. ഉരുട്ടിയ കുട്ടിയെ ഉരുട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ വെച്ച് ട്രോളിയിൽ ഉരുട്ടി, കുട്ടി ട്രോളിയിലാണ് നിങ്ങൾ രണ്ടാളും നിയ്യത്ത് ചെയ്തു. കുട്ടിന്റെ തവാഫ് നിയ്യത്ത് ചെയ്തു, നിങ്ങളെ കുട്ടിയുടെ തവാഫ് നിങ്ങളുടെ നിയ്യത്തിലെ ചെറിയ കുട്ടിയല്ലേ, നിങ്ങളെ നിയ്യത്തിന്റെ എന്നിട്ട് കുട്ടിയുടെ കുറ്റി രണ്ടാക്കും തവാഫിട്ടു. ഏറ്റിക്കൊണ്ടുപോകുമ്പോൾ ഒരാൾക്കേ തവാഫിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെ നിയ്യത്ത് നിങ്ങൾ തവാഫ് ചെയ്യുക, കുട്ടിയുടെ നിയ്യത്ത് ഏറ് വേറെ ചെയ്യുക. അങ്ങനെയാണ് ആ മസല ശരിക്കും പഠിച്ചു വെക്കുക. കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. രണ്ടുപേർ കൂടി തവാഫ് നമ്മുടെ മദ്ഹബിൽ കൃത്യമായി ഒരുമിച്ച് കിട്ടുന്ന ഹുക്മ് കുറവാണ്. അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഇനി നമ്മൾ വിമാനത്തിലാണ്. ഇപ്പൊ നമ്മൾ ബോഡി ചെക്കിങ് കഴിഞ്ഞു, വിമാനത്തിന്റെ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി. അതൊക്കെ ട്രെയിനർമാർ ശരിക്കും പറയുന്നുണ്ടാവും. ഇനി ഹജ്ജിന്റെ സർക്കാർ നിബന്ധനകളിൽ റെസീറ്റ് കിട്ടിയില്ല, പൈസ എപ്പോഴും അടക്കേണ്ടത് എന്ന സംശയം അതാ ഇൻഫർമേഷൻ കൗണ്ടറിൽ നമ്മളെ ബഹുമാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ആൾക്കാർ അവിടെ ഉണ്ട്, കണ്ണിയമ്മമാലി അടക്കമുള്ള, സലാം അടക്കമുള്ള, അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാ വിഷയവും പറഞ്ഞുതരും, അവരുടെ ഫോൺ നമ്പറും തരും, വിളിച്ചാൽ കൃത്യ മറുപടി പറഞ്ഞുതരും. കറന്റ് അഫയേഴ്സ് മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞാൽ എന്റെ ക്ലാസ് പിന്നെ നീണ്ടുപോകുന്ന വിചാരിച്ചിട്ടാ. അതുങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലോ, കിതാബിലൊന്നുള്ള മസലല്ല, സർക്കാർ ഉണ്ടാക്കുന്ന മസലയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ല അവരെല്ലാം പറയാൻ നല്ലത്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ ഈ വിഷയത്തിലെത്തി. ഇനി നമ്മൾ മക്കത്തെത്തുന്നതിന്റെ മുമ്പ് 10 കാര്യങ്ങൾ മുടി മുറിക്കുന്നത് വരെ ചെയ്യാൻ പാടില്ല. നമ്മൾ മക്കത്തെത്തി തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് മുടി മുറിച്ച് കഴിയുന്നവരെ, മുടി മുറിച്ചാൽ ഉംറ കഴിഞ്ഞു. ഉംറ 4 കാര്യം ഞങ്ങളോട് പറഞ്ഞു. 1 ഇഹ്റാം, 2 വേഗം പറ, രണ്ടെന്താ തവാഫ്, 3 സഅയ്, 4 മുടി മുറിക്കൽ. അതിൽ 1 കഴിഞ്ഞു. ഇനി മുടി മുറിക്കുന്നവരെ 10 കാര്യം ചെയ്യാൻ പാടില്ല. ഏതൊക്കെ 10 കാര്യം? ഒന്ന് എണ്ണിക്കോളി ശരിക്ക്. ചിലപ്പോൾ കിതാബിൽ 11, 12, 13 അല്ലെങ്കിൽ 7, 8 ഒക്കെ കാണാൻ നോക്കണ്ടെങ്കിൽ ഞാനീ പറയുന്നതിന് മുഴുവൻ ഉണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോ പരീക്ഷ എഴുതാൻ പഠിക്കല്ല, മറിച്ചോ ചെയ്യാൻ പഠിക്കുക. നമ്മൾ വിമാനത്തിൽ കയറി, വിമാനത്തിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചോണ്ടി. 1, ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പുരുഷൻ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. പുരുഷൻ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കരുത്. അതാണ്, പുരുഷൻ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കരുത്. ആണുങ്ങളാണെങ്കിൽ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കാൻ പറ്റൂല. അവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചുറ്റി തുന്നിയതൊക്കെ ധരിക്കാം, വസ്ത്രമാവാൻ ഞാൻ മതി. ചുറ്റി തുന്നിയതൊക്കെ വാച്ചിന് ചോദിക്കണ്ടല്ലോ, ചുറ്റി തുന്നിയതൊക്കെ ധരിക്കാം. പിന്നെ സംശയം തീർന്ന് വസ്ത്രമല്ല ഞാൻ മതി, വാച്ച് കെട്ടി. ഇനി ബെൽറ്റ് കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട. ആരും വസ്ത്രമാക്കി ബെൽറ്റ് ഇട്ട് വെറും ബെൽറ്റ് കെട്ടി കൊണ്ടെടുത്ത് നടക്കും വസ്ത്രം എടുക്കാതെ. ആ ബെൽറ്റ് വസ്ത്രമല്ല. അതുകൊണ്ട് ബെൽറ്റ് കെട്ട, വാച്ച് കെട്ട, മോതിരട, ബാഡ്ജ് ധരിക്കുക, ഒക്കെ വെക്ക, കണ്ണട വെക്ക, ഒക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ചുറ്റി തുന്നിയത് ചെരുപ്പ് ധരിക്കാം. പക്ഷെ ചെരുപ്പ് ധരിക്കുമ്പോൾ ഒരു ചെറിയ ശ്രദ്ധ വേണം. മുൻഭാഗത്തു കൂടെ നോക്കുമ്പോൾ വിരലും ബാക്ക് കൂടെ നോക്കിയാൽ മടമ്പും കാണണം. അതുകൂടി കൂട്ടിക്കെട്ടരുത്. അപ്പൊ സോക്സ് മായിരിക്കും. അപ്പൊ സോക്സ് പറ്റൂല, പാന്റ് പറ്റൂല, പൈജാമ പറ്റൂല, ജുബ്ബ പറ്റൂല, കുപ്പായം പറ്റൂല, കോട്ട് പറ്റൂല, ബനിയൻ പറ്റൂല, ഷെഡ്ഡി പറ്റൂല, ഒന്നും പറ്റൂല ആണുങ്ങൾ ഇഹ്റാം ചെയ്താൽ. സ്ത്രീകൾക്ക് ഇതൊന്നും ബാധകമല്ല. സ്ത്രീകൾക്ക് ഇതൊന്നും ബാധകമല്ല. അവർക്ക് ഏത് വസ്ത്രവും ധരിക്കാം. അപ്പൊ പുരുഷൻ ഒന്ന് എണ്ണിക്കുളി, ശരിക്കും എണ്ണിക്കുളി, എണ്ണങ്ങൾ പിടിക്കണം. അവസാനം ഞാൻ പറയും, പുരുഷന്മാർ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കരുത്. 2, പുരുഷന്മാർ തല മറക്കാൻ പറ്റൂല. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, തല മറക്കരുത് എന്നാ പറഞ്ഞത്. ചുറ്റിത്തുന്നലൊന്നും പ്രശ്നമല്ല. അവർ നല്ല പ്ലെയിൻ ടവലും വെക്കാൻ പറ്റൂല. ചുറ്റലും തുന്നലും പക്ഷെ തലയിൽ ഒന്നും വെക്കാൻ പറ്റൂല. തലയൊന്നും കയ്യക്കിടേ പ്രശ്നമില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ ബാഗൊന്ന് തലയിൽ വെച്ച് റൂമിൽ കൊണ്ടുപോയി, അതിനൊന്നും പ്രശ്നമില്ല. അവൻ തല മറക്കുക എന്നുള്ള ഉദ്ദേശമല്ല, കുട പിടിക്കുക, അതൊന്നും പ്രശ്നമല്ല. തല മറക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തൊപ്പി ധരിക്കുക, തലയെക്കെട്ട് കെട്ടിയ ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകണ വരെ ഇനി പറ്റൂല. 2 മൂന്നാമത്തേത്, സ്ത്രീകൾ മുഖം മറക്കരുത്, കയ്യുറ ധരിക്കരുത്. മുഖം മറക്കരുത്, മുഖവും മുൻകൈയും മറക്കരുത് എന്ന് പറയണ്ട. മുൻകൈയും മറഞ്ഞു വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കയ്യുറ ഇടരുത് നേട്ടു. ഒരു ടവലിങ്ങനെ ചുറ്റി, അല്ലെങ്കിൽ കീശി കൈയിട്ടു, അല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾക്ക് ആകെയുള്ള കുഴപ്പന്താരികള് പർദ്ദന്റെ കീശി പൈസ ഉണ്ടാവും. ഇഹ്റാം ചെയ്തതിന്റെ സംഭാവന ചോദിച്ചാൽ അവൻ കൂടി കൊടുക്കൂലേ, കൈയിടാൻ പറ്റൂല. ഇപ്പൊ സംഭാവന ഒന്നും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് കയ്യുറ ധരിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കീശയെ കയ്യൊക്കണ്ട, പൈസ കല്ലോ കൊടുത്തോളി. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ മൂന്നാമത്തേതായി. 4, 2 കൂട്ടരും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധം എന്ന് പറയുന്ന സാധനം 2 കൂട്ടരും ഉപയോഗിക്കാൻ പാടില്ല. അത് എങ്ങനെ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിലും പറ്റൂല, വസ്ത്രത്തിലും പറ്റൂല, വിരിപ്പിലും പറ്റൂല. ഈ ടർക്കി ഇതിൽ സുഗന്ധ സ്പ്രേ അടിച്ചാൽ അതിൽ കിടക്കാൻ പറ്റൂല. എന്താ കാരണം? അതിൽ കിടന്നാൽ ആ സുഗന്ധം ഉപയോഗിച്ച ഒക്കുമാണ്. അതൊക്കെ പിന്നീട് വിശദീകരിച്ച് പറഞ്ഞുതരാൻ വേണമെങ്കിൽ. അപ്പോ ശരീരത്തിൽ, വസ്ത്രത്തിൽ ഇരിക്കുകയോ കിടക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന പ്രതലത്തിൽ ഇഹ്റാം ചെയ്താൽ സുഗന്ധം ഉപയോഗിക്കും. ഇതിനൊക്കെ ഉദ്ദേശം എന്തുള്ളവർ അതിനെ പറഞ്ഞുതരാം. ഇതിനൊക്കെ ഉദ്ദേശം, ഹജ്ജിനട്ട് ഇഹ്റാം കെട്ടിയാൽ, ഉംറക്കട്ട് ഇഹ്റാം കെട്ടിയാൽ അതൊരു വല്ലാത്ത ഇബാദത്താ. അതിൽ പിന്നെ സുഖസൗകര്യങ്ങളൊന്നും പാടില്ല. ഒരു സുഖസൗകര്യങ്ങളും പാടില്ല. തടഞ്ഞിറങ്ങുക.
ചടഞ്ഞിറങ്ങുക, അതന്നെ. അപ്പൊ സുഗന്ധം ഉപയോഗിക്കരുത്. നാലാമത്തേത് സുഗന്ധം ഉപയോഗിക്കരുത്. അഞ്ചാമത്തേത് തലമുടിയിലും താടി രോമത്തിലും എണ്ണ പൂശാൻ പാടില്ല. തലമുടി വേറെ എവിടെയും പൂശ കേട്ടോ. തലമുടിയിൽ പൂശാൻ പാടില്ല, താടി രോമത്തിൽ പൂശാൻ പാടില്ല. അത് താടി ആണുങ്ങളെ താടി കഴിഞ്ഞ് പെണ്ണിന് താടി മുളച്ചാലും പൂശാൻ പറ്റില്ല. താടി രോമത്തിൽ എണ്ണ പൂശരുത്. കാൽമ പൂശ, കൈമ പൂശ ഒക്കെ ചെയ്യാം, ബാമൊക്കെ തേക്കാം. പക്ഷെ സുഗന്ധം ഉണ്ടാവരുത്. അതുകൊണ്ട് വേറെ എവിടെ എണ്ണ തേക്കാൻ പോണ്ട. കാരണം എണ്ണ തേച്ചാൽ സോപ്പ് തേക്കേണ്ടി വരും. സോപ്പ് തേക്കാൻ പറ്റില്ല, സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ചില വാസനുള്ള പേസ്റ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റില്ല. വാസനയുള്ള പേസ്റ്റ്, വാസന ഇല്ലാത്ത പേസ്റ്റ് വേറുണ്ട്, അത് വായിക്കും. അവിടെ തന്നെ ഇഹ്റാം പേസ്റ്റ് തന്നെ പേസ്റ്റ് കിട്ടും. ഇപ്പൊ ഇവിടെ കടയിൽ ഏതെങ്കിലും വാസന എന്ന വാസനല്ല, സുഗന്ധമുള്ള പേസ്റ്റ് ഉണ്ടാവും, അത് തേക്കാം, അതിന് കുഴപ്പമില്ല. സുഗന്ധം പറ്റാത്ത അപ്പൊ സുഗന്ധം അതൊക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ചാ. പിന്നെ തലമുടി താടി രോമത്തിൽ എണ്ണ പൂശരുത്. ആറാമത്തേത് നമ്മുടെ ദേഹത്ത് നിന്ന് ഒരു മുടി നീക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്താൽ ദേഹത്ത് മുടി നീക്കരുത്. അത് എവിടുന്ന് തല താടി ഒക്കെ കണക്കാം, മുടി നീക്കാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനം കൊണ്ട് കാറ്റടിച്ച് പോവേ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോവുകയൊക്കെ ചെയ്തോട്ടെ, അറിഞ്ഞോ മറന്നോന്നും പറ്റില്ല. പിന്നെ നഖം നീക്കരുത്. നഖം നമ്മുടെ 10 കൈയിലും 10 കാലിലും, ഇനി 11ാമത്തെ വരലുണ്ടെങ്കിൽ അതും. നഖം ഇഹ്റാം ചെയ്താൽ നീക്കാൻ പാടില്ല. നിക്കാഹ് ബന്ധം നടത്താൻ പാടില്ല. 8ാമത്തത് നിക്കാഹ്, വരൻ വധു വലിയ. വിവാഹം കഴിക്കുന്ന പുരുഷൻ, കെട്ടിക്കുന്ന പെണ്ണ്, അതുപോലെ തന്നെ കെട്ടിച്ചു കൊടുക്കുന്ന രക്ഷിതാവ്. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ ഹജ്ജിന്റെയോ ഉംറയുടെയോ ഇഹ്റാമിലാണെങ്കിൽ ആ ഇഹ്റാമെന്ന് അയാൾ കഴിഞ്ഞിട്ടേ നിക്കാഹ് എടുത്താൻ പറ്റുള്ളൂ. എത്രത്തോളം നിക്കാഹിന് സാക്ഷിയാവാൻ പോലും ശരിയല്ല എന്നാണ് ഷാഫി മദ്ഹബ്, കറാഹത്താണ്. നോക്കൂ. പിന്നെ മറ്റൊന്ന്, 9ാമത്തത് വേട്ടമൃഗത്തെ വേട്ടയാടി ഭക്ഷിക്കുക. വേട്ടയാടാൻ പാടില്ല. വേട്ട എന്താ? ഉംദത്തുൽ അബ്റാറിലൊക്കെ അതിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതൊരു വിനോദമൊന്നും വേണ്ട, അതാണ്. അതേസമയത്ത് നിങ്ങൾ മാടിനെയൊക്കെ കഴിച്ചോളി, പോത്തിനറുത്തുന്നോളി, മത്സ്യത്തെ പിടിച്ചെന്നോളി, കുഴപ്പമില്ല. 9. 10ാമത്തേത് ലൈംഗിക പ്രവർത്തനങ്ങൾ. സ്ത്രീ പുരുഷ ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ ഹജ്ജിന് പോകുമ്പോൾ ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല. ചുംബനം പോലും പാടില്ല. ഇഹ്റാമിലാണെങ്കിൽ ചുംബനം പോലും പാടില്ല. ഇനി എന്റെ കൈമൊക്കെ നോക്കുക 10 ഞാൻ പറയാം, ശരിക്കും ശ്രദ്ധിച്ചോളെ, മനസ്സിലാക്കണം. 1, പുരുഷന്മാർ ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കരുത്. പുരുഷന്മാർ തല മറക്കരുത്. സ്ത്രീകൾ മുഖവും മുൻകൈയും മറക്കരുത്. 2 കൂട്ടരും സുഗന്ധം പൂശരുത്. തല, താടി രോമം എന്നിവയിൽ എണ്ണ പൂശരുത്. മുടി പറിക്കരുത്, നഖം പറിക്കരുത്. നിക്കാഹ് ചെയ്യരുത്. വേട്ടമൃഗത്തെ ഉപദ്രവിക്കരുത്. സംയോഗം പോലുള്ള ലൈംഗിക പ്രവർത്തനം ചെയ്യാൻ പാടില്ല. 10. ഈ 10 പഠിച്ചാൽ പോരാ, 10 മൂന്നാക്കി പഠിക്കണം. 10 മൂന്നാക്കി പഠിക്കണം. എങ്ങനെ മൂന്നാക്കി പഠിക്കല്? ഈ 10 3 ഭാഗമാക്കണം. എങ്ങനെ 3 ഭാഗമാക്കാം? 1, മറന്നു ചെയ്താൽ ഒരു കുഴപ്പമില്ല. വേഗം നിർത്തിവെച്ചാൽ മതി. 2, മറന്നു ചെയ്താലും ഫിദിയ കൊടുക്കണം. 3, ഫസാദാവും, അമലെന്നെ ഫസാദാവും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എന്റെ അടുത്ത് വേണം. നിങ്ങളെ മനസ്സ് പോകരുത്, ഉറങ്ങരുത്, ഒരിക്കലും അശ്രദ്ധരാവരുത്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ വർദ്ധിപ്പിച്ചു തരട്ടെ. അമീനൊക്കെ പറഞ്ഞ അപ്പോൾ ഉഷാറുണ്ടാവുള്ളൂ. 1, മറന്നു ചെയ്താൽ ഒരു കുഴപ്പമല്ല. അതേതാ? മറന്നു ചെയ്താൽ യാതൊരു കുഴപ്പവും പ്രശ്നവുമല്ല. മറന്നു ചെയ്താൽ ഒരു പ്രശ്നമില്ലാത്തത് സുഗന്ധം പൂശുക, അതുപോലെ തന്നെ കുപ്പായം ധരിക്കുക, വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക പോലുള്ള സംഗതി ഉണ്ടല്ലോ, അതൊരാൾ മറന്നു ചെയ്തു. ഉദാഹരണം, നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഇവിടുന്ന് ചെല്ലുകയാണ്. ജിദ്ദ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത്, ജിദ്ദ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ബാങ്ക് വിളിച്ചു. അപ്പൊ സാധാരണ ഈ നിസ്കാരത്തിലൊക്കെ പോയിട്ട് സാധാരണ നിസ്കരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും തലയിൽ മുണ്ടിടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി നിസ്കരിക്കാൻ പോണ സമയത്ത് ഇയാള് ബാങ്ക് വിളിച്ചപ്പോൾ നിസ്കരിക്കാൻ തന്നപ്പോൾ തൊപ്പിയാണ് ധരിച്ചു. തൊപ്പിട്ടപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, നിങ്ങൾ ഇഹ്റാമിലാണ്, തൊപ്പി ധരിക്കാൻ പാടില്ല, വേണ്ട എടുത്തുവെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. സംഗതി അയാൾ ഇഹ്റാമിൽ ഹറാമായ കാര്യം ചെയ്തത്, പക്ഷെ ഓർമ്മപ്പെടുത്തിയപ്പോൾ വേണ്ടെത്തിച്ചു, ഒരു കുഴപ്പമില്ല. ഒരാൾ സുഗന്ധം പൂശി വെറുതെ ഒരു സെന്റിമീറ്റർ തേച്ചു, വെറുതെ എന്ത് ഉപയോഗിക്കുമല്ലോ, ഇഹ്റാമിലാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇഹ്റാമിലാണ്, വേഗം കഴുകി കളഞ്ഞാൽ മതി, വിഷയം തീർന്നു. ഇത് മറന്ന് ചെയ്താൽ, ഇനി മറന്ന് ചെയ്താലും ഫിദിയ കൊടുക്കേണ്ടത്. മറന്ന് ചെയ്താൽ ഫിദിയ കൊടുക്കേണ്ട ഏതാ? മുടി പറിക്കുക, നഖം പറിക്കുക, അത് മറന്ന് ചെയ്താലും ഫിദിയ കൊടുക്കണം. എങ്ങനെ? ഒരാള് സംസാരിക്കുമ്പോൾ നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടാകും ചില ആൾക്കാർക്ക്. നഖം കടിക്കുന്ന ചില കുട്ടികളുടെ അല്ലേ, ചെറുപ്പത്തിലെ നഖം കടിക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ ചില ആളുകൾ ഇത് ശീലാക്കി വലുതാവുമ്പോഴുണ്ടാവും. അങ്ങനെ ഇയാൾ ഇഹ്റാം ചെയ്ത് വർത്തനം പറഞ്ഞ് നഖം പൊട്ടി.
സത്യത്തിൽ മൂപ്പരത് കരുതി കൂട്ടി പിടിച്ചാൽ മറന്നതാ. പക്ഷെ ഫിദി കൊടുക്കണം. ചില ആൾക്കാരിങ്ങനെ സംസാരിക്കുമ്പോൾ മൂക്കിൽ കൈയിട്ട് വലിക്കുമ്പോൾ വലിച്ചു ഒരു മുടി പോകുന്നു, മറന്നിട്ടാ. അപ്പൊ അങ്ങനെ ചെയ്താൽ ഫിദി എന്താ ഫിദിയ? ഒരു മുടിയോ ഒരു നഖമോ പോന്നാൽ, ഒരു മുടിക്കും ഒരു നഖത്തിനും ഒക്കെ എത്ര എണ്ണം പോന്നാലും ഓരോന്നിന് ഓരോ മുദ്ദ് ധാന്യം ധർമ്മം കൊടുക്കണം. 800 മില്ലി ലിറ്റർ ധാന്യം, 800 മില്ലി ലിറ്റർ അവിടുന്ന് വാങ്ങാൻ കിട്ടും. ഗോതമ്പ് വാങ്ങിയിട്ട് പാവങ്ങൾക്കാണ് കൊടുക്കുക. 800 മില്ലി ലിറ്റർ തൂക്കല്ല, അളവാ. തൂക്കാണെങ്കിൽ 625 ഗ്രാം, 620 ഒരു മുദ്ദ്. അതെല്ലാവരും കാരണല്ലേ. ഇനി 2 മുടി പോന്ന 2 മുദ്ദ്, 3 എണ്ണം പോന്നാ 3 മുദ്ദ്, 4 പോന്നാ 4 മുദ്ദ്. പക്ഷേ ഒരേ സമയത്ത് ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് നിന്ന് 3 എണ്ണം ഒന്നായിട്ട് പോന്നാൽ, 3-ലേറെ എത്ര പോയാലും ഒരാടിനർത്ഥം. ഇപ്പൊ ഒരു മുടി പറിച്ചു, ഒന്ന് പോന്നു, ഒരു മുദ്ദ് കൊടുത്തു. പിന്നെ വേറൊന്ന് പറിച്ചു, അപ്പോഴും പറിച്ചു തന്നാ പോന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ മുദ്ദ് 10-ായാലും 100-ായാലും കൊടുത്താൽ മതി. അതേ സമയത്ത് ഒറ്റയടിക്ക് 3 മുടി ഒന്നായിട്ട് പോന്നു. ഉദാഹരണം, വാപ്പ ഒരു ആടിനിറക്കണം. ഉദാഹരണമായിട്ട് ഗവൺമെന്റ് ആജിയാണ്, അവിടെ ഇങ്ങനെ പോയിരിക്കുകയാണ്. പോയിരിക്കുന്ന സമയത്തിന് എന്തോ ഒരു അസൗകര്യം വന്നാൽ എന്ത് ഗവൺമെന്റ് ഗ്രൂപ്പ് മാന്തി തലേ 4 മുടി വീണു. ഒരു ആടിനർത്ത് കൊടുക്കേണ്ടി വരും. സർക്കാരിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 100-600 റിയാലാണ് പോകും. അപ്പൊ പിന്നെ മാന്തൂല. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇനി അതേ സമയത്ത് ഒരാള് കിടന്നുറങ്ങി. ഇപ്പൊ ഇവിടെ ഒരാൾ കിടന്നുറങ്ങി, എഴുന്നേറ്റപ്പോ ഈ ടർക്കിന് ശരിക്കും മുടിയുണ്ട്. ഓന്റെ മുടി അത് ഉറപ്പാ. അതിനൊന്നും കൊടുക്കണ്ട. കാരണം എന്താ അതിന് കൊടുക്കേണ്ടാത്തത്? അത് അവൻ പ്രവൃത്തിയിലൂടെയോ മറന്നിട്ടോ ഒന്നുമല്ല. അവന്റെ അബോധാവസ്ഥയിൽ പോയത് ഉറങ്ങിക്കിടക്കുമ്പല്ലേ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ നെടുമ്പാശ്ശേരി ഇങ്ങനെ ചാരി കിടന്ന് ഫ്ലൈറ്റില് ഉറങ്ങി 5 മണിക്കൂർ ഉറങ്ങിയിട്ട് നേരെ ഇറങ്ങിയാണ്. ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ നീച്ചപ്പോ എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോൾ ഈ സീറ്റിലുണ്ട്. അതിമ സീറ്റിന്റെ ബാക്കിൽ ഒടിച്ച പാഡുമ്പോ കംപ്ലീറ്റ് മുടിയുണ്ട്. ഇവന്റെ തന്നെയാണ്. അതിനൊന്നും കൊടുക്കണ്ട. കാരണം എന്താ? അത് ഈ മറന്ന് പറിച്ചത് പ്രവൃത്തി ഫലമായി പോയതല്ല. മറന്നിട്ടാണെങ്കിൽ ഇത് പ്രവൃത്തിയാ, മറ്റേ പ്രവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ചിന്തിക്കേണ്ട. മുടി പോകുന്നത് പോയിക്കോട്ടെ, കാറ്റടിച്ച് പോയിക്കോട്ടെ. വസുവാസ് തീരെ ഉണ്ടാക്കണ്ട, വസുവാസം ഉണ്ടാക്കണ്ട. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ആർത്തവെള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഇവന്ന് ഇഹ്റാം ചെയ്ത് പോകും. ഇഹ്റാം ചെയ്തു പോയി മക്കത്തെത്തും. കുളിക്കുമ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവര് തലന്റെ മുടിന്റെ ഉള്ളിലേക്ക് വെള്ളമാക്കുമ്പോ ഇങ്ങനെ മാന്തരുത്, ഇങ്ങനെ മാന്തരുത്. ബുത്തൂനില്ല അസാബി, വിരലിന്റെ പള്ളോണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി, എന്നാ മുടി ഇളകൂല. അങ്ങനെ ഷവറിന്റെ ചൂട്ട് നിന്നിട്ട് വെള്ളം പാത്തിട്ട് മുടി പരമാവധി കൊഴിയാതെ കുളിക്കുക. അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ വെള്ളത്തേക്ക് മുടി പൊയ്ക്കണമെന്ന് ഇങ്ങനെ ഭൂതക്കണ്ണടിച്ച് നോക്കി വസുവാസം ഉണ്ടാക്കണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മുടി പൊയ്ക്കണോ ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഒരു മുടി അതിന് നോക്കണ്ട, പോണ പോട്ടെ. പക്ഷേ അത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നായിട്ട് മാന്തിയിട്ട് പറിച്ചിട്ട് മുടി കളയാതിരുന്നാൽ മതി. അതുകൊണ്ട് എണ്ണ തേക്കണ്ട, വാരാൻ പോലും പാടില്ല. പറഞ്ഞാൽ വിശദീകരിച്ച് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഒരു മുടി പോയാൽ ഒരു മുദ്ദ്, 2 മുടി പോയാൽ 2 മുദ്ദ്, 3 അതിൽ കൂടുതലോ ഒരേ സമയത്ത് പോയാൽ ഒരാട്. ഇനി ആടിനെ അറുക്കാൻ കഴിയില്ലെങ്കിൽ ഉക്കുമ്പ് വേറെ പറയാം. ആടിനറുക്കാൻ കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് വേണമെങ്കിൽ 6 മിസ്കിന്മാർക്ക് ധർമ്മം കൊടുക്കാം, അല്ലെങ്കിൽ പകരം 3 നോമ്പ് നോൽക്കാം. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂത്രവാർച്ചക്കാരായ ചില ആൾക്കാരുണ്ടാവും. മൂത്രവാർച്ചക്കാരായ മൂത്രം തുള്ളി ഉറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? ചുറ്റി തുന്നാൻ പാടില്ലല്ലോ. അവരോട് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് ലൗകാന അലൽ മുഹരിമി ജറാഹത്തുൻ, ലൗകാന അലൽ മുഹരിമി ജറാഹത്തുൻ, ഒരു ഇഹ്റാം ചെയ്ത മനുഷ്യന്റെ മേത്തൊരു മുറി ഉണ്ടായി. ഫശദ്ദ അലൈഹാ ഖിർഖത്തൻ, ഒരു തുണി അയിമ ചുറ്റി. എന്നാൽ ഫഇൻകാന ഫീ ഗൈരി റഅസി, തലയിലല്ലെങ്കിൽ, തലയെ മറക്കാൻ പറ്റാത്തുള്ളൂ, തലയിലല്ലെങ്കിൽ ബാൻഡേജ് ഇട്ട ഫലാ ഫിദിയത, അതിന് ഫിദിയല്ല. ഫിദിയ വേണ്ട. ഇപ്പൊ കാൽമലൊരു മുറിയായി, ഒരു ബാൻഡേജിന് ചുറ്റി, കുഴപ്പമില്ല. പക്ഷെ ആ നീ ക്യാപ്പ് എന്ന് പറയുന്ന ആ കുഴല് പോലുള്ള സാധനം അത് ഇടരുത്. അത് ചുറ്റി തുന്നിയ സാധനം. നിങ്ങൾ ബാൻഡേജ് വാങ്ങി ചുറ്റിക്കോ, കുഴപ്പമില്ല, തലയിലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലായി, പുരുഷന്മാർക്ക് മൂത്രവാർച്ചന്റെ ലിംഗത്തുമ്മ ചുറ്റി വെക്കാം, തുണി ചുറ്റി വെക്കാം, ഒരു കുഴപ്പമില്ല. ഒരു തുണി ചുറ്റി വെക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. നൂലോട് കെട്ടി വെക്കാം, എന്ത് വേണം ചെയ്യാം. സാധാരണ മൂത്രവാർച്ചക്കാരെ എങ്ങനെയാണ് വെച്ച് കെട്ടേണ്ടത് അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ പിന്നെ പ്രശ്നം വരുന്നില്ല, അവർക്ക് എന്തും ചെയ്യാമല്ലോ. അങ്ങനെയാണ്. ഇനി തലയിലാണെങ്കിൽ അതിന് ഫിദിയ കൊടുക്കേണ്ടി വരും. തലയിലാണെങ്കിൽ അതിന് ഫിദിയ കൊടുക്കേണ്ടി വരും. എന്താ ഫിദിയ? ഫിദിയ ഒരു ആടിനെ അറുക്കണം. ആടിനെ അറുക്കുന്ന വിഷയത്തിൽ 2 വ്യത്യാസങ്ങളുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോളി. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാൻ കഴിയാതിരുന്നാൽ ഒരാടിനറുക്കുക, അല്ലെങ്കിൽ 10 നോമ്പ് നോൽക്കുക. അതെന്താ? ആടിനെ കിട്ടിയില്ലെങ്കിലും, ആട് വാങ്ങാൻ പൈസ ഇല്ലെങ്കിലും മാത്രമേ നോമ്പ് നോൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനല്ല. ഇവിടെ നിങ്ങൾക്ക് മുഹറമാത്തുൽ ഇഹ്റാം, ഒരാൾക്ക് ഇഹ്റാമിൽ ഹറാമായ കാര്യം ചെയ്തു, ഒരാടിനറുക്കണം. ഓൻ ആടിനറുക്കണം, ഓ പിസ്കണ. അപ്പൊ എന്ത് ചെയ്യാ? എന്നാ വേണ്ട, 6 മിസ്കിമാർക്ക് 1/2 സ്വാഴ് വീതം കൊടുത്താൽ മതി. 6 മിസ്കിമാർക്ക് 1/2 സ്വാഴ് വീതം. 1/2 സ്വാഴ് എന്ന് പറഞ്ഞാൽ എന്താ? 2 മുദ്ദ്. ഒരു സ്വാഴ് 4 മുദ്ദ.
അപ്പൊ 4 മുദ്ദിന്റെ പകുതി 2 മുദ്ദ്. അപ്പൊ ഒരു സ്വാ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു സ്വാ എന്ന് പറയുന്നത് 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 625 ഗ്രാമാണ്. അപ്പൊ 1.25 ഗ്രാം വെച്ച് 6 ആൾക്ക് കൊടുത്താൽ 7.5 കിലോ അരി ഉണ്ടാവും. 7.5 കിലോ അരി. അതാണ്. ഇനി 800 മില്ലി ലിറ്റർ ആണെങ്കിൽ 800 മില്ലി ലിറ്റർ ഇൻറ്റു 2, അപ്പൊ 1,600. അതിന് 6 കുടിച്ചാൽ 9,600. അപ്പൊ ഒരു 10 കിലോ അരി വാങ്ങി 6 ആക്കാണ് കൊടുത്താൽ മതി. അതാണ് എന്റെ ശരി. 12 മുദ്ദ് വീതം 2 പേർക്ക് കൊടുത്താൽ 12 മുദ്ദ് വീതം കൊടുത്താൽ 6 ആൾക്ക് കൊടുക്കാം. 12 മുദ്ദ കൊണ്ട് 6 ആൾക്ക് കൊടുക്കുക, 2 മുദ്ദ് വീതം. അല്ല തൂക്കാണെങ്കിൽ ഇങ്ങനെ. ഇതാണ് ചെയ്യേണ്ടത്. ഇനി അതിനും പറ്റൂലെങ്കിലോ 3 നോമ്പ് പറ്റാൻ മതി. പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിച്ചോ. ആർത്ത വള്ളശ്രീ ഇവിടെ നിഹ്റാൻ ചെയ്തു പോയി. അവിടെ എത്തി, കുളിച്ചപ്പോ മുടി പോയോ? ഇഷ്കാല 3 മുടി, എത്ര മുടി പോയിക്കോട്ടെ, 3 നോമ്പ് പറ്റാൻ മതി. ആടിന് നടക്കണ്ട. 3 നോമ്പ്. ഞാൻ ഫിദിയയുടെ നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞാൽ 3 നോമ്പ് പറ്റാതെ. അവിടുന്ന് നോൽക്കാം, ഇവിടുന്ന് നോൽക്കാം. ആ നോമ്പ് എവിടുന്നാലും കുഴപ്പമില്ല. 3 നോമ്പ്. ഞാൻ ഫിദിയയുടെ നോമ്പ് നോൽക്കുന്നു നിയ്യത്ത് ചെയ്തിട്ട് 3 നോമ്പ് പറ്റാൽ മതി. 3 നോമ്പ് നോറ്റാ പ്രശ്നം തോന്നുന്നു, വേറൊന്നും വേണ്ട. ഇനി 3ാമത്തത് ഫസാദാവണ്. ഏതാ ഫസാദാവണ്? ഫസാദാവണ് ലൈംഗിക പ്രവർത്തനം. സ്ത്രീ പുരുഷ ബന്ധം ഇഹ്റാമിൽ നടന്നാൽ ഹജ്ജ് ഫസാദായി, ഉംറ ഫസാദായി. ശ്രദ്ധിച്ചാൽ പ്രശ്നമില്ല. ഇനി വേറൊരു കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, മൂത്രവാർച്ചക്കാരനായ ഒരാള് അവൻ വെച്ച് കെട്ടി നിസ്കരിക്കാൻ എങ്ങനെയാണോ സമയമായതിന്റെ ശേഷം അവൻ ഉളു വെച്ച് കെട്ടി ഉളു എടുത്ത് നിസ്കരിക്കണം. ഇതേ ഹുക്മ് തവാഫിനുണ്ട്. ഇതേ ഹുക്മ് തവാഫിനുണ്ട്. അതാണ് പ്രത്യേകം തോഫയിൽ പറഞ്ഞ അന്ന തവാഫ ബി മൻസിലത്തി സ്വലാത്തി. തവാഫ് നിസ്കാരത്തിന്റെ അതേ മൻസിലത്തിന്റെ സ്ഥാനത്ത്. ഫലാ യുജ്മഉ ബൈന ഫർളൈനി മിൻഹു. 2 ഫർള് ഒന്നിച്ച് പറ്റൂല. മൂത്രവാർച്ചക്കാരൻ ഒന്നെടുത്ത് വെച്ച് കെട്ടി ഒന്നെടുത്ത് ഒരു ഫർദേ നിസ്കരിക്കാൻ പറ്റൂ, സുന്നത്തത്രയാവാം. പിന്നെ 2ാമത്തെ ഫർദിന് അയച്ച് മൂത്രമൊഴിച്ച് അവൻ വെച്ച് കെട്ടണം. എന്ന പോലെ ഒരു തവാഫേ ചെയ്യാൻ പറ്റൂ, നിർബന്ധ തവാഫ് ഒരു ഉംറന്റെ. അടുത്ത തവാഫ് നിർബന്ധ തവാഫ് ചെയ്യുന്നതിൽ എന്ത് വേണം? അവൻ ഫർദായ തവാഫാണെങ്കിൽ അവൻ വേറെ തന്നെ ഉതുർക്കണം. സുന്നത്താണെങ്കിൽ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കുക. ഇനി ഈ രീതിയിൽ മറന്നു ചെയ്താൽ ഫിദിയയുള്ളതും മറന്നു ചെയ്തില്ല, അതുപോലെ തന്നെ മറന്നു ചെയ്താൽ ഫിദിയ ഇല്ലാത്തതും ഫസാദാവുന്നതും 3 പഠിച്ചു. ഇനി ഞാനത് ആവർത്തിക്കണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായപ്പോ മുണ്ടല്ലോ. അപ്പൊ മനസ്സിലായോ? ഈ 3 കാര്യം മനസ്സിലായില്ലേ? ഇനി അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം. ഇതാണ് പ്രത്യേകം പഠിക്കണം. ഇഹ്റാം ഇതിങ്ങനെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ അച്ഛന്റെ സമയത്ത് 4 നമ്പർ കൊടുത്താൽ തന്നെ ചോദിക്കാം. ഇത് ഇത്രയേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലായി. ഇനി ഹനഫികൾ ഉണ്ടെങ്കിൽ അവർ മനസ്സിലായിക്കോ. ഹനഫികൾക്ക് തലയുടെ 4-1 പഠിച്ചാൽ ഒരാടാ. 4-1 പഠിച്ചെങ്കിൽ ഒരു മുടി പോയിനൊന്നും വേണ്ട. ഒരു മുടി പോയിന് 2 മുടി പോയിനൊക്കെ 1/2 സ്വാഴ് വീതം ധർമ്മം കൊടുത്താൽ മതി. 1/2 സ്വാഴ് വീതം എന്നാണ് എന്താ? അവര് 1/2 സ്വാഴ് ധർമ്മം കൊടുത്താൽ മതി. അത്രേ ആവശ്യമുള്ളൂ. ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദ, 1/2 സ്വാഴ 2 മുദ്ദ, അത്രയേ ഉള്ളൂ. നഖം മുഴുവൻ മുറിച്ചെങ്കിലേ എല്ലാ നഖവും മുറിച്ചു. എന്നാൽ അവരെ ആടിനിറക്കണം. അതിൽ താഴെയാണെങ്കിൽ ധാന്യം കൊടുത്താൽ മതി. അനഫികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ അനഫി ഫിഖ് വേറുണ്ട് ഹജ്ജിന്റെ, ഞാൻ നോക്കി പറഞ്ഞുതരാം കൃത്യമായിട്ട്. നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും വ്യക്തിപരമായ സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ ലാസ്റ്റേ പോകും. നിങ്ങൾ കയറി വന്ന് നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാം. എന്ത് സംശയം ഇടയ്ക്ക് നിങ്ങൾ കയറി വരുമ്പോഴാണ് ബുദ്ധിമുട്ടാവുക. എന്ത് സംശയം ചോദിച്ചോളൂ, നമുക്ക് തീർക്കാം. ഫോൺ നമ്പർ ഞാൻ ലാസ്റ്റ് തരും, നിങ്ങൾക്ക് ഫോണിൽ ചോദിക്കാം. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാവട്ടെ. ഇനി ഞാൻ പറയുന്ന 2-3 കാര്യങ്ങൾ ഞാൻ ഹജ്ജിന്റെ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് ഫോൺ നമ്പറിൽ ചോദ്യങ്ങളോട് ചോദ്യം വരുന്നതാണ്. അവിടെ തീർക്കാനാണ് ഞാൻ പറയുന്നത്. നല്ലോണം ശ്രദ്ധിച്ചോളി ഓരോന്ന്. ഇഹ്റാമിന്റെ മുമ്പ് സുഗന്ധം പൂശിയാൽ ആ സുഗന്ധം ദേഹത്ത് പരന്നാൽ എന്താണ്? എല്ലാവരും ചോദിക്കും. അതിന്റെ മറുപടി വലൗ ഇന്തകല തീബ് ബഅദൽ ഇഹ്റാമി മിൻ മൗദിഇൻ ഇലാ മൗദിഇൻ ബിൽ അറഖി വനഹ്വിഹി. നിങ്ങൾ പുരട്ടിയ സുഗന്ധം ഇഹ്റാമിന്റെ മുമ്പാണെങ്കിലും അത് വിയർപ്പ് കൊണ്ടോ മറ്റോ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് നീങ്ങിയാൽ ലം യദുറ, ഒരു പ്രശ്നവുമില്ല. വലാ ഫിദിയത അലൈഹി, അതിന് ഫിദിയും കൊടുക്കണ്ട. ഒന്ന് ശ്രദ്ധിച്ചോളി. പിന്നെ മറ്റൊന്ന് വളരെ പ്രധാനമായി പറയുന്നു, പെണ്ണുങ്ങൾക്കും സുഗന്ധം പൂശാന്ന് പറഞ്ഞല്ലോ ഇഹ്റാമിന്റെ മുമ്പ്. അതെങ്ങനെ പെണ്ണിന് സുഗന്ധം പൂശാൻ പറ്റുമോ? ഹജ്ജിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ സവാഉൻ ഫീമാ ദക്കർനാഹു മിന തീബി, ഈ സൂഖിന്റെ പറഞ്ഞ വിഷയം സവാഉൻ സമമാണ്. അർ റജുലുൽ മർഅതു, ആണും പെണ്ണും തുല്യമാണ്. തെളിവെന്താണ്? ദലീലു ആദിലി ദാലിക, ഇതിന്റെ തെളിവ് ഖബർ അബൂദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബഹുമാനപ്പെട്ട അവരുടെ അബൂദാവൂദ് റളിയല്ലാഹു തആലയുടെ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല, ആയിഷ ബീവിയിൽ നിന്നുള്ള ഹദീസ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബി കുന്നാ നഖ്റുജു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മക്കത്ത, ഞങ്ങൾ നബിന്റെ കൂടെ മക്കത്തേക്ക് പോവാണ്, നുസുഖ് ചെയ്യാൻ വേണ്ടി മക്കത്ത് പോവാണ്. അങ്ങനെ ഫനദ്മുഖു ജിബാഹന, ഞങ്ങളെ മുഖത്ത് പുരട്ടുമായിരുന്നു. ഇങ്ങനെ പുരട്ടുമായിരുന്നു. ബിൽ മിസ്കി, മിസ്കുണ്ട്, മിസ്ക് സുഗന്ധ, അതിങ്ങനെ പുരട്ടുമായിരുന്നു. ഇന്ദൽ ഇഹ്റാം, ഇഹ്റാമിന്റെ സമയത്ത്. കണ്ടോ, ഇഹ്റാമിന്റെ സമയത്ത് മിസ്ക് പുരട്ടി പറഞ്ഞാൽ ബീവി പുരട്ടിയപ്പോ അങ്ങനെ പുരട്ടി. ഫൈദ അറക്കത്ത്, ഞങ്ങൾക്ക് വിയർപ്പ് വരുമ്പോ ഇഹ്ദാന,
ഞങ്ങളിൽ ഏതോ ഒരാൾക്ക് വിയർപ്പ് വന്നപ്പോൾ സാല അല വജഹിക, അത് മുഖത്തൊന്നായിട്ട് ഒലിച്ചെല്ലോടത്തു ആയി. ഫയറാഹുൻ നബിയു ഫതറാഹുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അങ്ങനെ നബി തങ്ങൾ കണ്ടപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വലാ യൻഹാന, ഞങ്ങളെ വിലക്കിയില്ല എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുറത്തു പോകുമ്പോഴും മറ്റു സുഗന്ധം പൂശാൻ പറ്റൂല. മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈലാഖിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സവാഉം ഫീമാ ദക്കർനാഹു മിന തീബി അർറജുലു വൽ മർഅതു എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ മാത്രം മുഖം തന്നെ തുറന്നിടല്ലോ. മുസ്ലിം മുഖം തുറന്നിട്ട് അന്യം പോകാൻ പറ്റുമോ? പക്ഷെ മത്താഫിന് തുറന്നിടാലോ, മുൻകൈ തുറന്നിടാലോ. ഈ രീതിയിൽ ആണും പെണ്ണും ഒന്നിച്ചല്ലേ അവിടെ നിസ്കരിക്കുന്നത്. അത് പ്രത്യേകം അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വരുന്നുണ്ട്. ഹറമിന്റെ ചില ഖസായിസുകളും അതൊക്കെ എന്താ അറിയോ, പഠിച്ചവന്റെ പരീക്ഷണമാണ്. കാരണം എന്താ, അവിടെ ആണും പെണ്ണും ശരിക്കും ജാമാവുക, അന്യ പെണ്ണും അന്യ പുരുഷനും ജാമാവുകയാണ്. നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങളിപ്പോ ഇവിടെ രണ്ട് സ്ഥലത്തായിരിക്കണേ, ഒന്നായിട്ട് കിട്ട് തിരക്കിയിട്ട് തിരക്കുള്ള ബസ് കയറിയ പോലെ ഇത് ജാമാവും. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വൃത്തികെട്ട ചിന്ത വന്നാൽ പരിശുദ്ധ കഅബയാണ് അവിടെ ഉള്ളത്. ആ മനുഷ്യന്റെ കഷ്ടകാലം അവിടെ നിന്ന് ആരംഭിക്കും. അപ്പൊ മനസ്സിലൊരു പതർച്ചവന് വരുന്നുണ്ടോ എന്നല്ല പരീക്ഷിക്കുക. അല്ലെങ്കിൽ പെണ്ണുക്ക് വേറെ സ്ഥലം ആണുക്ക് വേറെ സ്ഥലം കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ പെണ്ണുക്ക് വേറെ സമയം ആണുക്ക് വേറെ സമയം കൊടുത്താൽ പോരെ. ഇത് ഒന്നായിട്ട് മത്താഫ് കണ്ടിറക്കിയിട്ട് ഒന്നിച്ചല്ല ചെയ്യുന്നത്, പരീക്ഷണമാണ്. നമുക്ക് എത്രമാത്രം ഈമാൻ ഉണ്ടെന്ന് പഠിച്ചോൻ പരീക്ഷിക്കാം. ആ ഈമാന്റെ പരീക്ഷണ സ്ഥലമാണ് ശരിക്കും കഅബ. നല്ലോണം നമ്മളെ സ്ഫുടം ചെയ്ത് അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇനി മറ്റൊന്ന്, ഈ മേൽമുണ്ട് എല്ലാവരും വന്ന് ചോദിക്കും, ചിലർ പിന്നുത്തിയിട്ടുണ്ടല്ലോ, ചിലരത് കൂട്ടിക്കെട്ടിയിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറ്റുമെന്ന്. പറ്റൂല. എന്താ കാരണം? ഈലാഖിൽ ഇബ്നു ഹജർ തങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങൾ പറയുന്നു വലാ യജൂസു അഖദു റിദാഇ, ഈ റിദാഖ് ഇതാണ് മേൽത്തട്ടം, മേൽത്തട്ടം കൂട്ടിക്കെട്ടാൻ പറ്റൂല. ഐ യസുറഹു വലാ യഖുല്ലഹു ബിഖിലാലിൻ ഔ മിസല്ലത്തിൻ, അതിങ്ങനെ ഉള്ളിൽ കൂടെ തുന്നി കൂട്ടാനോ സൂചി കുത്താനോ ഒന്നും പറ്റില്ല, ബട്ടം വെക്കാനും പറ്റില്ല. വലാ ഇതിന്റെ ഒരു തലമ ഒരു കയറ് കെട്ടി മറ്റേ തലമ ഇങ്ങനെ കൂട്ടിക്കെട്ടാൻ പറ്റൂല, തമ്മിൽ കൂട്ടിക്കെട്ടാൻ പറ്റൂല. ഫഫ്ഹം ഹാദാ, ശരിക്കും മനസ്സിലായിക്കോളൂ. ഫഇന്നഹു മിമ്മാ യതസാഹലു ഫീഹി അവാമുൽ ഹുജ്ജാജ്, സാധാരണക്കാരായ ഹാജിമാർ അശ്രദ്ധ കാണിക്കുന്ന പണിയാണത്. മാക്സിമം നിങ്ങൾക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? കിതാബിൽ പറഞ്ഞത് വലഹു, അവന് ജായിസാണ് അൻ യഗ്രിസ, തിരുകി വെക്ക, ത്വർഫൈ റിദാഇഹി, ഈ തട്ടത്തിന്റെ രണ്ട് തല, ഫി ഇസാരിഹി, അരിയിൽ തിരികെ വെക്ക, പോകാം. അത് ചെയ്യാം, അതിന്റെ അപ്പുറം ചെയ്യാൻ പറ്റൂല. മുണ്ട് വീഴും തോണെ അവിടെ വേറെ ഒന്നും ചെയ്യരുത്, കൂട്ടിക്കെട്ടരുത്, പിന്നെ കുത്തരുത്, ഒന്നും ചെയ്യാൻ പാടില്ല. അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഇനി സുഗന്ധം എന്ന് പറയുന്ന സംഗതി ചിലരോട് ചോദിക്കും, എന്ത് സുഗന്ധം? അവിടെ കിതാബിൽ പറഞ്ഞ വലാ യഹ്റുമു മാ ലാ യദ്ഹറു ഫീഹി ഖസ്തഹു റായിഹത്തുൻ ത്വയ്യിബ, നല്ല വാസന അതിനുണ്ട്, നല്ല ത്വയ്യിബായ വാസന ഉണ്ട്. എന്നാൽ ഫവാക്കിഹി, പഴം പോലെ നല്ല പഴം, നല്ല പഴത്തിന് നല്ല വാസന, തിന്നോളി. ഞാൻ ഇഹ്റാമിലാണ്, ആ വാസന പഴം പറ്റില്ല, എടുത്ത് പറ്റേണ്ടത് അതിൽ അത് മനസ്സിലാകും. ആപ്പിളിന് നല്ല മണ്ണുണ്ട്. ആരെങ്കിലും മുടിയെന്ന് വല്ലതും പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും വാരാൻ പറ്റൂല, ഒരിക്കലും അത് വാർന്നാൽ പോകുന്നതിന് ഫിദിയ കൊടുക്കേണ്ടി വരും. ഇനി നഖത്തിന്റെ വിഷയം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ലൗ ഇൻകസറ ബഅദു ദുഫ്രിഹി, ഇഹ്റാം ചെയ്ത ശേഷം നഖത്തിന്റെ ഒരു കഷ്ണം ഇങ്ങനെ പൊട്ടി, നഖം പൊട്ടിയ വലിയ പ്രശ്ന, കുത്തിയ മുറിയാവും, രക്തൊലിക്കും, ആകെ പ്രശ്ന. ബിഹി, അതുകൊണ്ടോ എടങ്ങാറായി, അതൻ പൊട്ടിച്ചിടുക. അൽ മുങ്കസിറ, ആ പൊട്ടി നിൽക്കുന്ന ഭാഗം മാത്രം, വലാ തഖ്ത, മുറിക്കാൻ പാടില്ല, അങ്ങനെ മുറിക്കുക. വലാ തുഖ്തഉ, മുറിക്കപ്പെടരുത്. മിന സ്വഹീഹി ഷൈഅ, ശരിക്കുള്ള നഖം മുറിക്കരുത്, ആ പൊട്ടിയ ഭാഗം മാത്രം മുറിക്കുക. അതിന് ഫിദിയ വേണ്ട, കിതാബ് പറയണ്ട. അങ്ങനെ കുടുങ്ങിയാൽ അത് മാത്രം. എന്ന പോലെ ഈ പുരികം ഒന്ന് കണ്ണുകുത്തി, കിടങ്ങറായിപ്പോയി, പുരികം കണ്ണുകുത്തി, ഇതിങ്ങനെ കണ്ണുകുത്തിക്കുക, കണ്ണു തുറക്കാനും പോയാൽ കണ്ണുകുത്തുക. ഇഹ്റാമിലാണ്, മുടി പറിക്കാം, അത് പറിച്ചിടാ, കുഴപ്പമില്ല, ബുദ്ധിമുട്ട് നീക്കാൻ വേണ്ടിയിട്ടാ, അവൻ സൗകര്യത്തിന് വേണ്ടിയല്ല. അങ്ങനെ ചെയ്യുമെന്നതാണ്. അങ്ങനെ ഈ മുഹറമാത്തുള്ള ഇഹ്റാമൊക്കെ പഠിച്ച് നമ്മളിങ്ങനെ വിമാനത്തിൽ പോയി, വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം വരുമ്പോൾ ഒരു റിഫ്രഷിംഗ് ടിഷ്യൂ എന്നൊരു സാധനം ഉണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് മുഖം തുറക്കുന്ന സാധനം, അതിമേ നല്ല ഓയിൽ ഉണ്ടാവും, എണ്ണ, രണ്ട് സുഗന്ധം ഉണ്ടാവും. എണ്ണയുണ്ട്, ഓയിലുണ്ട്, രണ്ടും പറ്റൂല. പിന്നെ ബിരിയാണിയൊക്കെ തിന്നുമ്പോൾ ശ്രദ്ധിച്ചോണ്ടി, ഈ താടി രോമത്തുമല്ലൊന്നും എണ്ണ ആകാൻ പറ്റൂല. ആ ബിരിയാണിമൊക്കൊന്നും കൊടുക്കണ്ട, ബിരിയാണി താടിക്കൊന്നും കൊടുക്കണ്ട. അത് ശരിക്കും ഭക്ഷണം ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി. വിമാനത്തിലെ ഭക്ഷണം ശരിക്കും കഴിക്കണം. കഴിക്കാതിരുന്നാൽ 5 മണിക്കൂർ യാത്രയാണ്. വീട്ടിൽ നിന്ന് പോലും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ആദ്യത്തെ യാത്രയല്ലേ, എയർപോർട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല, വിമാനത്തും കഴിക്കാൻ
കഴിക്കാതിരുന്നാൽ ജിദ്ദയിൽ എത്തുമ്പോഴേക്കും ഹജ്ജ് മക്ബൂലായിട്ടുണ്ടാവും. പിന്നെ ഒരു മൂലക്കലായിരിക്കും. അവിടെ നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. വിമാനത്തിൽ കയറിയിട്ട് ഇത് കൊണ്ടുവരുമ്പോ ഇത് ബിരിയാണി മക്കളെ ആ പെൺകുട്ടികളോട് ചോദിക്കും വിമാനത്തിൽ മക്കളെ 2 ലക്ഷം കഞ്ഞിനാളും കിട്ടുമോ? അത് ഐറ്റം കൊണ്ട് തിരിയില്ല. കഞ്ഞിനാളം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് കിട്ടി MCCന്റെ കഞ്ഞി വെച്ച് കൊടുക്കും. ഒന്നും തിന്നാതെ വന്ന ആൾക്കാർ ഞാൻ നേരെ കണ്ടിട്ട് KMC സ്വീകരിക്കുക. അവര് നല്ല ഒരു പാത്രത്തിൽ ചെറിയ പാത്രത്തിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് കഞ്ഞി കൊടുത്തു. സ്പൂൺ ഒരൊറ്റ ഏറിട്ട് വലിച്ചാണ് കുടിച്ചു സുഖമായിട്ട്. കാരണം ആ സ്പൂണൊന്നും ഒക്കെ നേരില്ല. കാരണം ആകെ കുഴന്നിട്ടുണ്ട്. ഇവിടെ വിമാനത്തിലെ ഭക്ഷണം തിന്നിട്ടില്ല, പട്ടിണി കിടന്ന് വരികയാണ്. ഒന്ന് പഠിക്കണം വിദേശയാത്ര. ഇതിൽ കുറച്ച് ട്രെയിനർമാർ പറഞ്ഞിട്ടുണ്ടാവും യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാൻ പഠിക്കണം. ചിലർക്ക് അത് ഉപയോഗം ഉണ്ടാവില്ല. എന്നിട്ട് അവിടെ ചെന്ന് അയിമ കയറിയിട്ട് മൂക്കുത്തി വീണ് അപ്പൊ തന്നെ ഹജ്ജ് മക്ബൂലും മബ്റൂറും രണ്ടും ഒപ്പാവും. പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന പോലെ ഒന്ന് നടന്ന് പഠിക്കണം. ശരിക്ക് നടക്കാൻ പ്രയാസമുള്ള ആൾക്കാർ അതൊക്കെ ട്രെയിനർമാർ പറഞ്ഞുതരും. കുറച്ച് കാര്യങ്ങൾ ഇതിന് മുൻകൂട്ടി പഠിക്കാണ്ട് അള്ളാഹു പ്രായോഗിക രൂപത്തിൽ നമുക്ക് ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ നമ്മളിങ്ങനെ പോവാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിമാനത്തിലാണ്. ഇപ്പൊ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ഇറങ്ങി ഇഹ്റാം ചെയ്ത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മൾ കയറി വിമാനത്തിൽ ഇങ്ങനെ പോവാണ്. ഇഹ്റാമിൽ ഹറാമായ 10 കാര്യം പഠിച്ചു. അതിന്റെ നിബന്ധനകളൊക്കെ പഠിച്ച് നമ്മളിങ്ങനെ വിമാനത്തിൽ മക്കത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ വിമാനത്തിൽ ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. എന്നിട്ട് നമ്മുടെ റാഹത്തായി ജിദ്ദ ഹജ്ജ് ടെർമിനൽ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ ടെർമിനലിൽ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ വിമാനം 5:30 മണിയാവുമ്പോൾ നിലംതൊടും. യാതൊരു പ്രയാസവുമില്ലാതെ വിമാനയാത്ര നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആദ്യമായിട്ട് വിമാനത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ അപ്പോഴൊക്കെ നമ്മൾ തെൽബിയത്താ ചെല്ലേണ്ടത്. വിഷമല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇരുന്നോളി അള്ളാഹു ഇതുപോലെ മക്കത്ത് ചെന്ന് തെൽബിയത്തിലാൻ തൗഫീക്ക് നൽകട്ടെ. നല്ലോണം വെറുതെ ഉഷാറെ കയ്യും കാലൊക്കെ ഇളക്കിയിട്ടിരുന്നോളി. കുറെ നേരം ഇങ്ങനെ ഇരിക്കല്ലേ, ഒരു മരവിപ്പുണ്ടാവും. ഒന്നൊന്ന് ഉഷാറായിട്ടൊന്ന് ഇരിക്കുക, അങ്ങനെ ശരിയാവുള്ളൂ. അതിന്റെ ഇടയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ളത് മാത്രം നീച്ചു പോയാൽ മതി. ബാങ്ക് കൊടുത്താലും നീക്കണ്ട. ബാങ്ക് കൊടുത്ത് ഞാൻ സമയം പറയും, അപ്പൊ നീച്ചാൽ മതി. ഏതായാലും നമ്മളിതിൽ ഒരുങ്ങിയതല്ലേ. പടച്ചവൻ പരിപൂർണമായ പ്രതിഫലം നമുക്ക് നൽകട്ടെ. കാരണം ഇല്ലെങ്കിൽ പിന്നെ നാളെ ഇത് തീർക്കാൻ കുറെ സമയമാവും. നാളെ ദുആക്കുള്ളതാ. നാളെയാണ് പ്രധാന വിഷയം. കാരണം ഈ കഅബ കാണിക്കാനുണ്ട്, ഒരുപാട് സംഗതികൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു തരാണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിപ്പോ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഇഹ്റാം ചെയ്ത് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ ടെർമിനലിൽ ഇറങ്ങി. കിങ് അബ്ദുൽ അസീസ് ടെർമിനൽ എന്ന് പറഞ്ഞാല് ടെർമിനലിന്റെ പ്രത്യേക ഭാഗത്ത് അങ്ങ് പോവുക. ടെർമിനലിന്റെ പ്രത്യേക ഭാഗം ഹജ്ജ് 150 ഏക്കറിൽ 210 കൂടാരങ്ങളാണ്. 150 ഏക്കറിൽ 210 കൂടാരം. അതാണ് ഹജ്ജ് ടെർമിനൽ. അവിടെ നമ്മൾ ശരിക്കും എമിഗ്രേഷന് ക്യൂ നിൽക്കുക. ഇറങ്ങിക്കഴിഞ്ഞാൽ വേഗം ബാത്റൂമിനകത്ത് പോയി ഫ്രഷായി വന്ന് എമിഗ്രേഷന് വേണ്ടി ക്യൂ നിൽക്കുക. എന്നിട്ട് അവിടെ നിന്നതിന് ശേഷം നമ്മൾ എമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കി നേരെ നമ്മളെ ലഗേജ് കളക്ട് ചെയ്യുക. ലഗേജ് കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അള്ളാഹ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യന്റെ ഫ്ലാഗ് വെച്ച സ്ഥലത്ത് നമ്മളെ വളണ്ടിയർമാരുണ്ടാവും. അവർ നിങ്ങളെ സ്വീകരിക്കും. അവർ നിങ്ങളെ സ്വീകരിച്ചൊരു സ്ഥലത്ത് ഇരുത്തിയിട്ട് നിങ്ങളെ പാസ്പോർട്ട് വാങ്ങും. പാസ്പോർട്ട് വാങ്ങിയിട്ട് ബസ് അറേഞ്ച് ചെയ്യും, മുത്തൈഫൻ അറേഞ്ച് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി ആ ബസ്സിൽ നിങ്ങളെയും നിങ്ങളുടെ ലഗേജും കയറ്റി നിങ്ങളെ മക്കത്തേക്ക് വിടും. ഞാനപ്പത് പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട്. ചുരുങ്ങിയത് 4 മണിക്കൂറാവട്ടോ. ചുരുങ്ങിയത് 4 മണിക്കൂർ. അപ്പൊ 4 വിമാനമൊക്കെ ഇറങ്ങും. എല്ലാവരും കൈകാര്യം ചെയ്യണ്ടേ. അപ്പൊ കുറച്ചേരം ക്ഷമിച്ചിരിക്കണം. എന്തൊക്കെ വേണമെന്നറിയോ? നിങ്ങളവിടെ ഇറങ്ങിയാല് കൺവെയർ ബെൽറ്റിൽ നിങ്ങളെ വിമാനത്തിന്റെ ലഗേജ് വരണം. ഓരോരുത്തരുടെ കയ്യിന്റെ പ്രിന്റ് എടുക്കണം, കണ്ണിന്റെ പ്രിന്റ് എടുക്കണം. കയ്യും കണ്ണും പ്രിന്റ് എടുക്കാൻ തന്നെ ഒരുപാട് നേരമാവും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ലഗേജ് തെരഞ്ഞെടുക്കണം. എന്നിട്ട് ട്രോളിമ വെക്കണം. എന്നിട്ട് ഉരുട്ടിയിട്ട് പുറത്തിറക്കണം. പുറത്തിറക്കിയിട്ട് എന്ത് ചെയ്യണം? അത് കൊണ്ടുപോയിട്ട് നമ്മുടെ ആ ഇന്ത്യന്റെ ഫ്ലാഗ് വെച്ച് അവിടെ എത്തണം. പാസ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഫ്ലൈറ്റിന് വന്ന ഇന്ത്യൻ രാജ്യമാരെ മുഴുവൻ പാസ്പോർട്ട് ശേഖരിച്ചിട്ട് മുത്തൈഫിന് മെസ്സേജ് കൊടുക്കണം. മെസ്സേജ് കൊടുത്തിട്ട് മുത്തൈഫിന്റെ ആൾ ഇവിടെ ഏറ്റെടുത്തിട്ട് ഒരു ബസ് വിളിച്ചിട്ട് ബസ്സിൽ 50 ആക്കിയിട്ട് കയറ്റിയിട്ട് നിങ്ങളെ ലഗേജ് ഒക്കെ അതാത് ആൾക്കാർക്ക് കയറ്റിയിട്ട് മക്കത്തേക്ക് വിടണം. ആ നിങ്ങളെ മൊത്തം ലിസ്റ്റ് അവിടുന്ന് പ്രിന്റ് ചെയ്ത് ആ പ്രിന്റ് ചെയ്ത ലിസ്റ്റ് ഈ ഡ്രൈവറെ കയ്യിൽ കൊടുക്കണം. ജിദ്ദ എയർപോർട്ടിൽ പാസ്പോർട്ടാണ് കൊടുത്താൽ നിങ്ങളെ പണി കഴിഞ്ഞു. പിന്നെ പോരുമ്പോഴേ പാസ്പോർട്ട് കിട്ടുള്ളൂ. ജിദ്ദ എയർപോർട്ടിൽ ആ പാസ്പോർട്ടാണ് കൊടുക്കും. നിങ്ങൾ ജിദ്ദ വരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പാസ്പോർട്ട് കിട്ടും. ജിദ്ദ എയർപോർട്ടിൽ പാസ്പോർട്ട് കൊടുക്കും. കഴിഞ്ഞു. പിന്നെ പാസ്പോർട്ടുകൾ കൊണ്ടുനടക്കണ്ട. പാസ്പോർട്ട് ജിദ്ദ എയർപോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോരുന്ന സമയത്ത് മുത്തൈഫിന്റെ ഓഫീസിൽ നിന്ന് കിട്ടുള്ളൂ. ജിദ്ദയിൽ കൊടുത്താൽ പാസ്പോർട്ടിന്റെ ഉത്തരവാദിത്തം ഫുള്ള് മുത്തൈഫിനാണ്. ആ പാസ്പോർട്ടാണ് കൊടുത്താൽ പിന്നെ നമ്മുടെ പാസ്പോർട്ടൊന്നും കയ്യിലുണ്ടാവില്ല. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നവരോട് പാസ്പോർട്ട് വാങ്ങും. അപ്പൊ അതുവരെ നിങ്ങൾ പാസ്പോർട്ട് ഫ്ലൈറ്റിൽ സൂക്ഷിക്കണം. ഫ്ലൈറ്റിന് മുമ്പിൽ വെച്ച് പോകരുത്, എവിടെയും വെച്ച് മറക്കരുത്. പാസ്പോർട്ട് മറന്നാൽ സംഗതി അപകടമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അള്ളാഹു നമുക്ക് ഓർമ്മശക്തി പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ നമ്മളിപ്പോ മക്കത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ ജിദ്ദയിലേക്ക് പോവാണ്.
ജിദ്ദയിൽ ഉസ്മാൻ ഇതൊന്ന് ഉസ്മാൻ വിളിച്ചോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യണോ. ആ മക്കത്തിറങ്ങിയിട്ട് ഞാൻ ഇതുവരെ ആ ഇഹ്റാമിന്റെയും ഈ വിഷയങ്ങളും ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ ഞാൻ സ്ക്രീനിൽ കണക്ട് ചെയ്തരാം. സ്ക്രീൻ ഇപ്പൊ കണക്ട് ചെയ്യും. ഇത് ഓൺ ചെയ്തിട്ട് ഇപ്പൊ കണക്ട് ചെയ്താൽ 2 മിനിറ്റ് ഉണ്ട്. ശ്രദ്ധിച്ചോ, അത് പ്രായോഗികമായി ചില കാര്യങ്ങൾ കാണുമ്പോഴേ ബോധ്യമാവും. വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കണം. ഇനി ശ്രദ്ധിച്ചോളൂ. നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നു. ശ്രദ്ധിച്ചോളൂ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. അന്നപ്പോൾ പ്രത്യേകം വിമാനം കയറുന്നു. സൗദിയിലേക്ക് നമ്മൾ വിമാനത്തിൽ പുറപ്പെടുകയാണ്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. വിമാനത്തിൽ നമ്മൾ പുറപ്പെടുന്നു. കാണില്ല ആ സ്ത്രീ ഒന്ന് തിരിച്ചു തുടർന്ന് നിബന്ധ ചെയ്യാ. കണക്ഷൻ ശരിയല്ല. ശബ്ദം ഉണ്ടാക്കേണ്ട അവർക്കുണ്ടാവും. ചെറിയ സാങ്കേതിക വിദ്യയിൽ ഇവിടെ എനിക്ക് ക്ലിയർ ആണ്. അവരെ കണക്ഷൻ ശരിയാവും. 15 ആളുകൾ കൂടിയതുകൊണ്ടാണ് ഇനി ഒരു കാര്യം ചെയ്യാൻ പരമാവധി വേണമെങ്കിൽ കാണാൻ കരുതിയിരിക്കുന്നത് വെച്ച് ബാക്കില്ലേ. കാരണം പൊന്നുശ്ശേരി ഒന്ന് കുറച്ച് നമ്മുടെ ആൾക്ക് കുറച്ച് തുടങ്ങി കാണും. എന്നെ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപേനെ കുറിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മനസ്സിലാവും. ശ്രദ്ധിച്ചോ, ഇതാണ് ഇഹ്റാം ചെയ്യുന്ന രീതി. ഇഹ്റാമിന്റെ രീതി കണ്ടോ? ഇങ്ങനെയാണ് പുരുഷന്മാർ ഇഹ്റാം ചെയ്യേണ്ടത്. ഇതാണ് ഇസാർ, അരയുടുപ്പും ബെൽറ്റും ഒക്കെ കെട്ടി റെഡിയായിട്ട് നിൽക്കുന്ന രംഗാണ്. ഇത് കണ്ടോ? ഇങ്ങനത്തെ ബെൽറ്റ് കെട്ടാം. ഇഹ്റാം ബെൽറ്റ് ആണത്. ഇങ്ങനത്തെ ബെൽറ്റ് ഒന്ന് കിട്ടിയെങ്കിൽ നിങ്ങളെ കയ്യിൽ കീസൊന്നുമില്ല. ഇങ്ങനെയെങ്കിലും ഇനി ചെയ്യാം. ഇപ്പൊ അങ്ങനെ പുരുഷൻ ഉണ്ടാവും. ശരിയാവും. ഈ ഒരു ഇഹ്റാം മുഖവും മുൻകൈയും ഒഴിവാണ്. മുഖം മറച്ചിട്ടില്ല, മുൻകൈന് ഓറയിട്ടില്ല. അതാണ് സ്ത്രീയുടെ രൂപം ശരിക്കുന്നത്. ഇങ്ങനെ ഇഹ്റാം വിഷയത്തില്ലേ. നെക്സ്റ്റ് ഇതാണ്ടോ, ശ്രദ്ധിച്ചോ. നമ്മൾ അത് കഴിഞ്ഞ് വിമാനത്തിലേക്ക് കയറുന്ന അതിന്റെ പ്രൊസീജിയറാണ്. വിമാനത്തിലേക്ക് നമ്മൾ കയറാണ്. വിമാനം കയറി കഴിഞ്ഞാൽ ഇനി ഈ വിമാനം കയറി വിമാനത്തിലുള്ള ബാത്റൂം ഒക്കെ വളരെ ചെറുതായിരിക്കും. വെള്ളമൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കാൻ പാടും. മുഖത്തിൽ മൊത്തം എല്ലാവരും ഇരിക്കുന്ന സീറ്റ് ഇങ്ങനെ. ഇതില് നിങ്ങളുടെ ബോർഡിംഗ് പാസിന്മേൽ ഒരു സീറ്റ് നമ്പർ ഇട്ടുണ്ടാവും. ആ ബോർഡിംഗ് പാസിന്മേൽ ഇട്ട സീറ്റ് നമ്പർ അനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഈ രീതിയിൽ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം വേറെ ആളെ സീറ്റ് കയ്യേറണ്ട. അവനാന്റെ അവകാശങ്ങൾ കൃത്യമായി വാങ്ങാം. മറ്റുള്ളവന്റെ അവകാശം നമ്മൾ തട്ടിയെടുക്കണ്ട. സർക്കാർ പോകുന്ന രാജ്യവർക്ക് ചിലപ്പോൾ സീറ്റ് ഇത് നമ്മൾ പ്രൈവറ്റ് അങ്ങനെ തന്നെ. അതായത് മൊത്തം പോകുമ്പോൾ സീറ്റ് നമ്പർ ഇടാതെ ഒന്നിച്ചാണ് കയറ്റും. അപ്പൊ സൗകര്യം ഇരുന്നുകൊണ്ട് ആണ് കുഴപ്പമില്ല. ഇത് വിമാനത്തിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്ന സീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ മാറ്റ് വിരിച്ച് നമ്മളൊക്കെ നിന്ന് തന്നെ നിസ്കരിക്കലുണ്ട്.
പറ്റിക്കൊള്ളുന്നില്ല. ഒന്ന് നിസ്കരിക്കുള്ളൂ അങ്ങനെ ചെയ്യാം. എല്ലാവർക്കും പറ്റില്ല. ഒരു 4 ആൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. 4 പേർക്ക് മാത്രം നിസ്കരിക്കാം. സൗദി എയർലൈൻസിൽ മാത്രം, വേറെ എയർലൈൻസിലൊന്നും അതില്ല. ഇത് നമ്മുടെ വിമാനം ഇറങ്ങി ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ബസ്സിൽ ഇറക്കിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകും. വരിയായിട്ട് പോവാ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഹാജിമാർക്കും പ്രത്യേക സ്ഥലം ഉണ്ടാവും. ഒന്നൊന്നല്ല, നിരവധി. അതുപോലെ ബാത്റൂം ഇഷ്ടംപോലെ ഉണ്ടാവും. ഒരു പേടിയും പേടിക്കണ്ട. സാധാരണ എയർപോർട്ടിൽ ഉള്ളതിന്റെ ഒരു 10 ഇരട്ടി സൗകര്യം അവിടെ ഉണ്ടാവും. എങ്ങനെ? ഈ നിസ്കരിക്കാനും ബാത്റൂം പോകാനും. വേറെള്ളൊക്കെ ഇല്ല. ബാക്കി വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വിശാലമായ നിസ്കാര സൗകര്യവും ബാത്റൂമും ഉണ്ടാവും. അതിനാണ് നെക്സ്റ്റ് ഉണ്ടാവും. അതിന്റെ അടുത്തത് ഇതാണ് ടെർമിനലിന്റെ ഉള്ളിൽ ആൾക്കാർ പടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ടെർമിനൽ ഇങ്ങനെയാണ്. അത് ടെർമിനലിന്റെ ഉള്ളിൽ ആൾക്കാർക്ക് ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് വന്നിരിക്കും. ഒരു പാസ്പോർട്ടൊക്കെ കൊടുത്ത് ബസ് കാത്തിരിക്കുകയാണ്. ഇനി ബസ്സിന്റെ ആള് വന്ന് വിളിക്കുമ്പോൾ അവർ പോകും. അങ്ങനെയാണ് അവർ ചെയ്യുക. നമ്മളാൾക്കാർ ഇങ്ങനെ തിരക്കൂട്ടിക്കൊണ്ടി കണ്ട ബാഗൊക്കെ വെച്ചിരിക്കുന്നവര് അവര് ആ ബാഗൊക്കെ വെച്ചാൽ നിങ്ങളെ കയ്യിൽ ഈ ബാഗ് ഉണ്ടാവില്ല. ഇത് തിരിച്ചു പോരുമ്പോൾ ഇറങ്ങാൻ. അതേ സമയത്ത് പോകുമ്പോൾ നിങ്ങൾ ഇത്ര വലിയ ബാഗ് എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഹാൻഡ് ബാഗ് നിങ്ങളെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ബാക്കി ലഗേജ് പോയിട്ടുണ്ടാവും. നെക്സ്റ്റ് ടെർമിനലാണിത്. ടെർമിനൽ ആൾക്കാർ ഇങ്ങനെ ബസ് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ സുഖമായിട്ടിരിക്കുക. AC ആയിരിക്കും. ഫുൾ AC ആണ്. എയർ കണ്ടീഷനിൽ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ക്ഷമയോടെ ഇരിക്കുക. 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് എമിഗ്രേഷന് ക്യൂ നിൽക്കുകയാണ്. ഇത് ആ ടെർമിനലിലേക്ക് കടന്നു കഴിഞ്ഞാൽ എമിഗ്രേഷന് ക്യൂ നിൽക്കുകയാണ്. എമിഗ്രേഷന് ക്യൂ നിന്നിട്ട് എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് ടെർമിനലിലേക്ക് കിടക്കുക. അത് ആദ്യം വരേണ്ടതാണ്. ഈ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് നേരെ ആ ടെർമിനലിലേക്ക് കിടക്കുക. നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി ആദ്യം ചെയ്യുന്ന പണി കണ്ണിന്റെയും കയ്യിന്റെയും പ്രിന്റ് ഇവിടെ എടുക്കും. കണ്ണിന്റെ പ്രിന്റ് കൊടുക്കും, കയ്യിന്റെ പ്രിന്റ് കൊടുക്കും. നെക്സ്റ്റ് ഇമിഗ്രേഷൻ ആൾക്കാർ ക്യൂ നിൽക്കുന്ന രംഗാണ്. ഇങ്ങനെ ഒന്നിച്ച് ക്യൂ നിൽക്കും. ഈ ക്യൂ ഇങ്ങനെ നിന്നിട്ടാണ്. ഇതല്ലത് ബസ് കയറാൻ ക്യൂ നിൽക്കുകയാണ്. ക്യൂ ഫോർ ബസ്. ബസ്സിനുള്ള ക്യൂ ആണത്. ഇങ്ങനെ നിന്നിട്ടാ ബസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ബസ് കയറുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ പറഞ്ഞാൽ സ്കൂളിലെ കുട്ടികളെ ടൂർ കൊണ്ടായ ക്യൂ നിൽക്കുന്നവർ ഇങ്ങനെ നിന്ന് കൊടുക്കണം. ബസ്സിക്കാണാ പോണത്. അങ്ങനെ ബസ്സിക്കാണ് കയറും. കണ്ടോ? ഇത് എമിഗ്രേഷൻ ക്യൂ ആണ്. എമിഗ്രേഷൻ ക്യൂ ഇങ്ങനെ നിൽക്കണം. ഇതുണ്ട് ബസ്. ഈ ബസ്സുകളിൽ നിന്ന് ഏതെങ്കിലും ബസ് വരും. ബസ് അവിടെ പാർക്ക് ചെയ്തിരിക്കണതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബസ് അവർ വിളിച്ചു വരുത്തും. നിങ്ങൾ നമ്പർ ഇട്ട് ആ ബസ്സിന്റെ ഡ്രൈവറെ കയ്യിൽ നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ ഡ്രൈവറെ പേര്, ഡ്രൈവറെ ID കാർഡ്, ബസ്സിന്റെ നമ്പർ, ബസ്സിന്റെ നമ്പർ രേഖപ്പെട്ട ഒരുപാട് സമയത്ത് കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാമാ. 25 ലക്ഷം ആൾക്കാരെ പാസ്പോർട്ട് ഒരുപോലെ വാങ്ങി ഒരുപോലെ തിരിച്ചു കൊടുക്കണം. ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അത് ബസ്സിനടുത്ത് ബസ്സിനുമായി ബസ്സിന്റെ ഉള്ളിൽ എത്തിക്കട്ടെ. ഇതാണ് ഇവിടെ നിർത്തില്ല. ഇവിടേക്ക് എത്തുന്നതിന്റെ 3 കിലോമീറ്റർ മുമ്പ് ഹറം ആരംഭിക്കും. ഇവിടേക്ക് എത്തുന്നതിന്റെ ഇത് ആൾക്കാരെ വിചാരം ഇത് മക്കന്റെ ഹറമിന്റെ അതിർത്തി എന്നല്ല. ഇത് മക്കേന്റെ ബൗണ്ടറിയാ. ഇതിന്റെയും കുറെ മുമ്പ് ഹറം ആരംഭിക്കും. ആ ഹറമിന്റെ ഒരു അടയാളം അടുത്തതിലുണ്ട്. അത് അവിടെ ഇതുപോലെ അല്ലെങ്കിലും നല്ലതാ. വിദായത്ത് ഹദ്ദുൽ ഹറം എന്നൊരു അടയാളം. ഇത് മദീനയിലുള്ളതാണ്. മക്കയിൽ ഇതുപോലത്തെ നല്ലൊരു ബോർഡ് വെച്ച് ഇപ്പോ അവാർഡുകൾ കുറിച്ച് വാങ്ങി വിളിച്ചോട്ടെ.
ഇലാഹ ഇല്ലല്ലാഹ് മർബാദി ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അല്പസമയം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ജമാഅത്തായിട്ട് ഒന്നിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള വേദന തിരക്കൂട്ടണ്ട. തിരക്ക് ദിവസം ഇവിടെ ആകെ ഒരിക്കൽ ചെയ്യാൻ പോകുന്ന പുണ്യപ്പെട്ട അമലാണ് അല്ലാഹു ഇത് മഖ്ബൂലും മുബറൂമാ. എനിക്ക് തിരക്ക് അൽ അജലത്തുമിനെ ഷെയ്ത്താൻ തിരക്കൂട്ടിന് ഷെയ്ത്താന്റെ പണിയെന്ന് 5 സംഗതിക്ക് തിരക്കൂട്ടാൻ പാടുള്ളൂ എന്നാ. അൽ അജലത്തുമിനെ ഷെയ്ത്താൻ തിരക്ക് കൂട്ടൽ ഷെയ്ത്താന്റെ പണിയിൽപ്പെട്ടതാണ്. എന്നാൽ അൽ അജലത്ത് സുന്നത്തുൻ ഫി ഹംസത്തി മവാദിഅ 5 സ്ഥലത്ത് തിരക്കൂട്ടൽ സുന്നത്താണ്. ഞാൻ പിന്നീട് പറഞ്ഞുതരുന്നുണ്ട്, നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഇപ്പലേക്ക് പോകുന്നത് 5 സ്ഥലവും ഞാൻ പറഞ്ഞുതരാം. 5 സംഗതിക്കേ തിരക്കൂട്ടാൻ പാടുള്ളൂ, ഒന്നിന് വേറൊന്നും തിരക്കൂട്ടാൻ പാടില്ല എന്ന് ശ്രദ്ധിച്ചോളൂ. ഒരാൾ ചോദിക്കുന്ന മരണപ്പെട്ട ഭാര്യക്ക് ഹജ്ജ് ചെയ്യാനുള്ള വ്യവസ്ഥ എന്തല്ല? ഒന്നുമില്ല. മരണപ്പെട്ട ഭാര്യ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ പകരം ഭർത്താവിന് ചെയ്യാം, അവരെ മക്കൾക്ക് ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷേ മരണപ്പെട്ട ആള് വസിയത്ത് ചെയ്തിട്ടാണ് മരിച്ചെങ്കിൽ ഹജ്ജ് ചെയ്തു എന്നിട്ട് പിന്നെ മരിക്കുമെന്ന് വസിയത്ത് കൂടി അപ്പം നമുക്ക് ചെയ്യാം. ചെയ്തിട്ടില്ലെങ്കിൽ ഏതായാലും ചെയ്യണം, ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട. വസിയത്തിന്റെയും മരിച്ചാൽ ചെയ്ത ആൾക്കും ചെയ്യണം. പിന്നെ ഇഫാദത്തിന്റെ തവാഫ് എന്താണ് ഇഫാദത്തിന്റെ? ഞാൻ ആ സമയമാകുമ്പോൾ പറഞ്ഞാൽ പോലെ വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞാൽ പോലെ. ശരിക്കും പറഞ്ഞുതരാം എന്താ ഇഫാദന ഫൈദ അഫൽത്തും മിൻ അറഫാത്തിൻ എന്നിട്ട് അറഫീന്ന് ഒഴുകാ പറഞ്ഞുതരാം. എപ്പോഴും അതിന്റെ സമയമൊക്കെ വിശദീകരിച്ചരാം. നിങ്ങളിപ്പോ ഇവിടെ നിൽക്കി എന്തെങ്കിലും ക്ലിയർ ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ വിഷയത്തിൽ അങ്ങനെ വസ്ത്രത്തിലൊക്കെ വല്ല സംശയം ചോദിച്ചു. പറഞ്ഞ വിഷയത്തിൽ എന്ത് സംശയിച്ചു പറഞ്ഞുതരാം. പറഞ്ഞ വിഷയം ചോദിക്കണം, കണ്ടിട്ടുണ്ടാവല്ലോ. ഇങ്ങനെ മക്കന്ന് പുറപ്പെടുമ്പോ ദേശം പോകുമ്പോൾ ഒരു 20 കിലോമീറ്റർ ബസ് ചെയ്താൽ ഒരു കാര്യം പ്രത്യേകം ഗവൺമെന്റ് രാജ്യമാര് ശ്രദ്ധിക്കണം. നമ്മൾ കേറുന്ന ബസ്സിൽ നമ്മുടെ ലഗേജ് കയറ്റുന്നുണ്ടോ? നമ്മൾ കേറുന്ന ബസ്സിൽ നമ്മുടെ ലഗേജ് കയറ്റുന്നുണ്ടെങ്കിൽ റെഡിയാ, ഇല്ലെങ്കിൽ പിന്നെ ലഗേജ് കിട്ടാനൊക്കെ വൈകും. എന്നിട്ട് നമ്മൾ നേരെ പുറപ്പെടുന്നു. ബസ്സിൽ കയറുമ്പോൾ ധിക്കരിച്ചില്ല, ബസ്സിൽ ഇരുന്നിട്ട് ധിക്കരിച്ചില്ല, നേരെ നമ്മളിങ്ങനെ പോവുകയാണ്. നേരെ പോയിട്ട് നമ്മൾ മക്കത്തെ അവസ്ഥ ആദ്യം ഹറമിന്റെ റൗണ്ടിലുള്ള ഇപ്പൊ കണ്ട നേരത്തെ മുസേബിന്റെ പോലുള്ളതല്ല, ആ മുസേബിന്റെ പോലുള്ള ക്രോസ് അടയാളങ്ങൾ കണ്ടു ജെൽസൈഡിൽ. അതിന്റെ മുമ്പേ ഒരു റൗണ്ട് സംഗതി, അതാണ് ഹറം. അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ കഴിയുമ്പോൾ ആ മുസേബിന്റെ അടയാളം, അത് മക്കന്റെ അതിർത്തിയാ. നേരത്തുള്ളത് ഹറമിന്റെ അതിർത്തിയാ. ഞാൻ പറഞ്ഞല്ലോ മക്കയാണ് ഹറമിനേക്കാൾ വലുത് എന്ന്. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ നേരെ ചെല്ലുമ്പോൾ മക്കത്തെ കെട്ടിടം കാണും. അപ്പൊ ഒരു ദിക്റുണ്ട്, മനാസിക് നോക്കുക. ഹറമിലേക്ക് കടക്കുമ്പോൾ ഒരു ദിക്റുണ്ട്, അത് ഈ ഹറമിന്റെ ആദ്യത്തെ ബൗണ്ടറി കടക്കുമ്പോൾ ആ ദിക്റ് ചെല്ലുക. ആ ദിക്റ് ചെല്ലിട്ട് നേരെ മക്കത്തെ കെട്ടിടം കണ്ടാ പടച്ചവനെ എന്റെ തടി നീ നരകത്തിന് ഹറാമാക്കണേ തമ്പുരാനെ. അങ്ങനെ നേരെ പരിശുദ്ധമായ ഹറമിലെ കെട്ടിടം കാണുമ്പോൾ ജീവിതത്തിൽ ചെറുപ്പം നാൾ മുതൽ നമ്മൾ കൊച്ചുകുട്ടിയാകുമ്പോൾ നിസ്കരിക്കുന്ന കാഴ്ച കണ്ട് ഉമ്മ നിസ്കരിക്കുന്നത്, ഉപ്പ നിസ്കരിക്കുന്നത്, പിന്നെ നമ്മൾ മദ്രസയിൽ പഠിച്ച് നിസ്കരിക്കാൻ പ്രായമായപ്പോ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കിട്ടും മുമ്പ് മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അലിൽ കഅബത്തി, ജീവിതത്തിൽ ചെറുപ്പം മുതലേ പറഞ്ഞു വന്ന കഅബയെ കാണാൻ പോവുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അപാരമായ അനുഗ്രഹമാണ്. അതിന്റെ മുമ്പ് നമ്മൾ റൂമിലെത്തുന്നു. നമ്മുടെ റൂമിലെത്തും മുമ്പ് 2 സ്റ്റോപ്പിൽ നിൽക്കും. ഒന്നെവിടെ? ഒന്ന് ഇസ്തിഖ്ബാലുൽ ഹുജ്ജാജ്, ഹാജിമാരെ സ്വീകരിക്കുന്ന ഒരു കവാടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുന്നാണ് ഹാജിമാരെ ഡൈവേർട്ട് ചെയ്യുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഹാജിമാരൊക്കെ വരുന്നത് കിങ് അബ്ദുല്ലസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവർ എയർപോർട്ടിൽ നിന്ന് ബസ് കയറ്റാൻ ഇവിടെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചുമതല. ഇനി അവരെങ്ങട്ടാ പോകേണ്ടത് തീരുമാനിക്കേണ്ടത് ഒരു ഓഫീസുണ്ട്, അതാണ് ഇസ്തിഖ്ബാലുൽ ഹുജ്ജാജ്. ഇസ്തിഖ്ബാലുൽ ഹുജ്ജാജിൽ നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഇന്ന ഹാജിന്റെ ഇത്ര ആൾ വരുന്നുണ്ട്. നിങ്ങൾ ഏത് മുത്തൈഫിന്റെ ആളാണോ ആ മുത്തൈഫിന്റെ ഓഫീസിൽ കയറുന്ന കുട്ടിക്കറിയാം, ഡ്രൈവർ ആ കുട്ടി കയറിയിട്ട് അവൻ നേരെ മുത്തൈഫിന്റെ ഓഫീസ് കണക്കൊണ്ട് 2ാം സ്റ്റോപ്പ് മുത്തൈഫിന്റെ ഓഫീസിലെത്തും. കണക്കിന് സംഖ്യ മുത്തൈഫിന്റെ ഓഫീസ് മുത്തറിയാൻ താമസ സ്ഥലത്തേക്ക് മുത്തൈഫ് പണിക്കാരെ കയറ്റിത്തരും ലഗേജ് ഇറക്കാൻ. മുത്തൈഫിന്റെ ഉദ്യോഗസ്ഥർ ഒരാളും കയറും, അവര് നേരങ്ങളെ റൂമിൽ കൊണ്ടാക്കും, സാധനം അവരിറക്കി തരും, ഒക്കെ റെഡിയാക്കി റൂമിലാണ് റെഡിയാക്കി തരും. അപ്പൊ റൂമിൽ ബാത്റൂമിന് കുറ്റില്ല, കാര്യപ്പെടാൻ വേണ്ടി അപ്പം തന്നെ കോൺസുലേറ്റിക്കോ അല്ലെങ്കിൽ മിനിസ്ട്രിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അത്രയൊക്കെ മതി. ആകെ 40 ദിവസം ഉണ്ടാവും, അതിൽ 8 ദിവസം മദീനത്താ, യാത്രയും കൂട്ടി 10 ദിവസം, ബാക്കി 89 ദിവസം മിനിയിലോ അറഫിയിലോ. പിന്നെ ഇവിടെ എവിടെ സമയമുള്ളത്? ഉള്ള നേരം കൊണ്ട് വല്ല തവാഫും കിട്ടിയാൽ അത് കിട്ടി. അള്ളാഹു നമുക്ക് അമല് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ലക്ഷണം ഉണ്ടാവും. ഇതാണ് ഗവൺമെന്റ്
പ്രൊസീജിയർ. 30 ആൾക്കൊരു കിച്ചൺ, 12 ആൾക്കൊരു ബാത്റൂം. അത് ചിലപ്പോൾ 10 ആൾക്കും 11 ആൾക്കൊക്കെ ആവും. 13ാമത്തെ ആളാവില്ല എന്ന് മാത്രം. ആ 8 ആൾക്കൊരു ഒരു ബാത്റൂം കിട്ടിയെന്ന് വരും, 4 ആൾക്കൊരു ബാത്റൂമും കിട്ടിയെന്ന് വരും. അതേ സമയത്തോ 30 ആൾക്കൊരു കിച്ചണേ ഉണ്ടാവുള്ളൂ. ഉംറക്ക് നിയ്യത്ത് ചെയ്ത് വന്ന ആൾക്കാരാണ് നമ്മുടെ റൂമിലെത്തി സാധനങ്ങളൊക്കെ വെച്ച് ഇഹ്റാമിലാന്ന് മനസ്സിലാക്കണം. ആ ഇഹ്റാമിൽ അപ്പം തന്നെ ഗവൺമെന്റിന്റെ കുറ്റം പറയാൻ നടക്കണ്ട, ഹജ്ജ് കമ്മിറ്റിന്റെ കുറ്റം പറയാൻ നടക്കണ്ട. എന്ത് റൂമാ അത്, പൈസ അടിച്ചിട്ട് കിട്ടിയതാണല്ലോ എന്നൊന്നും പറയണ്ട. അമല് ചെയ്യാനാ വന്നത്. ഒരിക്കൽ ഇത് നല്ല നിലക്കാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ. തവാഫ്, സഅയ്, മുടി മുറിക്കൽ, ഇഹ്റാം കഴിഞ്ഞു. ഇനി തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? തവാഫ് ചെയ്യണമെങ്കിൽ മസ്ജിദുൽ ഹറാമിലേക്ക് പോകണം. മസ്ജിദുൽ ഹറാമിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ റൂമിൽ നിന്ന് അസീസിയയിലാണെങ്കിൽ ബസ്സിൽ പോകണം. അസീസിയയിലാണെങ്കിൽ ബസ്സിൽ പോകണം. അതല്ല അസീസിയൽ അല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ കാറ്റഗറിയിലാണെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ വരെ വരും. 1500 മീറ്റർ കണക്ക്. 1.5 കിലോമീറ്ററിനുള്ളിൽ നടന്നിട്ട് പോകണം. നടന്നിട്ടാണെങ്കിലും ബസ്സിലാണെങ്കിലും ശരിക്കും നമ്മൾ ചെന്നു. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട 2 കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന്, എവിടെയാണ് നമ്മുടെ റൂം? കാരണം ഈ റൂമിൽ നിന്ന് തവാഫ് ചെയ്യാൻ പോയിട്ട് ഈ റൂമിൽ തന്നെ തിരിച്ചു വരണം. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്കാ പോണം. തിരിച്ചു വരണമെങ്കിൽ റൂം എവിടെയെന്ന് മനസ്സിലാക്കുക. റൂം ശരിക്കും ഐഡന്റിഫൈ ചെയ്യുക. അതിനെന്ത് ചെയ്യുക? റൂമിന്റെ പേര്, കെട്ടിടത്തിന്റെ നമ്പർ, അവിടുത്തെ ഫോൺ നമ്പർ, മുത്തൈഫിന്റെ നമ്പർ, പിന്നെ അതുപോലെ തന്നെ അവിടെ പോകുന്ന റോഡ്, നമ്മളെ ബസ്സിന്റെ നമ്പറൊക്കെ കൃത്യമായിട്ട് നോക്കുക. അങ്ങനെയൊക്കെ നോക്കി റെഡിയാക്കി ഒരു അടയാളമൊക്കെ വെച്ച് ഒരു ചെരുപ്പിന്റെ കീസൊക്കെ കയ്യിൽ പിടിച്ച്, ആണുങ്ങളൊക്കെ ശരിക്ക് ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ഒന്ന് കയറ്റി പിടിച്ച്, ആണുങ്ങൾക്ക് പൊക്കിൾ ഇങ്ങനെ കാണും, തുണിയെടുത്താൽ പൊക്കിൾ കണ്ടാൽ തവാഫ് ശരിയാവില്ല. നിസ്കാരം പോലെ തവാഫ് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ സോക്സ് ഇട്ട് നടക്കണം. സോക്സ് ഇട്ട് ചെരുപ്പിട്ട് നടക്കാൻ പഠിക്കാത്ത സ്ത്രീകളുണ്ടാവും. പെണ്ണുങ്ങൾക്ക് ചൂടാ. ചിലപ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾ ഇതുവരെ തവാഫ് ചെയ്യുമ്പോൾ ശരിക്കും സോക്സ് ഇടണം. സോക്സ് ഇട്ട് നടന്ന് പരിചയമില്ലാത്ത സ്ത്രീകൾ സോക്സ് ഇട്ട് ചെരുപ്പിട്ടാണ് ചെന്നാൽ മൂക്കുത്തി വീണിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് സോക്സ് കൈ പിടിച്ചിട്ട് പോയി എങ്ങനെ സോക്സ് ധരിച്ചുകൊണ്ട് പോകാൻ? തവാഫ് ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ സോക്സ് ഇടണം, ആണുങ്ങൾ സോക്സ് ഇടാൻ പറ്റൂല. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ ഹറമിന്റെ ഉള്ളില ആ പവിത്രത പാലിച്ചുകൊണ്ട് നേരെ മസ്ജിദുൽ ഹറാമിലേക്ക് നടന്നു പോവുക. മസ്ജിദുൽ ഹറാമിലേക്ക് നടന്നു പോകുമ്പോൾ മസ്ജിദുൽ ഹറാമിന്റെ വാതിൽക്കലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കേണ്ടത് ബാബു സലാമിൽ കൂടിയാണ്. അപ്പൊ ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വുളൂ വേണം. വുളൂ ഇല്ലാതെ ഇറങ്ങാൻ നിലനിർത്തിക്കുക. യാത്ര വന്നാൽ എന്താ? ഞങ്ങൾ ഹാജിമാരാ, പവിത്രതയുള്ള ആൾക്കാർ ഹജ്ജ് ചെയ്യാൻ കേട്ടോ. കാറ്റ് ഭൂമിയിലേക്ക് അടിച്ചു വീശും. എന്താണ് ആ കാറ്റിന്റെ ഡ്യൂട്ടി? തഹമുലുൽ അനീന വൽ ഇസ്തിഗ്ഫാറ വദ്ദുആ ഇലാ ഹദ്റത്തിൽ അസീസിൽ ജബ്ബാർ. അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ കരച്ചിൽ, അനീൻ, നിങ്ങളെ തേങ്ങല്, സങ്കടം. എത്രയോ മനുഷ്യന്മാർ ഭൂമിയിൽ രോഗം കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട്. അവരെ സങ്കടം, വൽ ഇസ്തിഗ്ഫാർ, നിങ്ങളെ പാപമോചനം, വദ്ദുആ, നിങ്ങളെ പ്രാർത്ഥന, ആ കാറ്റ് ചുമന്നു കൊണ്ടുപോകും. ഇലാ ഹദ്റത്തിൽ അസീസിൽ ജബ്ബാർ, അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് അത് ചുമന്നു കൊണ്ടുപോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് ആ സമയങ്ങളൊക്കെ കഴിയുമെങ്കിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ തഹജ്ജുദ് നിസ്കരിച്ച് പഠിക്കുന്ന നല്ല പതിവാക്കാത്തവർ നീ ഇടങ്ങേറാവണം എന്നല്ല ഞാൻ പറയുന്നത്. അത് ആരോഗ്യം നിലനിൽക്കാൻ ഏറ്റവും നല്ലതാണെന്ന് കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളിങ്ങനെ നടക്കുമ്പോഴേ നല്ല രംഗം ഉണ്ടാവുള്ളൂ. രോഗിയായ ഒരു മൂലക്ക് കിടന്നാൽ, മലമൂത്ര വിസർജനൊക്കെ ഒരു സ്ഥലത്തായാൽ നോക്കി നടത്തുന്ന ആൾക്കാർ വരെ ഒരു പരിധി വരെ അവസാനം പറയെന്താ, ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ മദീനുണ്ട്. അള്ളാഹു അങ്ങനത്തെ ഒരു നരകിച്ച കിടത്തം കിടത്താതിരിക്കട്ടെ. നല്ലോണം തോരുന്നോളി. അത് വലിയ സംഭവമാണ്. എത്രയോ ആൾക്കാർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനുഷ്യർ രോഗമാകുമ്പോൾ വരാണ്ട്. പടച്ചറബ് അത്തരം അർദലുൽ ഉമറിലെ അത്തരം അവസ്ഥയെ തൊട്ട് അള്ളാഹുവേ ഞങ്ങൾ നീ കാക്കണേ തമ്പുരാനെ.
നല്ലോണം ദൂരത്തോളി, വലിയ പ്രയാസമുള്ള കാര്യം. പഠിച്ചോ നമ്മളൊക്കെ കാവല് പ്രദാനം ചെയ്യട്ടെ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ കഅബയെ സമീപിക്കുകയാണ്. അസീസിയിലായിരിക്കും ചിലർ, അസീസിയ ഹറമാട്ടോ, അസീസിയ ഹറമാണ്, മിന ഹറമാണ്. അസീസിയ മാക്സിമം ഹറമിൽ നിന്ന് 8 കിലോമീറ്ററാണ്, 7 മുതൽ 8, ഹറമിൽ നിന്ന് 7 to 8 കിലോമീറ്റർ വരെ ഒരു അസീസിയ, അത് ഹറമാണ്. മിന ഹറമാണ്. മുസ്ദലിഫ ഹറമാണ്. അതേ സമയത്ത് അറഫ ഹറമല്ല. അറഫ ഹറമല്ല, അറഫ ഹറമിന്റെ പുറത്താണ്. അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അറഫയിൽ നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുക എന്താ? ഹറമല്ലാഞ്ഞിട്ട് പോലും മുസ്ലിം ഉമ്മത്തിന്റെ ഒത്തുകൂടലാണ്. ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമാണ്. എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ച്. ഹജ്ജിൽ ജനങ്ങൾ മുഴുവൻ ഒപ്പം ഉണ്ടാവുന്ന സ്ഥലം അറഫ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള തൊഴിൽ ഉണ്ടാവില്ല. അറഫ മാത്രം, ബാക്കിയൊക്കെ പല സമയത്ത് വന്നു. അറഫയിൽ ഒരേ സമയത്ത് മുഴുവൻ ഹാജിമാരുണ്ടാവും അറഫയുടെ സമയത്ത്. അതിന്റെ പ്രത്യേകതയാണ്, ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പൊ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കണം, ഒന്ന് റീവൈൻഡ് ചെയ്യണം പുറകോട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അദബൊക്കെ പാലിച്ച് 4-5 കാര്യം പാലിച്ച് വീട്ടിൽ നിന്ന് ചെല്ലാനൊക്കെ ചെല്ലി ഇറങ്ങി നെടുമ്പാശ്ശേരി എത്തി ഇഹ്റാം ചെയ്ത് വിമാനത്തിൽ കയറി ഇഹ്റാമിൽ ഹറാമായ കാര്യമൊക്കെ പഠിച്ച് തെൽബിയത്തൊക്കെ ചെല്ലി നേരെ മക്കത്തിറങ്ങി ജിദ്ദയിൽ ഇറങ്ങി നമ്മുടെ നടപടിക്രമം പൂർത്തിയാക്കി ബസ് കയറി നേരെ മക്കത്തെ റൂമിലെത്തി. റൂമിൽ നിന്ന് ഓതെടുത്ത് സോക്സൊക്കെ കൈ പിടിച്ചിട്ടോ കാൽമട്ടിട്ടോ, ആണുങ്ങൾ സോക്സ് ധരിക്കാൻ പാടില്ല, ഇഹ്റാമിൽ ഹറാമായ കാര്യമൊക്കെ ശ്രദ്ധിച്ച് നേരെ ബസ്സിലോ നടന്നിട്ടോ മസ്ജിദുൽ ഹറാമിലേക്ക് പോവാണ്. ഇനി നമ്മൾ മസ്ജിദുൽ ഹറാമിൽ ചെന്ന് തവാഫണ് തുടങ്ങിയാൽ പിന്നെ തെൽബിയത്ത് ഉണ്ടാവില്ല. അപ്പൊ ഒരു തെൽബിയത്ത് കൂടി നമുക്ക് ചെല്ലാം. ഇനി തെൽബിയത്ത് ഉണ്ടാവില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അങ്ങനെ നമ്മൾ പരിശുദ്ധ മക്കയെ നേരിടണം. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ കഅബ വെച്ചിട്ട് കുറച്ച് കാര്യം പഠിക്കാണ്. എന്താ പഠിക്കേണ്ടത്? ഒന്ന്, കഅബയുടെ തവാഫ് ചെയ്യണമെങ്കിൽ പഠിക്കാൻ ഒരുപാട് സംഗതി ഉണ്ട്. തവാഫ് എങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കഅബയെ കുറിച്ച് പഠിക്കണം, കഅബന്റെ വാതിലിനെ കുറിച്ച് പഠിക്കണം, കഅബയുടെ മൂലകളെ കുറിച്ച് പഠിക്കണം. 4 മൂലക്ക് പ്രത്യേകത ഉണ്ട്. മുൽത്തസം, മീസാബ്, ഹജറുൽ അസ്വദ്, മഖാം ഇബ്രാഹിം, ഷാദിർ വാൻ, ഹിജ്ർ ഇസ്മായിൽ, മതാഫ്, മസ്ജിദ്, പള്ളിയുടെ മുറ്റം, സംസം കിണർ, ഇങ്ങനെ പള്ളിയുടെ വാതിലുകൾ, ഒരുപാട് സംഗതി പഠിക്കാണ്ട്. ഒരു 8-10 സംഗതി കൃത്യമായി പഠിച്ചിട്ടേ തവാഫ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, അത് ഓരോന്നും പഠിച്ചിട്ടേ നമുക്ക് തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് 4 മണി സമയമായി. ഇനി ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ക്യാമ്പിന് വേണ്ടി സംഭാരവും മറ്റും അർപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഒരു ദുആ നടത്തിയിട്ട് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ പരിപാടി നമ്മളിവിടെ അവസാനിക്കും. നാളെ 4 മണിയേക്കാൾ കൂടുതൽ വരും. ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇന്നൊരു 4:15 ആകുമ്പോഴത്തേന് പോകാൻ ഞാൻ 4:30 വരെ മാക്സിമം. അപ്പോ 4:30 വരെ വരും. എന്റെ ഇനി സംശയങ്ങൾ എന്തെങ്കിലും വന്നതുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. ബോസിൽ പെട്ടെന്ന് ഇത് ഇപ്പൊ ഈ കഴിഞ്ഞ സംശയം ഉണ്ടെങ്കിൽ പറയും. അത് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിങ്ങളെ ഹറമിൽ എത്തിച്ചിട്ട് ഹറമിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുക. ഇപ്പൊ നിങ്ങളെ ഹറമിൽ എത്തിയിട്ടേ ഉള്ളൂ, തവാഫ് പോലും ചെയ്തിട്ടില്ല. ഇനി തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഹജ്ജ് ചെയ്യണം. ഒക്കെ നാളെ നടക്കും. കാരണം എന്താ? നാളെ പറയുമ്പോൾ ഇഹ്റാമിൽ ഹറാമായ കാര്യം പറയണ്ട, ഇഹ്റാം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയണ്ട, അതിന്റെ സുന്നത്തൊന്നും പറയണ്ട. നാളെ എന്ത് പറഞ്ഞാൽ മതി? മിന, അറഫ, മുസ്ദലിഫ, കല്ലേർ പോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഇതേ സമയം മതി. ഇതേ സമയം കൊണ്ട് കച്ചേ ഒരുപാട് മസലകൾ പഠിക്കാണ്ട്, പ്രായോഗിക രൂപം പഠിക്കാണ്ട്. നാളത്തേതാണ് ഇതിനേക്കാൾ പ്രധാനം വരിക. കാരണം ഹജ്ജിന്റെ പ്രധാന മസല അവിടെ വരൂ. നിങ്ങളെ സംശയങ്ങളും എല്ലാം തീർത്ത് നാളെ വരുമ്പോ തന്നെ ശ്രദ്ധിച്ചോളൂ. കുറച്ച് വൈകിപ്പോയാലും പ്രശ്നമില്ല എന്നുള്ള നിലക്ക് വന്നാൽ മതി. നിങ്ങൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വല്ല സംഭാവനയൊക്കെ കൊടുക്കാണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് കൊടുത്തോളൂ. ഞങ്ങൾ പിടിച്ചു വാങ്ങൂല. ഈ സ്റ്റേജിലേക്ക് പോലും ഒരു സംഭവം. അപ്പൊ നേരത്തെ തന്നെ ഒരാളെന്റെ കയ്യിൽ പൈസ കൊണ്ടു, ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് തരണ്ട, ഒരാൾ തരുന്ന കണ്ട വേറെ ആൾ കൊണ്ടുവരും. അതൊരു പതിവാവും. അവനവിടെ പിരിവാന്ന് പറയും. ഞങ്ങൾ പറയിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തിൽ നിന്ന് വല്ലതും സ്ഥാപനത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ കൊണ്ടുവരിക, കൊടുക്കുക. നമുക്ക് കൂട്ടായിട്ടും ദ്വാരക്കാം. ആ ദ്വായുടെ ഫലമായി 2 കാര്യം. ഒന്ന്, പടച്ച റബ്ബ് ആ ദ്വാന്റെ ബർക്കത്ത് കൊണ്ട് ഒരു രോഗവുമില്ലാതെ ആരോഗ്യത്തോടെ കൂട്ടം തെറ്റാതെ ബുദ്ധിമുട്ടാതെ ആ പുണ്യസ്ഥലത്ത് പോയി അമൽ ചെയ്ത് വരാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം തന്നെ മരിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ ആവശ്യത്തിന് കൈ നീട്ടേണ്ട ഗതികേട് പടച്ച റബ്ബ് നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് ആളുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ഞാൻ ദുആ ചെയ്യാൻ പോകുന്നു. നിങ്ങളൊക്കെ എല്ലാവരും ഇവിടെ സ്വലാത്ത് ചൊല്ലി ഈ ദുആയിൽ പങ്കെടുക്കണം. നിങ്ങളുടെ ആമീൻ എനിക്ക് കിട്ടണം. അതിനുവേണ്ടി മാത്രമാണ്. ശ്രദ്ധിച്ചോളൂ. എല്ലാവരും ശ്രദ്ധിക്കേ. ഉംറക്കാണോ ഹജ്ജിനാണോ തലമുടി തികച്ചും കളയിൽ കൂടുതൽ സുന്നത്ത്? രണ്ടിനും സുന്നത്താ. കാരണം ഹൽക്കിനെ ഞാൻ അത് പറയുമ്പോൾ പറഞ്ഞാൽ അതിന്റെ വിഷയം വരുമ്പോൾ വിശദീകരിച്ചത് ഇഹ്റാമിൽ നിയ്യത്തിന് മുമ്പ് അത്തർ ഉപയോഗിക്കാൻ പാടുണ്ടോ? അതല്ലേ ഈ പറഞ്ഞതൊക്കെ.
എന്താ ചെയ്യാ? ഹജ്ജ് ക്ലാസ് മുഴുവൻ എടുത്തു. അവസാനം ഒരു ആചാര്യ ചോദിച്ചു, ഇഹ്റാം കെട്ടാൻ വെള്ളക്കുപ്പായം തന്നെ വേണോന്ന് ചോദിച്ചു. വെള്ളക്കുപ്പായി എന്ന പോലെ ഇപ്പൊ ഇത് അത് ഇഹ്റാമിന്റെ മുമ്പ് സുഗന്ധം പൂശാം. ഇതാ വന്നിരിക്കുന്നത്, ഭാര്യയുടെ അസുഖം മാറാൻ ദുആ ചെയ്യണം, ശാരീരികമായ എല്ലാ അസുഖങ്ങളും ശിഫയാൻ ദുആ തന്നെ, മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണം. പെട്ടെന്ന് കഴിയുക, നിങ്ങൾ ഒന്നും എണീക്കണ്ട, ക്ഷമ കാണിക്കുക. അതിനാണ് ഒരു യാത്രയിൽ സ്വത്തിന്, ഇതൊക്കെ ദുആയാണ്, ഇതെല്ലാം ദുആയാണ്. ഇതൊക്കെ ഒരുപാട് മുറാദുകളുടെ ഇൻഷാ അല്ലാഹ് അതൊക്കെ നോക്കിയതാണ്, എല്ലാം പാലിക്കും, എല്ലാം ദുആയാണ് ഇൻഷാ അല്ലാഹ്. അതൊക്കെ ഞങ്ങൾ പ്രത്യേകം പരിഗണന, ഇതൊന്നും കളയരുത്, ഒക്കെ കളയരുത്. ഒക്കെ ഇവിടെ തങ്ങൾ വരുമ്പോൾ പ്രത്യേകം പറഞ്ഞ് ദുആ ചെയ്യിക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്നോട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലൊരു അധ്യാപകൻ ശാരീരികമായ ഒരു അസുഖം കൊണ്ട് ആശുപത്രിയിലായിരുന്നു. അദ്ദേഹം വളരെ വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരി തന്റെ മകന്റെ കല്യാണം സുഖപ്പെടാൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഹാജിമാരും പലരും, ഇപ്പൊ ഖത്തറിന്റെ ഒരു സുഹൃത്ത് അബ്ബാസ്, അദ്ദേഹം പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുടിവെള്ളം നൽകിയൊരു സഹോദരൻ, അദ്ദേഹം. പിന്നെ എനിക്ക് പ്രത്യേകം ഓർക്കാനുള്ളത്, ഞാൻ ദുബൈയിൽ ചെല്ലുന്ന സമയത്ത് തിരൂരങ്ങാടി മണ്ഡലം KMCCയുടെ നായകൻ, ഇപ്പൊ ദുബൈ KMCയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അൻവർ നഹ സാഹിബ്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സഹോദരൻ, 1,00,000 രൂപ ഇതിലേക്ക് സംഭാവന ചെയ്തു. അവരെ മണ്ഡലം KMCC കമ്മിറ്റിയുടെ വക. അള്ളാഹു അവർക്കൊക്കെ അതിന്റെ ഹൈറായ പ്രതിഫലം രണ്ടു വീട്ടിലും കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. അതുപോലെ ഈ ഹജ്ജ് ക്യാമ്പിന് വേണ്ടി തുടക്കം മുതൽ അധ്വാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുറെ സഹപ്രവർത്തകരുണ്ട്. മാസങ്ങളായിട്ട് അവനവന്റെ പണി നിർത്തിവെച്ചിട്ട് ഇതിന് പിരിക്കാൻ നടക്കുകയും അവരുടെ ജോലിയൊക്കെ നിർത്തിവെച്ചിട്ട് കഠിനാധ്വാനം ചെയ്ത് കൂടെ നിൽക്കുകയും ചെയ്ത ഈ ക്യാമ്പസിൽ ദിനന്തരം വന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ എനിക്ക് അറിയാലോ, ഒരു വണ്ടി ഓടിക്കാൻ പെട്രോൾ എത്ര വേണം ഇങ്ങോട്ട്, അതുപോലെ നടന്നു വരണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്, ഓട്ടോറിക്ഷ എടുക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ മാസങ്ങളായി ഈ ക്യാമ്പസിലാണ്. ഇവിടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, എന്റെ സഹപ്രവർത്തകരുണ്ട്, ഇതിന്റെ കൺവീനർമാര്, ഓരോ ഗ്രൂപ്പിന്റെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത ആളുകൾ. ഞങ്ങൾ എത്ര ശ്വാസങ്ങൾ യോഗം കൂടിയിട്ടുണ്ടെന്ന് അറിയോ? മാസങ്ങൾ തുടങ്ങിയ അധ്വാനമാണ് ഇത്. വെറുതെ ഇതിങ്ങനെ നടത്താൻ പറ്റൂല. അതിനൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന എന്റെ ചില സുഹൃത്തുക്കൾ, അടുത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങൾ സ്ഥാപനത്തിന് വേണ്ടി മരിച്ചുപോയ സ്ഥാപനത്തിന്റെ ഭാരവാഹികളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ പേരുകൾ മുഴുവൻ നാളെ ഞാൻ വായിക്കും. ഇന്ന് ഞാൻ മുഴുവൻ വായിക്കാൻ നിൽക്കുന്നില്ല. ഒരിക്കൽ ഇഹ്റാമിന് ഉപയോഗിച്ച വസ്ത്രം കഴുകി വീണ്ടും ഇഹ്റാമിന് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും, ഒരു പ്രയാസമില്ല. ഇഹ്റാമിലായിരിക്കെ കാലിൽ വാസലിൻ പുരട്ടാൻ പറ്റുമോ? വാസലിന് സുഗന്ധമില്ലെങ്കിൽ പുരട്ടാം. എണ്ണ പുരട്ടാൻ പറ്റാത്തത് താടിരോമത്തിനും തലയിലുമാണ്. സുഗന്ധമില്ലാത്ത വാസലിൻ എവിടെയും പുരട്ടാം, സുഗന്ധമുണ്ടെങ്കിൽ എവിടെയും പുരട്ടാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഞാനീ പറയുന്നത്, ഇപ്പൊ ഈ ഒരു ദുആ കൊണ്ട് മാത്രം അവസാനിക്കൂല. നിങ്ങൾ പരിശുദ്ധ മക്കയിൽ ചെന്ന്, ഞാൻ എല്ലാ ഹാജിമാരോടും പറയാനുള്ളത് 3 സന്ദർഭത്തിൽ: ഒന്ന്, ആദ്യമായി നിങ്ങൾ കഅബ കണ്ട് ദുആ ചെയ്യുമ്പോൾ; 2, നിങ്ങൾ പരിശുദ്ധ റൗള സിയാറത്ത് ചെയ്യുമ്പോൾ; 3, അറഫയിൽ. ഈ 3 സ്ഥലത്ത് നിങ്ങൾ ഞങ്ങളൊക്കെ ഓർക്കണം, ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം, മറക്കരുത്. അവിടെ എത്താനും ദുആ ചെയ്യാനും പടച്ച റബ്ബ് നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ എന്തെങ്കിലും ഞാൻ പറയുന്ന വിഷയത്തിൽ അവ്യക്തത ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, ഞാനിത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും, എന്നോട് പറയണം. നാളെ പറയുമ്പോൾ ഞാൻ വിശദീകരിച്ച് പിന്നെയും പറഞ്ഞു തരാം. എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാം. നമുക്ക് പരസ്പരം ഇത് ഒരു നല്ല മരിച്ചു ചെന്നിട്ട് ഇതുപോലെ സ്വർഗത്തിൽ ഒന്നിക്കാനുള്ള ഒരു തഅലീമിന്റെ ബന്ധമായി അള്ളാഹു നിറഞ്ഞു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എഴുന്നേറ്റ് ഒരു 10 സ്വലാത്തിൽ ഇരുന്ന സന്തോഷമായിരുന്നു. ആ നിൽക്കുന്ന ആൾക്കാരൊന്നും തിരക്ക് കാണിക്കാതെ ഒന്നുണ്ട് സ്റ്റേജ് കസേരയിലേക്ക് കയറി ഇന്നൊരു ഭംഗിയുള്ള സദസ്സാക്കണേ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ നൽകുമാറാവട്ടെ. എല്ലാവരും സ്വലാത്ത് ഭംഗിയായി ചൊല്ലിക്കോ. കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനമുള്ളതാ. മരിച്ചിട്ട് ബാപ്പാനെ സ്വർഗത്ത് കാക്കാൻ അള്ളാഹു മഗ്ഫൂർ ലഹു എന്ന് പറയുന്നതിന്റെ മുമ്പ് 2ാമത്തെ തക്ബീറിൽ റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ പ്രാർത്ഥന പടച്ചോ സ്വീകരിക്കുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? സ്വലാത്ത് അത്ര പ്രധാന. ആ സ്വലാത്ത് തവസ്സുൽ ചെയ്ത് പടച്ച റബ്ബിനോട് പറഞ്ഞാൽ ഉറപ്പാ സ്വീകരിക്കും, വേറൊന്നും അതിലില്ല. അതുകൊണ്ട് എനിക്കൊരു കടമുണ്ട്. ഇതിനു വേണ്ടി എന്റെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ദ്വാരക്കുക എന്നുള്ളത് എന്നോട് അവരെപ്പോഴും പറയുന്ന കാര്യമാണ്. അവർ പറഞ്ഞൊക്കെ എന്റെ മനസ്സിലുണ്ട്, ഞാൻ പടച്ച റബ്ബിനോട് സ്വകാര്യമായി പറയാറുണ്ട്. അത്രയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക, എനിക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ഞാൻ പറയാം, ഞാൻ നിന്നിട്ട് അതുവരെ ക്ലാസ്സിൽ കാലിന്റെ മുട്ടിൽ ചെറിയൊരു വേദന എന്നുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. നിങ്ങൾ ദ്വാരം അതൊക്കെ 2 ദിവസം കൊണ്ട് സുഖമാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സ്വലാത്തിന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.